Hey CA students, looking for free auditing classes in Malayalam? Looking for summarized auditing notes? Ready to attend free audit MCQ quizzes? And to attend weekly descriptive examination? Do you want all this for free? Join our Telegram channel now. ഓക്കെ, അപ്പോൾ നമ്മൾ CA ഫൈനൽ ഓഡിറ്റിങ്ങിൻ്റെ ചാപ്റ്റർ 17 ആണ് കവർ ചെയ്യുന്നത്. ചാപ്റ്റർ 17 ഡ്യൂ ഡെലിജൻസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് അക്കൗണ്ടിങ്. സോ ഡ്യൂ ഡെലിജൻസ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് അക്കൗണ്ടിങ്, ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ചാപ്റ്റർ 17 കവർ ചെയ്യുന്നത്. സോ നമ്മൾ ഫസ്റ്റ് തന്നെ ഡ്യൂ ഡെലിജൻസ് എന്താണെന്നാണ് പഠിക്കുന്നത്. വാട്ട് ഈസ് ഡ്യൂ ഡെലിജൻസ്, അത് കഴിഞ്ഞിട്ട് എന്താണ് ഡ്യൂ ഡെലിജൻസിൻ്റെ പർപ്പസ്, ടൈപ്പ് ഓഫ് ഡ്യൂ ഡെലിജൻസ്, പിന്നെ എങ്ങനെയാണ് അത് ചെയ്യുക, അതിൻ്റെ പ്രോസസ്സ്, ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്യൂ ഡെലിജൻസ് ആൻഡ് ഓഡിറ്റ്. ഡ്യൂ ഡെലിജൻസും ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ് എന്താണ്, ഈ 5 ടോപ്പിക്കാണ് നമ്മൾ ഫസ്റ്റ് തന്നെ നോക്കുന്നത് ഡ്യൂ ഡെലിജൻസിനെ കുറിച്ചിട്ട്. So what is due diligence? Due diligence is detailed investigation done before making an important business decision. ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു ബിസിനസ് ഡിസിഷൻ ചെയ്യുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നൊരു ഡീറ്റെയിൽഡ് ഇൻവെസ്റ്റിഗേഷനെ പറയുന്ന പേരാണ് ഡ്യൂ ഡെലിജൻസ്. സച്ച് ആസ് ഇൻവെസ്റ്റിംഗ് ഇൻ എ കമ്പനി, ബൈയിങ് എ ബിസിനസ് ഓർ അപ്രൂവിങ് എ ലോൺ. സോ ഒരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് നമ്മൾ ചെയ്യുന്നൊരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ളൊരു ഇൻവെസ്റ്റിഗേഷൻ്റെ പറഞ്ഞ പേരാണ് ഡ്യൂ ഡെലിജൻസ്. ഇറ്റ് എൻഷുർ ദാറ്റ് ഓൾ അഗ്രിമെൻറ്റ്സ്, അസറ്റ്സ്, ലയബിലിറ്റീസ് ആൻഡ് റിസ്ക് ആർ പ്രോപ്പർലി ചെക്ക്ഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, എല്ലാ അഗ്രിമെൻറ്റും, എല്ലാ അസറ്റും, ലയബിലിറ്റീസും, അതേമാതിരി തന്നെ റിസ്ക്കും പ്രോപ്പർലി ചെക്ക് ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം എന്താണ് ഡ്യൂ ഡെലിജൻസ് എൻഷുർ ചെയ്യുന്നുണ്ട്. കാരണം അങ്ങനെയാണ് ഡ്യൂ ഡെലിജൻസ് നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ, ബിഫോർ ബൈയിങ് എ ഹൗസ് യു ചെക്ക് ദ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ്, ഓണർഷിപ്പ് റെക്കോർഡ് ആൻഡ് ലീഗൽ ഇഷ്യൂ. അപ്പോൾ നമ്മളൊരു വീട് വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ പ്രോപ്പർട്ടി ഡോക്യുമെൻറ്റ് നോക്കും, ഓണർഷിപ്പ് റെക്കോർഡ് നോക്കും, അതേപോലെ തന്നെ ലീഗൽ ഇഷ്യൂസ് എന്തെങ്കിലും ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. സിമിലർലി ബിസിനസ് കണ്ടക്ട് ഡ്യൂ ഡെലിജൻസ് ബിഫോർ മേക്കിംഗ് ബിഗ് ഡിസിഷൻസ്. ദെൻ പർപ്പസ് ഓഫ് ഡ്യൂ ഡെലിജൻസ്. എന്താണ് ഒരു ഡ്യൂ ഡെലിജൻസിൻ്റെ പർപ്പസ്? ഡ്യൂ ഡെലിജൻസ് ഹെൽപ്സ് വെരിഫൈ ഫാക്ട്സ്, അസസ് റിസ്ക് ആൻഡ് എൻഷുർ ട്രാൻസ്പെറൻസി ഇൻ എ ട്രാൻസാക്ഷൻ. അപ്പോൾ ഒരു ട്രാൻസാക്ഷൻ്റെ ഒരു ഫാക്റ്റ് വെരിഫൈ ചെയ്യാനും അതിൻ്റെ റിസ്ക് അസസ് ചെയ്യാനും അതേമാതിരി അതിൻ്റെ ട്രാൻസ്പെറൻസി എൻഷുർ ചെയ്യാനും എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യും. ഇറ്റ് എൻഷുർ ദാറ്റ് എ കമ്പനി ഓർ ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി ഈസ് എ ഗുഡ് ആസ് ഇറ്റ് അപ്പിയേഴ്സ്. ഒരു കമ്പനിയോ അല്ലെങ്കിൽ ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഓപ്പർച്യൂണിറ്റി എന്താണ്, നല്ലതാണ്, നമുക്ക് നല്ല രീതിയിലാണ് ഒരു ഫ്യൂച്ചറിൽ വരിക എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡ്യൂ ഡെലിജൻസ് ചെയ്യുന്നത്. അതാണ് അതിൻ്റെ പർപ്പസ്. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ക്ലെയിംസ് to have 50 crore in an asset, due diligence verify if this is true by checking financial records. അപ്പോൾ എന്താണ്, ഒരു കമ്പനി ക്ലെയിം ചെയ്യാണ് അവരുടെ അസറ്റ്, നമ്മളൊരു കമ്പനി വാങ്ങാൻ പോവുകയാണെങ്കിൽ അവർ പറയുകയാണ് അവരുടെ അസറ്റ് എന്താണ് 50 കോടി ഉണ്ട്, 50 കോടി വാല്യൂ ഉണ്ടെന്ന് പറയുകയാണെങ്കിൽ ഡ്യൂ ഡെലിജൻസ് എന്ത് ചെയ്യും, ആ ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ചെക്ക് ചെയ്തിട്ട് അത് ശരിയാണോ എന്നുള്ള കാര്യം നോക്കും. ദെൻ ടൈപ്സ് ഓഫ് ഡ്യൂ ഡെലിജൻസ്. എന്തൊക്കെയാണ് ഒരു ഡ്യൂ ഡെലിജൻസിൻ്റെ ടൈപ്പ്? ഫിനാൻഷ്യൽ ഡ്യൂ ഡെലിജൻസ് ഉണ്ട്, ലീഗൽ ഡ്യൂ ഡെലിജൻസ് ഉണ്ട്, ഓപ്പറേഷണൽ ഡ്യൂ ഡെലിജൻസ് ഉണ്ട്, ദെൻ എൻവിറോൺമെൻറ്റൽ ആൻഡ് സേഫ്റ്റി ഡ്യൂ ഡെലിജൻസ്, ഹ്യൂമൻ റൈറ്റ് ഡ്യൂ ഡെലിജൻസ്, ഇതൊക്കെയാണുള്ളത്. സോ ഫസ്റ്റ് ഫിനാൻഷ്യൽ ഡ്യൂ ഡെലിജൻസ്. എക്സാമിൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, റവന്യൂ ആൻഡ് എക്സ്പെൻസ് ആൻഡ് ഡെറ്റ്. അപ്പോൾ എന്തൊക്കെയാണ് ചെക്ക് ചെയ്യുക, നമ്മുടെ FS ചെക്ക് ചെയ്യും, റവന്യൂ ചെക്ക് ചെയ്യും, എക്സ്പെൻസ് ചെക്ക് ചെയ്യും, ഡെറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അത് ചെക്ക് ചെയ്യും. ഫിനാൻഷ്യൽ ഡ്യൂ ഡെലിജൻസ്. പിന്നെ ലീഗൽ ഡ്യൂ ഡെലിജൻസ് എന്താണെന്ന് വെച്ചാൽ റിവ്യൂ കോൺട്രാക്ട്, അഗ്രിമെൻറ്റ് ആൻഡ് ലീഗൽ കംപ്ലയൻസ്. നമ്മൾ എൻ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റോ അഗ്രിമെൻറ്റോ ചെക്ക് ചെയ്യും, അതേമാതിരി തന്നെ ലീഗൽ കംപ്ലയൻസ് നടത്തുന്നുണ്ടോ അവർ, പ്രോപ്പറാണോ എന്നുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ ലീഗൽ ഡ്യൂ ഡെലിജൻസ് വഴി ചെക്ക് ചെയ്യും. ദെൻ ഓപ്പറേഷണൽ ഡ്യൂ ഡെലിജൻസ്. അതിലെന്താണ്, അനാലിസിസ് ബിസിനസ് ഓപ്പറേഷൻ, മാനേജ്മെൻറ്റ് ആൻഡ് പ്രോസസ്. ബിസിനസ് ഓപ്പറേഷനും മാനേജ്മെൻറ്റിനെയും അതേമാതിരി തന്നെ പ്രോസസ്സ്, അവർ ചെയ്യുന്ന ഓരോ പ്രോസസ്സുകളാണ് നമ്മൾ എന്ത് ചെയ്യുക, ഇതിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. Then environment and safety due diligence വെച്ചാൽ check if a company follows environment and safety law. അപ്പോൾ എൻവിറോൺമെൻറ്റും സേഫ്റ്റി ലോ ഒക്കെ കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കുന്നതാണ് എന്ത്, എൻവിറോൺമെൻറ്റ്
എൻവിറോൺമെൻറ്റൽ ആൻഡ് സേഫ്റ്റി ഡ്യൂ ഡെലിജൻസ്. ദെൻ ഹ്യൂമൻ റൈറ്റ് ഡ്യൂ ഡെലിജൻസ് എന്ന് വെച്ചാൽ എൻഷുർ റെസ്പെക്ട് ഹ്യൂമൻ റൈറ്റ് ആൻഡ് ലേബർ ലോ. അപ്പോൾ ഹ്യൂമൻ റൈറ്റും ലേബർ ലോവും എന്താണ് കമ്പനി റെസ്പെക്ട് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ എൻഷുർ ചെയ്യും ഫ്രം ഹ്യൂമൻ ഡ്യൂ ഡെലിജൻസ്. ദെൻ എക്സാമ്പിൾ, എ കമ്പനി പ്ലാനിങ് ടു ബൈ എ ഫാക്ടറി, ഒരു ഫാക്ടറി വാങ്ങാൻ പോവുകയാണെങ്കിൽ ഇഫ് ദ ഫാക്ടറി ഹാസ് അൺപെയ്ഡ് ലോൺസ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യും, നമ്മൾ ഫിനാൻഷ്യൽ ഡ്യൂ ഡെലിജൻസ് ചെക്ക് ചെയ്യും. ആൻഡ് പൊല്യൂഷൻ ഇഷ്യൂ ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ എൻവിറോൺമെൻറ്റൽ ഡ്യൂ ഡെലിജൻസ് നമ്മൾ നോക്കും. അങ്ങനെയാണ് നമ്മൾ ഓരോന്ന് നോക്കുക. എന്താ പറയുക, ലേബർ എന്തെങ്കിലും കച്ചറ ഉണ്ടാക്കുന്നുണ്ടെങ്കിൽ, അവിടെ എന്തെങ്കിലും സമരം നടത്തുന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, നമ്മൾ ഹ്യൂമൻ ഡ്യൂ ഡെലിജൻസ് നമ്മൾ ചെക്ക് ചെയ്യും. ദെൻ പ്രോസസ് ഓഫ് ഡ്യൂ ഡെലിജൻസ്. എങ്ങനെയാണ് ഒരു ഡ്യൂ ഡെലിജൻസ് കണ്ടക്ട് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ദെൻ വെരിഫിക്കേഷൻ, റിസ്ക് അസസ്മെൻറ്റ്, ഫൈനൽ ഡിസിഷൻ. അപ്പോൾ 4 പ്രോസസ്സാണ് ഉള്ളത്. ഒന്ന് ഫസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ആണ് ചെയ്യുന്നത്. ദെൻ അത് വെരിഫൈ ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനും വെരിഫൈ ചെയ്യും. ദെൻ റിസ്ക് അസസ്മെൻറ്റ് നടത്തും. അതേപോലെ തന്നെ ലാസ്റ്റ് ഫൈനൽ ഡിസിഷനാണ്. ഫസ്റ്റ് എക്സാമിൻ ഓൾ ആസ്പെക്ട്സ് ഓഫ് എ കമ്പനി സച്ച് ആസ് ഫിനാൻസ്, മാനേജ്മെൻറ്റ് ആൻഡ് ലീഗൽ മാറ്റർ. അപ്പോൾ നമ്മൾ പറഞ്ഞ ഓരോ ടൈപ്പ് ഓഫ് ഡ്യൂ ഡെലിജൻസ് ഉണ്ടല്ലോ, ആ കാര്യങ്ങൾ നമ്മൾ എന്ത് ചെയ്യും, എക്സാമിൻ ചെയ്യും. അതാണ് ഇൻവെസ്റ്റിഗേഷൻ. എക്സാമിനിങ് ഓൾ ആസ്പെക്ട്സ് ഓഫ് ദ കമ്പനി സച്ച് ആസ് ഫിനാൻസ്, മാനേജ്മെൻറ്റ് ആൻഡ് ലീഗൽ മാറ്റർ. Then verification, ensure all important claims such as revenue and asset value are true. അതേപോലെ തന്നെ റവന്യൂവും അവർ കാണിക്കുന്ന റവന്യൂവും അതേപോലെ തന്നെ അസറ്റിൻ്റെ വാല്യൂ ഒക്കെ സത്യമാണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കും. എന്താണ് ഇമ്പോർട്ടൻറ്റ് ക്ലെയിംസ് എൻഷുർ ചെയ്യും. ദെൻ റിസ്ക് അസസ്മെൻ്റ് ആണ്, ഐഡൻറ്റിഫൈങ് പൊട്ടൻഷ്യൽ റിസ്ക് സച്ച് ആസ് ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഓർ ഹിഡൻ ലയബിലിറ്റി. അപ്പോൾ ലീഗൽ ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും വേറെ എന്തെങ്കിലും നമ്മൾ കാണാത്ത എന്തെങ്കിലും നമുക്ക് ഒരു ബാധ്യതകളുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ടാണ് എന്ത് റിസ്ക് അസസ്മെൻറ്റ് നടത്തുന്നത്. പൊട്ടൻഷ്യൽ റിസ്ക് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ഫൈനൽ ഡിസിഷനാണ് മേക്കിംഗ് എ വെൽ ഇൻഫോംഡ് ചോയ്സ്. ഒരു വെൽ ഇൻഫോംഡ് ഡിസിഷൻ നമ്മൾ ചെയ്യും അബൌട്ട് പ്രൊസീഡിങ് വിത്ത് ട്രാൻസാക്ഷൻ. എക്സാമ്പിൾ, ബിഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് എ സ്റ്റാർട്ടപ്പ്, ഒരു സ്റ്റാർട്ടപ്പ് ഇൻവെസ്റ്റ് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റർ ചെക്ക് ഇഫ് ദ കമ്പനി ഹാസ് എനി എന്തെങ്കിലും ലോ സൂട്ട് ഉണ്ടോ, അതേപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ് ഉണ്ടോ, അല്ലെങ്കിൽ ഫോൾസ് ഫിനാൻഷ്യൽ ക്ലെയിംസ് ആണുള്ളത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം, കമ്പനി ചെക്ക് ചെയ്യണം. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഡ്യൂ ഡെലിജൻസ് ആൻഡ് ഓഡിറ്റ്. എന്താണ് ഡ്യൂ ഡെലിജൻസും ഓഡിറ്റും തമ്മിലുള്ള ഡിഫറൻസ്? മെനി പീപ്പിൾ കൺഫ്യൂസ് ഡ്യൂ ഡെലിജൻസ് വിത്ത് ഓഡിറ്റ്. പലരും എന്താണ് ഡ്യൂ ഡെലിജൻസും ഓഡിറ്റും സെയിം ആണെന്ന് കൺഫ്യൂസ് ആവലുണ്ട്. ബട്ട് ദേ ആർ ഡിഫറെൻറ്റ്. അത് ഡിഫറെൻ്റ് ആണ്. കാരണം വെച്ചാൽ ഓഡിറ്റ് ഫോക്കസ് ഓൺ ഓൺലി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമാണ് ഓഡിറ്റ് ഫോക്കസ് ചെയ്യുക. അതേമാതിരി തന്നെ എന്താ പ്രൊവൈഡ് ചെയ്യുന്നത്, പ്രൊവൈഡ്സ് എൻ ഒപ്പീനിയൻ ഓൺ ദെയർ ആക്യുറസി. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ആക്യുറസിനെ കുറിച്ചുള്ള ഒപ്പീനിയനുമാണ് എന്ത് ഓഡിറ്റ്. ഡ്യൂ ഡെലിജൻസ് എന്താണ്, ഇറ്റ്സ് എ ബ്രോഡർ ഇൻവെസ്റ്റിഗേഷൻ. അതൊരു ഇൻവെസ്റ്റിഗേഷൻ ആണ് ആൻഡ് ദാറ്റ് കവേഴ്സ് ഫിനാൻഷ്യൽ, ലീഗൽ, ഓപ്പറേഷണൽ ആൻഡ് അതർ ആസ്പെക്ട്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാത്രമല്ല ലീഗലും ഓപ്പറേഷണലും അതർ ആസ്പെക്റ്റ് ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ഈ ഡ്യൂ ഡെലിജൻസ് കവർ ചെയ്യുന്നുണ്ട്. എക്സാമ്പിൾ, എ ബാങ്ക് ഓഡിറ്റ് എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. ബാങ്ക് ഓഡിറ്റ്സ് എ കമ്പനി ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ബട്ട് എൻ ഇൻവെസ്റ്റർ കണ്ടക്ട് ഡ്യൂ ഡെലിജൻസ് ബിഫോർ ബൈയിങ് ദ കമ്പനി. അപ്പോൾ ഒരു ബാങ്ക് ഓഡിറ്റ് എന്ന് ചെയ്യുക, കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആണ് അത് കവർ ചെയ്യുക. പക്ഷേ ഇൻവെസ്റ്റേഴ്സ് ഒരു ഡ്യൂ ഡെലിജൻസ് കണ്ടക്ട് ചെയ്യുകയാണെങ്കിൽ എന്താ ചെയ്യുക, ഒരു കമ്പനി വാങ്ങുന്നതിന് മുമ്പ് ഈ ഒരു ഇൻവെസ്റ്റർ എന്താണ് ഡ്യൂ ഡെലിജൻസ് ആണ് കണ്ടക്ട് ചെയ്യുക, അല്ലാതെ ഓഡിറ്റ് അല്ല. Then what is the importance of a due diligence? Due diligence is crucial in a business deal because ഒരു ബിസിനസ് ഡീൽ എന്താണ് ഡ്യൂ ഡിലിജൻസ് ക്രൂഷ്യൽ ആണ്. കാരണം ഇറ്റ് പ്രിവെൻറ്റ്സ് ലോസസ് ആൻഡ് ഫ്രോഡ്. ഇത് ലോസും ഫ്രോഡും എന്താണ് പ്രിവെൻറ്റ് ചെയ്യുന്നുണ്ട്. Then ensure transparency ensure confirm that the company or investment is genuine. കമ്പനിയും ഇൻവെസ്റ്റ്മെൻറ്റും ജെനുവിൻ ആണോ എന്നുള്ള കാര്യം കൺഫേം ചെയ്യും ഇത്. ദെൻ ഐഡൻറ്റിഫൈ റിസ്ക് ഐഡൻറ്റിഫൈ ചെയ്യും. ഫൈൻഡ്സ് ഹിഡൻ പ്രോബ്ലംസ് ലൈക്ക് ലോ സൂട്ട് ഓർ ഡെറ്റ്. എന്തെങ്കിലും അവർ ഒളിപ്പിച്ച് വെച്ച പ്രോബ്ലംസ് ഉണ്ടോ എന്നുള്ള കാര്യം ഡ്യൂ ഡെലിജൻസ് ഐഡൻറ്റിഫൈ ചെയ്യും. ദെൻ ഹെൽപ്സ് ഇൻ നെഗോസിയേഷൻ എന്താണ് ഇത് ഹെൽപ്പ് ചെയ്യും. ഇഫ് റിസ്ക് ആർ ഫൗണ്ട്, എന്തെങ്കിലും റിസ്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ദ ബയർ ക്യാൻ നെഗോഷിയേറ്റ് എ ലോവർ പ്രൈസ്. എന്തെങ്കിലും റിസ്ക് കണ്ടുപിടിച്ചിട്ടുണ്ടെങ്കിൽ ബയറിന് എന്ത് ചെയ്യാൻ പറ്റും, ലോവർ പ്രൈസിന് ആ ഒരു ബിസിനസ് വാങ്ങുന്ന കാര്യം നെഗോഷിയേറ്റ് ചെയ്യാൻ പറ്റും. സോ ഹെൽപ്സ് ഇൻ നെഗോസിയേഷൻ. ദെൻ പ്രൊട്ടക്ട്സ് ഇൻവെസ്റ്റേഴ്സ് ആൻഡ് ലെൻഡർ. ഇൻവെസ്റ്റേഴ്സിനെയും ലെൻഡേഴ്സിനെ ഇത് പ്രൊട്ടക്ട് ചെയ്യും. പ്രിവെൻറ്റ് ബാഡ് ഇൻവെസ്റ്റ്മെൻറ്റ് ബൈ വെരിഫൈയിങ് ഫാക്ട്. ഓക്കെ, ഞാൻ ഫാക്റ്റുകൾ വെരിഫൈ ചെയ്തിട്ട് നമുക്ക് മോശമായ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്തുന്നതിൽ നിന്ന് നമ്മളെ തടയും. എക്സാമ്പിൾ, എ കമ്പനി ലുക്കിംഗ് ടു അക്യൂർ അനദർ കമ്പനി. ഒരു കമ്പനി എന്താണ് മറ്റൊരു കമ്പനി അക്യൂർ ചെയ്യാൻ നോക്കുകയാണ്. മേ ഫൈൻഡ് ഇറ്റ് ഹാസ് അൺപെയ്ഡ് ടാക്സ്. എന്താണ് അതിന് അൺപെയ്ഡ് ടാക്സ് ഉണ്ടാവും, ചിലപ്പോൾ ഉണ്ടെന്ന് വെക്കുക. അങ്ങനെയാകുമ്പോൾ എന്താണ് ഡ്യൂ ഡെലിജൻസ് ഹെൽപ്പ് ദം റീകൺസിഡർ ദ നെഗോസിയേഷൻ എ ബെറ്റർ ഡീൽ. അപ്പോൾ എന്താണ് അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ ആ ഒരു ഡീല് റീകൺസിഡർ ചെയ്യാനോ അല്ലെങ്കിൽ എന്താണ് കുറച്ചും കൂടി പൈസ കുറഞ്ഞിട്ട് അത് നെഗോഷിയേറ്റ് ചെയ്യാനോ എന്താണ് നമ്മളത് ഡ്യൂ ഡെലിജൻസ് ഹെൽപ്പ് ചെയ്യും.
ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണെന്ത് ഡ്യൂ ഡെലിജൻസ് ഇൻ റീസ്ട്രക്ചറിങ് ആൻഡ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഡ്യൂ ഡെലിജൻസ് ഇസ് യൂസ്ഡ് ഇൻ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്. അപ്പോൾ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്ങിന് എന്താണ് ഡ്യൂ ഡെലിജൻസ് യൂസ് ചെയ്യും. വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്ങിന് അത് യൂസ് ചെയ്യും. അതേമാതിരി തന്നെ ലോൺ എടുക്കാൻ യൂസ് ചെയ്യും. പബ്ലിക് ഓഫറിങ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റ്സിനും എന്താണ് ഡ്യൂ ഡെലിജൻസ് നമ്മൾ യൂസ് ചെയ്യും. സോ ഇതൊക്കെ ഒരു മേജർ ഡിസിഷൻസ് ആണ്. സോ കോർപ്പറേറ്റ് റീസ്ട്രക്ചറിങ്, ക്യാപിറ്റൽ വെഞ്ചർ ക്യാപിറ്റൽ ഫിനാൻസിങ്, ലോൺസ്, പബ്ലിക് ഓഫറിങ് ആൻഡ് ഡിസ്ഇൻവെസ്റ്റ്മെൻറ്റൊക്കെ നമ്മൾ എന്താണ് ഡ്യൂ ഡെലിജൻസ് യൂസ് ചെയ്യും. എക്സാമ്പിൾ, വെൻ എ ന്യൂ മാനേജ്മെൻറ്റ് ടീം ടേക്സ് ഓവർ എ കമ്പനി. ഒരു പുതിയ മാനേജ്മെൻറ്റ് ടീമാണ് കമ്പനി ടേക്ക് ഓവർ ചെയ്തെങ്കിൽ ഡ്യൂ ഡെലിജൻസ് ഈസ് കണ്ടക്റ്റഡ് ടു ചെക്ക് ദ കമ്പനീസ് അസറ്റ്സ്, ലയബിലിറ്റി ആൻഡ് ഓപ്പറേഷൻ. കമ്പനീൻ്റെ അസറ്റിനെയും ലയബിലിറ്റിനെയും ഓപ്പറേഷൻസിനെ കുറിച്ചിട്ടൊക്കെ മനസ്സിലാക്കാൻ എന്ത് ചെയ്യും, ഡ്യൂ ഡെലിജൻസ് കണ്ടക്ട് ചെയ്യും. ദെൻ OECD ഡ്യൂ ഡെലിജൻസ് ഗൈഡൻസ്. OECD എന്ന് വെച്ചാൽ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ്. സോ ഓർഗനൈസേഷൻ ഫോർ എക്കണോമിക് കോർപ്പറേഷൻ ആൻഡ് ഡെവലപ്മെൻറ്റ് OECD provides guidelines for companies to conduct risk based due diligence. ഇപ്പോൾ റിസ്ക് ബേസ്ഡ് ഡ്യൂ ഡിലിജൻസ് കണ്ടക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ് ഈ OECD ഗൈഡ് ലൈൻസ് ഓരോ കമ്പനീസിനും പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. സോ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഫസ്റ്റ് ഐഡൻറ്റിഫൈ റിസ്ക്, ഫൈൻഡ് ഔട്ട് പൊട്ടൻഷ്യൽ റിസ്ക് എഫക്റ്റിംഗ് പീപ്പിൾ, സൊസൈറ്റി ആൻഡ് എൻവിറോൺമെൻറ്റ്. അപ്പോൾ ആൾക്കാരെയോ അല്ലെങ്കിൽ സൊസൈറ്റീനെയോ അല്ലെങ്കിൽ നമ്മുടെ എൻവിറോൺമെൻറ്റിനെയോ എഫക്റ്റ് ചെയ്യുന്ന എന്തെങ്കിലും പൊട്ടൻഷ്യൽ റിസ്ക് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഫൈൻഡ് ഔട്ട് ചെയ്യണം അക്കോർഡിംഗ് ടു OECD. ദെൻ എന്ത് ചെയ്യണം, പ്രിവെൻറ്റ് ആൻഡ് മിറ്റിഗേറ്റ് റിസ്ക്. ആ ഒരു റിസ്ക് പ്രിവെൻറ്റും മിറ്റിഗേറ്റും ചെയ്യണം. ടേക്ക് ആക്ഷൻസ് ടു റെഡ്യൂസ് നെഗറ്റീവ് ഇമ്പാക്ട്. അതിൻ്റെ നെഗറ്റീവ് ഇമ്പാക്ട് റെഡ്യൂസ് ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യണം, ആവശ്യമുള്ള ആക്ഷൻസ് എടുക്കണം. ദെൻ അക്കൗണ്ടബിലിറ്റി, കീപ് റെക്കോർഡ്സ് ഓഫ് ഹൗ റിസ്ക് ആർ മാനേജർ. അപ്പോൾ ഈ ഒരു റിസ്ക് എങ്ങനെയാണ് മിറ്റിഗേറ്റ് ചെയ്തത്, എങ്ങനെയാണിത് പ്രിവെൻറ്റും മാനേജ് ചെയ്തത് എന്നുള്ളതിൻ്റെ ഒരു റെക്കോർഡ് നമ്മൾ കീപ്പ് ചെയ്യണം. അതിനാണ് നമ്മൾ അക്കൗണ്ടബിലിറ്റി ആവുന്നത്. എക്സാമ്പിൾ, എ കമ്പനി എക്സ്പാൻഡിങ് ഇറ്റ്സ് ഓപ്പറേഷൻ. ഒരു കമ്പനി അവരുടെ ഓപ്പറേഷൻ എക്സ്പാൻഡ് ചെയ്യാണ്, അവർ കൂടുതൽ എന്താണ് ബ്രാഞ്ചുകൾ തുറക്കാൻ പോകുന്നത്. സോ ഇഫ് ഇറ്റ് സപ്ലയേഴ്സ് യൂസ് ചൈൽഡ് ലേബർ, അവരുടെ സപ്ലൈസ് എന്താണ് ചൈൽഡ് ലേബർ ചെയ്യുകയാണ് എന്ന് വെച്ചാൽ ബാലവേല ചെയ്യുകയാണെങ്കിൽ എന്താണ് ടേക്ക് ആക്ഷൻ ഇഫ് ദേ ഡു. അവർ ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അതിന് കറക്റ്റീവ് ആക്ഷൻ എടുത്തിട്ട് അങ്ങനെ ചെയ്യാൻ പാടില്ല എന്ന് പറഞ്ഞിട്ട് നമ്മൾ അങ്ങനെ വേണം അവരോട് മെർജ് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഡ്യൂ ഡിലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് അക്കൗണ്ടിങ്. സോ ഡ്യൂ ഡിലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് അക്കൗണ്ടിങ്. അതിൽ ഡ്യൂ ഡിലിജൻസ് എന്താ വെച്ചാൽ എ ബ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ബിഫോർ മേക്കിംഗ് ബിസിനസ് ഡിസിഷൻ. അപ്പോൾ നമുക്കറിയാം എന്താണ്, നമ്മൾ ഓൾറെഡി പറഞ്ഞു, ഒരു ബിസിനസ് ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പുള്ളൊരു ബ്രോഡ് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷനാണ് ഡ്യൂ ഡിലിജൻസ്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ, എ ഡീറ്റെയിൽഡ് ഇൻക്വയറി ടു ഫൈൻഡ് ഫ്രോഡ് ഓർ മിസ്കണ്ടക്ട്. ഒരു ഫ്രോഡോ അല്ലെങ്കിൽ മിസ്കണ്ടക്റ്റോ നമുക്ക് കണ്ടുപിടിക്കാനുള്ള ഒരു ഡീറ്റെയിൽഡ് ആയിട്ടുള്ള ഒരു ഇൻക്വയറി ആണെന്ത് ഇൻവെസ്റ്റിഗേഷൻ. ദെൻ ഫോറൻസിക് അക്കൗണ്ട് എന്ന് വെച്ചാൽ എക്സാമിനിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ടു ഡിറ്റക്ട് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് എക്സാമിൻ ചെയ്യാം. മോർ ലൈക്ക് എൻ ഇൻവെസ്റ്റിഗേഷൻ. നമുക്കതിൻ്റെ ഡിഫറൻസ് ഒക്കെ നോക്കാം. എക്സാമ്പിൾ, ഇഫ് എൻ ഇൻവെസ്റ്റർ സസ്പെക്ട് എ കമ്പനി ഹൈഡിങ് ഡെപ്റ്റ്. ഒരു ഡെപ്റ്റ് ഹൈഡ് ചെയ്യുന്നതിൻ്റെ ഇൻവെസ്റ്ററിന് തോന്നുകയാണെങ്കിൽ ദേ മേ ഹയർ എ ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ടു അൺകവർ ദ ട്രൂത്ത്. ആ ഒരു ട്രൂത്ത് അൺകവർ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യും, ഒരു ഫോറൻസിക് അക്കൗണ്ടൻറ്റിനെ ഒരു ഇതാക്കും, അപ്പോയിൻറ്റ് ചെയ്യും. ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ മോർ ലൈക്ക് എൻ ഇൻക്വയറി. നമ്മൾ ആൾക്കാരുമായിട്ട് എന്താണ് നമ്മൾ സംസാരിച്ച് ചോദിക്കുകയുള്ളൂ. മാനേജറിൻ്റെ അടുത്ത് ഇൻക്വയറി നടത്തുകയാണ് നമ്മൾ മോർ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഫോറൻസിക് അക്കൗണ്ടിങ് വെച്ചാൽ അത് മാത്രമല്ല, മൊത്തം ഒരു എക്സാമിനേഷനാണ് നമ്മൾ ചെയ്യുക. ദെൻ കീ റീസൺസ് ഫോർ കണ്ടക്ടിങ് ഡ്യൂ ഡിലിജൻസ്. അപ്പോൾ ഡ്യൂ ഡിലിജൻസ് കണ്ടക്ട് ചെയ്യാനുള്ള കീ റീസൺസ് എന്തൊക്കെയാണ്? വെരിഫൈ ബിസിനസ് ഒതൻറ്റിസിറ്റി. അപ്പോൾ ബിസിനസ്സിൻ്റെ ഒതൻറ്റിസിറ്റി വെരിഫൈ ചെയ്യാൻ വേണ്ടി. എൻഷുർ ദ ബിസിനസ് ഈസ് വാട്ട് ഇറ്റ് ക്ലെയിംസ് ടു ബി. അപ്പോൾ ഒരു ബിസിനസ് അവരെന്താണെന്ന് പറയുന്നത് തന്നെയാണോ അവർ എന്നുള്ള കാര്യം നമുക്ക് എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ഡ്യൂ ഡിലിജൻസ് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. ദെൻ ഐഡൻറ്റിഫൈ ഡീൽ ബ്രേക്കേഴ്സ് ഐഡൻറ്റിഫൈ ചെയ്യുന്നത് ചില അവോയ്ഡ് ബാഡ് ട്രാൻസാക്ഷൻ വിത്ത് എ ഹിഡൻ ഇഷ്യൂസ്. അപ്പോൾ അവർ കുറേ കാര്യങ്ങൾ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു നമ്മളെ എഫക്റ്റ് ചെയ്യുന്ന ആ സാധനം. ഒരു ബിസിനസ് വാങ്ങുകയാണെങ്കിൽ നമ്മളത് ഫ്യൂച്ചറിൽ എഫക്റ്റ് ചെയ്യുന്ന കുറേ കാര്യങ്ങൾ അവർ ഒളിപ്പിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അത് നമ്മളെ കണ്ടുപിടിച്ചിട്ട് എന്താണ് ഒരു ബാഡ് ട്രാൻസാക്ഷൻ അവോയ്ഡ് ചെയ്യാൻ നമുക്ക് പറ്റി. സോ അങ്ങനെ ഒരു ഡീൽ ബ്രേക്കർ ആണ് ഇത്. എന്നുവെച്ചാൽ ഡീൽ ബ്രേക്ക് ചെയ്യാൻ ചാൻസ് ഉള്ള കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്യാൻ എന്താണ് ഡ്യൂ ഡിലിജൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇവാലുവേറ്റ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അസറ്റും ലയബിലിറ്റിയും ഇവാലുവേറ്റ് ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. അസറ്റ്സ് റിയൽ വാല്യൂ ആൻഡ് ഫിനാൻഷ്യൽ ഹെൽത്ത്. ദെൻ എൻഷുർ കംപ്ലയൻസ് എൻഷുർ ചെയ്യണം. ചെക്ക് ഇഫ് ദ ബിസിനസ് ഫോളോ റെഗുലേഷൻസ്. ബിസിനസ് എന്താണ് റെഗുലേഷൻസ് ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യാനും എന്താണ് ഡ്യൂ ഡിലിജൻസ് ഹെൽപ്പ് ചെയ്യും. എക്സാമ്പിൾ, എ ബയർ പ്ലാനിങ് ടു എക്യൂർ എ ഹോട്ടൽ. ഒരു ഹോട്ടൽ വാങ്ങാൻ തീരുമാനിച്ചു. ഇറ്റ്സ് എ ലീഗൽ പെർമിറ്റ്.
ഒരു ലീഗൽ പെർമിറ്റ് ഉണ്ട്. ആൻഡ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ദ കസ്റ്റമർ റിവ്യൂ ബിഫോർ കംപ്ലീറ്റിംഗ് ദ പർച്ചേസ്. അപ്പോൾ പർച്ചേസ് കംപ്ലീറ്റ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യും, കസ്റ്റമർ ഈ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യും, റിവ്യൂ ചെയ്തിട്ടതിന് ശേഷം മാത്രമേ ആ സാധനം പർച്ചേസ് ചെയ്യുള്ളൂ. ക്ലാസിഫിക്കേഷൻ ഓഫ് ഡ്യൂ ഡിലിജൻസ് നമ്മൾ ടൈപ്പ് ഓൾറെഡി നോക്കിയാണ്, നമുക്ക് നോക്കാന്നാലും. ഫസ്റ്റ് ടൈപ്പ് ഓഫ് ഡ്യൂ ഡിലിജൻസ്. ഫസ്റ്റ് കൊമേഴ്ഷ്യൽ ആൻഡ് ഓപ്പറേഷണൽ ഡ്യൂ ഡിലിജൻസ്. Commercial and operational due diligence. This type of due diligence evaluate business from commercial, strategic and operational perspective. അപ്പോൾ എന്താണ്, ഒരു കൊമേഴ്ഷ്യൽ എന്ന് വെച്ചാൽ ബിസിനസ് കൂടുതൽ വരുമാനം ഉണ്ടാക്കുന്നുണ്ടോ, നല്ല സ്ട്രാറ്റജിയിലാണോ ബിസിനസ് പോകുന്നത്, അതേമാതിരി തന്നെ ഒരു ഓപ്പറേഷൻ അടിപൊളി എഫക്റ്റീവ് ആണോ എന്നുള്ള കാര്യം ആ ഒരു പെർസ്പെക്റ്റീവിലായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ബിസിനസ്സിനെ ഇവാലുവേറ്റ് ചെയ്യുക. ഇറ്റ് ഹെൽപ്സ് ഡിറ്റർമൈൻ ഇഫ് എ പ്രപ്പോസ്ഡ് മെർജർ വിൽ ക്രിയേറ്റ് സിനർജി. അപ്പോൾ ഒരു നമ്മളൊരു മെർജർ, ഒരു വേറെ കമ്പനിയുടെ നമ്മൾ മെർജ് ചെയ്യുമ്പോൾ എന്താണ്, നമ്മളുടെ ബിസിനസ്സും ഇവാലുവേറ്റ് ചെയ്യാൻ ചാൻസ് ഉണ്ടോ, അത് നമ്മുടെ ബിസിനസ്സിന് നല്ലതാണോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി എന്താണ് ഈ ഒരു കൊമേഴ്ഷ്യൽ അല്ലെങ്കിൽ ഓപ്പറേഷണൽ ഡ്യൂ ഡിലിജൻസ് നമ്മളെ ഹെൽപ്പ് ചെയ്യും. ഇഫ് എ കമ്പനി എ മെർജ് വിത്ത് കമ്പനി ബി, ദെൻ ദേ വിൽ സേവ് കോസ്റ്റ് ബൈ ഷെയറിംഗ് റിസോഴ്സസ്. ദെൻ ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ് ആണ്. This involves reviewing financial records, books of accounts and overall financial health. അപ്പോൾ നമ്മൾ ഓൾറെഡി പറഞ്ഞ സംഭവം തന്നെയാണ് ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ്. എന്താണ്, ഫിനാൻഷ്യൽ റെക്കോർഡ്സ് നോക്കും, ബുക്സ് ഓഫ് അക്കൗണ്ട്സ് നോക്കും, അതേപോലെ തന്നെ ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് ഒക്കെ നമ്മളിതിൽ റിവ്യൂ ചെയ്യും. ഇറ്റ് ഈസ് ഡൺ ആഫ്റ്റർ കൊമേഴ്ഷ്യൽ ഡ്യൂ ഡിലിജൻസ്. അപ്പോൾ കൊമേഴ്ഷ്യൽ ഡ്യൂ ഡിലിജൻസ് നോക്കിയതിന് ശേഷം അത് ഓക്കെ ആണെങ്കിൽ മാത്രമേ നമ്മൾ എന്ത് ചെയ്യുള്ളൂ, ഒരു ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസിൽ കടക്കുള്ളൂ. ഇഫ് ചെക്കിംഗ് ഇഫ് എ കമ്പനി ഹാസ് ഹിഡൻ ഡെറ്റ് ബിഫോർ അക്വയറിംഗ് ഇറ്റ്. ദെൻ അടുത്ത് ടാക്സ് ഡ്യൂ ഡിലിജൻസ് എന്നുവെച്ചാൽ കംപ്ലയൻസ് ഡ്യൂ ഡിലിജൻസ് മാതിരി തന്നെ. സിൻസ് ടാക്സ് എഫക്ട്സ് എ കമ്പനീസ് ഫിനാൻഷ്യൽ സ്റ്റാറ്റസ്. ഒരു ടാക്സ് എന്താണ്, നമ്മുടെ ടാക്സ് ഒരു കമ്പനീൻ്റെ ഫിനാൻഷ്യൽ സ്റ്റാറ്റസിനെ എഫക്ട് ചെയ്യുന്ന സാധനമാണ്. ദിസ് ഈസ് യൂഷ്വലി ഇൻക്ലൂഡഡ് ഇൻ ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ്. ഇതെന്താണ്, യൂഷ്വലി ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസിൻ്റെ ഭാഗമാണെന്ത് ഈ ഒരു ടാക്സ് ഡ്യൂ ഡിലിജൻസ്. ദ അക്കൗണ്ടൻറ്റ് ചെക്ക് ടാക്സ് ലയബിലിറ്റി ആൻഡ് കംപ്ലയൻസ്. ടാക്സ് ലയബിലിറ്റിയും കംപ്ലയൻസും എന്താണ് നമ്മളിതിൽ ചെക്ക് ചെയ്യും അക്കൗണ്ടൻറ്റ്. എൻഷുറിങ് ദർ ആർ നോ പെൻഡിങ് ടാക്സ് ഡിസ്പ്യൂട്ട് ബിഫോർ ബൈയിങ് എ കമ്പനി. ഒരു കമ്പനി വാങ്ങുന്നതിന് മുമ്പ് നമ്മൾ എന്താണ്, ഒരു പെൻഡിങ് ആയി കിടക്കുന്ന ടാക്സ് ഡിസ്പ്യൂട്ട് ഒന്നും ഇല്ലല്ലോ എന്നുള്ള കാര്യം നമ്മൾ ഫസ്റ്റ് ഉറപ്പ് വരുത്തും. ദെൻ ഇൻഫർമേഷൻ സിസ്റ്റം ഡ്യൂ ഡിലിജൻസ്. നമ്മൾ എന്താണ്, ഇൻഫർമേഷൻ സിസ്റ്റം നമ്മൾ വെരിഫൈ ചെയ്യും. ഇവാലുവേറ്റ് ദ കമ്പനീസ് IT ഇൻഫ്രാസ്ട്രക്ചർ. കമ്പനീൻ്റെ IT ഇൻഫ്രാസ്ട്രക്ചർ നമ്മൾ ഇവാലുവേറ്റ് ചെയ്യും. സെക്യൂരിറ്റി ആൻഡ് ഡാറ്റ മാനേജ്മെൻറ്റ് സിസ്റ്റം. ചെക്കിംഗ് ഇഫ് ഇ കൊമേഴ്സ് കമ്പനി വെബ്സൈറ്റ് ക്യാൻ ഹാൻഡിൽ ഹൈ ട്രാഫിക്. ഒരു കമ്പനി എന്താണ്, വെബ്സൈറ്റിന് ഹൈ ട്രാഫിക്, ഒരുപാട് ആൾക്കാർ യൂസ് ചെയ്യുന്നത് ഹാൻഡിൽ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യുന്നത് എന്താണ്, ഇതിൻ്റെ ഒരു ഭാഗമാണ്. ദെൻ ലീഗൽ ഡ്യൂ ഡിലിജൻസ്. റിവ്യൂ ദ കമ്പനീസ് ലീഗൽ സ്റ്റാൻഡിങ്, കോൺട്രാക്ട് ആൻഡ് കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻ. അപ്പോൾ ലീഗൽ സ്റ്റാൻഡിങ്, കമ്പനിയുടെ ലീഗൽ സ്റ്റാൻഡിങ്ങും അതേപോലെ തന്നെ അതിൻ്റെ കോൺട്രാക്റ്റും, ഒരു എന്താ പറയുക എൻ്റർ ചെയ്തിട്ടുള്ള കോൺട്രാക്റ്റും അതേപോലെ തന്നെ കംപ്ലയൻസ് വിത്ത് റെഗുലേഷൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യും, റിവ്യൂ ചെയ്യും. എൻഷുറിങ് ഓൾ ബിസിനസ് ലൈസൻസ് ആർ വാലിഡ് ബിഫോർ അക്വയറിംഗ് എ കമ്പനി. ഒരു കമ്പനി വാങ്ങുന്നതിന് മുമ്പ് എന്താണ്, എല്ലാ ബിസിനസ് ലൈസൻസും വാലിഡ് ആണോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യും. ദെൻ എൻവിറോൺമെൻറ്റൽ ഡ്യൂ ഡിലിജൻസ് ആണ്. നമ്മൾ ഓൾറെഡി നോക്കിയ ടോപ്പിക്കാണ്. അസസ് ദ എൻവിറോൺമെൻറ്റൽ ഫാക്ടേഴ്സ് ആൻഡ് കമ്പനീസ് അഡാപ്റ്റബിലിറ്റി ടു ചേഞ്ച്. ചെക്കിംഗ് ഇഫ് എ മാനുഫാക്ചറിങ് കമ്പനി ഫോളോസ് പൊല്യൂഷൻ കൺട്രോൾ ലോ ഫോളോ ചെയ്യുന്നുള്ള കാര്യം എൻഷുർ ചെയ്യും, ചെക്ക് ചെയ്യുന്നത്. ദെൻ പേഴ്സണൽ അല്ലെങ്കിൽ ഹ്യൂമൻ ഡ്യൂ ഡിലിജൻസ് നമ്മൾ നോക്കിയാണ്, അത് ഓൾറെഡി നോക്കിയാണ്. ഇവാലുവേറ്റ് എംപ്ലോയീസ് പോളിസീസ് ആൻഡ് വർക്ക് ഫോഴ്സ് അഡോപ്റ്റബിലിറ്റി ഇൻ എ മെർജർ. ചെക്കിംഗ് ഇഫ് എ എംപ്ലോയി കോൺട്രാക്ട് അലൗ റീസ്ട്രക്ചറിങ് ആഫ്റ്റർ അക്വിസിഷൻ. സോ അപ്പോൾ അതാണ് ടൈപ്സ് ഓഫ് ഡ്യൂ ഡിലിജൻസ്. ഇനി റോൾ ഓഫ് ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ്. എന്താണ് ഒരു ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസിൻ്റെ റോള്? ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ് എൻഷുർ ദാറ്റ് ഫിനാൻഷ്യൽ ക്ലെയിംസ് ആർ ആക്യുറേറ്റ്. ഫിനാൻഷ്യൽ ക്ലെയിമുകൾ എന്ന് വെച്ചാൽ ബിസിനസ് പറയുന്ന അസറ്റിൻ്റെ വാല്യൂ, ലയബിലിറ്റീസ് ഒക്കെ ആക്യുറേറ്റ് ആണോ എന്നുള്ള കാര്യമാണ് ഇത് എൻഷുർ ചെയ്യുക. ഇറ്റ് സ്റ്റാർട്ട്സ് ആഫ്റ്റർ അഗ്രിങ് ദ ബിസിനസ് പ്രൈസ് ആൻഡ് റീസ്ട്രക്ചറിങ് പ്ലാൻ. അപ്പോൾ ബിസിനസ് പ്രൈസും റീസ്ട്രക്ചറിങ് പ്ലാനും, നമ്മളൊരു സാധനം ബിസിനസ് വാങ്ങാൻ പോവുകയാണെങ്കിൽ ആ ബിസിനസ്സിൻ്റെ പ്രൈസ് നമ്മൾ ഫിക്സ് ചെയ്തു, ഓക്കെ ഇത്ര എമൗണ്ട് നമുക്ക് പർച്ചേസ് ചെയ്യാം എന്നുള്ള കാര്യം ഫിക്സ് ചെയ്തു. അതേമാതിരി തന്നെ റീസ്ട്രക്ചറിങ് പ്ലാനും നമ്മൾ എന്താണ് അഗ്രി ചെയ്തതിന് ശേഷം മാത്രമേ എന്ത് ചെയ്യുള്ളൂ, ഒരു ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ് സ്റ്റാർട്ട് ചെയ്യുള്ളൂ. ഇത് എക്സാമ്പിൾ ആട്ടോ. ഇഫ് എ കമ്പനി ക്ലെയിംസ് ടു ബി പ്രോഫിറ്റബിൾ, ഒരു കമ്പനി പറയുന്നത് ഞങ്ങൾ പ്രോഫിറ്റബിൾ ആയിട്ടാണ് പോകുന്നതെന്ന് പറയുകയാണെങ്കിൽ ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ് വെരിഫൈ ഇറ്റ് ബൈ അനലൈസിങ് പാസ്റ്റ് പ്രോഫിറ്റ് ആൻഡ് ലയബിലിറ്റീസ്.
ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ്. ഒരു ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസിൻ്റെ ഒബ്ജക്റ്റീവ് എന്തൊക്കെയാണ്? അണ്ടർസ്റ്റാൻഡിങ് ബിസിനസ് ഹിസ്റ്ററി, ബിസിനസ്സിൻ്റെ ഹിസ്റ്ററി മനസ്സിലാക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ഇവാലുവേറ്റിംഗ് പ്രൊമോട്ടേഴ്സ് ബാക്ക്ഗ്രൗണ്ട്, പ്രൊമോട്ടേഴ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കും. റിവ്യൂയിങ് അക്കൗണ്ടിങ് പോളിസീസ്, അക്കൗണ്ടിങ് പോളിസീസ് എന്താണ് റിവ്യൂ ചെയ്യും, അവർ പ്രോപ്പർ അക്കൗണ്ടിങ് പോളിസീസ് ആണോ യൂസ് ചെയ്തുള്ളത് നോക്കും. അനലൈസിങ് മാനേജ്മെൻറ്റ് സ്ട്രക്ചർ, മാനേജ്മെൻറ്റ് സ്ട്രക്ചർ അനലൈസ് ചെയ്യും. ചെക്കിങ് പാസ്റ്റ് ട്രേഡിംഗ് റിസൾട്ടുകൾ പഴയ പാസ്റ്റത്തുള്ള ഒക്കെ ചെക്ക് ചെയ്യും. ദെൻ വെരിഫൈ ടാക്സ് കംപ്ലയൻസ്, ഇൻകം ടാക്സ് ആയാലോ GST ആയാലും ഒക്കെ പ്രോപ്പർ രീതിയിൽ അതിൻ്റെ പേയ്മെൻറ്റ് ഫയലിംഗ് നടക്കുന്നുണ്ടോ എന്നുള്ള കാര്യം നോക്കും. ദെൻ അസസിങ് ക്യാഷ് ഫ്ലോ അസസ് ചെയ്യുന്നു. ക്യാഷ് ഫ്ലോ നമ്മളെന്താണ് പ്രോപ്പർ രീതിയിലാണോ ക്യാഷ് ഫ്ലോ യൂസ് ചെയ്യുന്നത് എന്നുള്ള കാര്യം നോക്കും. ദെൻ റിവ്യൂയിങ് ബിസിനസ് പ്രൊജക്ഷൻസ്, ബിസിനസ് എന്താണ് അതിൻ്റെ ബഡ്ജറ്റിങ്ങും കാര്യങ്ങളൊക്കെ പ്രോപ്പറായ രീതിയിൽ ഒരു ബഡ്ജറ്റ് ചെയ്തിട്ട് ഒരു പ്രൊജക്ഷൻ വെച്ചിട്ട് അത് അച്ചീവ് ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യും. എ ബയർ ചെക്ക് എ കമ്പനീസ് 5-year ഫിനാൻഷ്യൽ ട്രെൻഡ് ബിഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. ഒരു ബയർ എന്താണ് ഒരു കമ്പനീൻ്റെ 5 കൊല്ലത്തെ ഫിനാൻഷ്യൽ ട്രെൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും, അത് വാങ്ങുന്നതിന് മുമ്പ്, അതിൽ ഇൻവെസ്റ്റ് ചെയ്യുന്നതിന് മുമ്പ്. ദെൻ ഡീറ്റെയിൽഡ് സ്കോപ്പ് ഓഫ് ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസ്. ഒരു ഫിനാൻഷ്യൽ ഡ്യൂ ഡിലിജൻസിൻ്റെ ഡീറ്റെയിൽഡ് സ്കോപ്പ്, അതിൽ ഫസ്റ്റാണ് ബിസിനസ് ഹിസ്റ്ററി ആൻഡ് പ്രൊമോട്ടേഴ്സ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബിസിനസ് ഹിസ്റ്ററിയും പ്രൊമോട്ടേഴ്സ് ബാക്ക്ഗ്രൗണ്ട് നമ്മൾ ചെക്ക് ചെയ്യും. ദ അക്കൗണ്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ദ കമ്പനീസ് ഒറിജിൻ, ഗ്രോത്ത്, മാർക്കറ്റ് പൊസിഷൻ ആൻഡ് റെഗുലേറ്ററി ചാലഞ്ച്. അപ്പോൾ എന്തൊക്കെ നോക്കും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്ന ആൾ? ഒരു കമ്പനി എങ്ങനെയാണ് ഉണ്ടായത്, അതിൻ്റെ ഗ്രോത്ത് എങ്ങനെയായിരുന്നു, അതിൻ്റെ മാർക്കറ്റ് പൊസിഷൻ ഇപ്പോൾ എങ്ങനെയാണ്, അതേമാതിരി തന്നെ റെഗുലേറ്ററി ചാലഞ്ചസ് എന്തെങ്കിലും ഡിസ്പ്യൂട്ടുകളുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ഒരു അക്കൗണ്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും. ചെക്കിംഗ് ഹൗ എ സ്റ്റാർട്ടപ്പ് സർവൈവ്ഡ് ഫിനാൻഷ്യൽ ഡൗൺ ടേൺ ബിഫോർ അക്വിസിഷൻ. ഒരു അക്വിസിഷൻ മുമ്പ് നമ്മൾ എന്ത് ചെയ്യും, ഒരു ഫിനാൻഷ്യൽ ഡൗൺ ടേൺ എങ്ങനെയാണ് ഒരു സ്റ്റാർട്ടപ്പ് സർവൈവ് ചെയ്തത് എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യും. ദെൻ അക്കൗണ്ടിങ് പോളിസീസ് നമ്മൾ എങ്ങനെ നോക്കുക? എക്സാമിൻ ഹൗ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആർ പ്രിപ്പയർഡ്, എങ്ങനെയാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് പ്രിപ്പയർ ചെയ്തിട്ടുള്ളത്. ആൻഡ് എൻഷ്യൂർ കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ് ഫോളോ ചെയ്തിട്ടാണോ FS ഉണ്ടാക്കിയിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കും. എ കമ്പനി ചേഞ്ചിങ് ഡിപ്രിസിയേഷൻ മെത്തേഡ് ബിഫോർ സെല്ലിംഗ് ഇറ്റ് സെൽഫ് മൈറ്റ് ബി ട്രൈയിങ് ടു ഇൻഫ്ലേറ്റ് പ്രോഫിറ്റ്. അപ്പോൾ ഒരു കമ്പനി എന്താണ് അവർ ഈ ഒരു നമുക്ക് അവർ വിൽക്കുന്നതിന് മുമ്പ് അവർ ഡിപ്രിസിയേഷൻ്റെ മെത്തേഡ് അവർ മാറ്റി. അത് മെയിനായിട്ട് എന്തിനായിരിക്കും? പ്രോഫിറ്റ് കൂട്ടി കാണിക്കാൻ വേണ്ടിയിട്ടായിരിക്കും അവർ മാറ്റിയിട്ടുണ്ടാവും. സോ നമ്മൾ ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തിയിട്ട് നമ്മൾ എന്ത് ചെയ്യണം? ആ കാര്യങ്ങളൊക്കെ നമ്മൾ വെരിഫൈ ചെയ്യണം. ദെൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് റിവ്യൂ. The accountant verifies if a financial report comply with the law accounting principles. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് എന്ത് വെരിഫൈ ചെയ്യണം? ഒരു ഫിനാൻഷ്യൽ റിപ്പോർട്ട് എന്താണ് ലോയും അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസും കംപ്ലൈ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം. ഓക്കെ. ദെൻ ചെക്ക് ഇൻകം എക്സ്പെൻസ് ആൻഡ് പ്രോഫിറ്റ് ട്രെൻഡ്. അപ്പോൾ ഇൻകം എക്സ്പെൻസ് ആൻഡ് പ്രോഫിറ്റ് ട്രെൻഡൊക്കെ എന്ത് ചെയ്യണം? ചെക്ക് ചെയ്യണം. ഐഡൻറ്റിഫൈ എക്സ്ട്രാ ഓർഡിനറി ഫിനാൻഷ്യൽ ഐറ്റം, എന്തെങ്കിലും എക്സ്ട്രാ ഓർഡിനറി ഫിനാൻഷ്യൽ ഐറ്റം ഉണ്ടെങ്കിൽ അത് ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ കമ്പയർസ് ആക്ച്വൽ റിസൾട്ട് വിത്ത് പ്രൊജക്റ്റഡ് വൺ. പ്രൊജക്റ്റ് ചെയ്ത റിസൾട്ട്സും അവരുടെ ആക്ച്വൽ റിസൾട്ടും തമ്മിൽ എന്താണ് കമ്പയർ ചെയ്യണം. ഇഫ് എ കമ്പനീസ് പ്രോഫിറ്റ് സഡൻലി റൈസസ് ഡ്യൂ ടു അസറ്റ് സെയിൽ. അപ്പോൾ ഒരു കമ്പനീൻ്റെ പ്രോഫിറ്റ് എന്താണ് സഡനായിട്ട് കൂടി ഡ്യൂ ടു എന്ത്? അസറ്റിൻ്റെ സെയിൽ കാരണം. ഇറ്റ് മേ നോട്ട് ബി സ്യൂട്ടബിൾ. അതെന്തായിരിക്കില്ല? സ്യൂട്ടബിൾ ആയിരിക്കില്ല. ദെൻ ഹിഡൻ ലയബിലിറ്റീസ്. നമ്മളെന്തൊക്കെ ചെയ്യണം? അൺഡിസ്ക്ലോസ്ഡ് ലീഗൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. അൺഡോക്യുമെൻറ്റഡ് ഫിനാൻഷ്യൽ കമൻറ്റ്സ്, എന്തെങ്കിലും ഫിനാൻഷ്യൽ കമൻറ്റ്സ് ഉണ്ട് പക്ഷേ അത് ഡോക്യുമെൻറ്റ് ചെയ്തിട്ടില്ല, ആ കാര്യം ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് ലയബിലിറ്റീസ്. നമ്മളെന്താണ് അവരുടെ ഇൻകം ടാക്സും GST സൈറ്റിലേക്ക് കയറിയിട്ട് ഔട്ട്സ്റ്റാൻഡിങ് ടാക്സ് ലയബിലിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. അൺഫണ്ടഡ് എംപ്ലോയി ബെനിഫിറ്റ്, ഏതെങ്കിലും എംപ്ലോയി ബെനിഫിറ്റ്സ് നമ്മൾ ഫണ്ട് ചെയ്യേണ്ട അൺഫണ്ടായിട്ട് കിടക്കുന്നുണ്ടോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യണം. എ കമ്പനി മേ ഓൺ ലാർജ് ബാക്കപ്പ് ടാക്സ് നോട്ട് മെൻഷൻ ഇൻ എ മിനിറ്റ്സ് റിപ്പോർട്ട്. അവരുടെ റിപ്പോർട്ട് എന്താണ് ലാർജ് ടാക്സ് അടയ്ക്കാനുണ്ടാവും, അത് അവർ റിപ്പോർട്ടിൽ മെൻഷൻ ചെയ്തിട്ടുണ്ടാവില്ല. ദെൻ ഓവർ വാല്യൂഡ് അസറ്റ്. നമുക്ക് വിൽക്കുന്നതിന് മുമ്പ് അവരെന്ത് ചെയ്യും? ചില അസറ്റ് ഓവർ വാല്യൂ, അത് നമ്മൾ കണ്ടുപിടിക്കണം. ബാഡ് ഡെറ്റ്സ്, അൺറിക്കവറബിൾ റിസീവബിൾ, എന്തെങ്കിലും നമ്മൾ റിസീവബിൾ ആയിട്ട് കാണിച്ചിട്ടുണ്ട്, അസറ്റിൽ കാണിച്ചിട്ടുണ്ട്, പക്ഷേ അത് ബാഡ് ഡെറ്റായിട്ട് കിടക്കുകയാണോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ഓവർ സ്റ്റേറ്റഡ് ഇൻവെൻട്രി വാല്യൂ, ഇൻവെൻട്രീൻ്റെ വാല്യൂസ് ഓവർ സ്റ്റേറ്റഡ് ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഓബ്സലീറ്റ് മെഷീൻ റെക്കോർഡഡ് അറ്റ് ഹൈ വാല്യൂ. അപ്പോൾ ഓബ്സലീറ്റ് എന്ന് വെച്ചാൽ ഇതായിപ്പോയത് എന്താ പറയുക ഇപ്പോൾ ഒബ്സലീറ്റ് എന്ന് വെച്ചാൽ അറിയാമല്ലോ, നമ്മൾ അപ്ഡേറ്റഡ് അല്ല ആ സാധനം, ആ ഒരു മെഷീൻ അപ്ഡേറ്റഡ് അല്ല, പുതിയ നമ്മൾ കറൻറ്റ് ട്രെൻഡിന് അപ്ഡേറ്റ് അല്ലാത്തൊരു മെഷീനാണ് നമ്മളുടെ ബുക്കിലുള്ളത്, അത് ഹൈ വാല്യൂഡ് ആണോ കാണിച്ചിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ദെൻ ഇൻഫ്ലേറ്റഡ് ഗുഡ് വിൽ ആൻഡ് ബ്രാൻഡ് വാല്യൂ, നമ്മളുടെ ഒരു ഗുഡ് വില്ലോ ബ്രാൻഡ് വാല്യൂ അത് ഇൻഫ്ലേറ്റ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ചാൽ കൂട്ടി കാണിച്ചിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം.
എ കമ്പനി മൈറ്റ് ലിസ്റ്റ് എ ഫാക്ടറി അറ്റ് 50 crore. 50 crore ആണ് ഒരു ഫാക്ടറീൻ്റെ ഇത് പറഞ്ഞു. വെൻ ഇറ്റ്സ് മാർക്കറ്റ് വാല്യൂ 30 crore. പക്ഷേ മാർക്കറ്റ് വാല്യൂ എത്ര മാത്രമേ ഉള്ളൂ? 30 crore മാത്രമേ കമ്പനിക്ക് ഇപ്പോൾ ഉള്ളൂ. ദെൻ ടാക്സേഷൻ റിവ്യൂ. എൻഷുർ ദ കമ്പനി പേസ് ടാക്സസ്. കമ്പനി ടാക്സ് അടയ്ക്കുന്നതിനുള്ള കാര്യം നോക്കണം. ഓൺ ടൈം, ശരിക്കുള്ള ടൈമിൽ തന്നെയാണ് അടയ്ക്കുന്നതെന്നുള്ള കാര്യം നോക്കണം. ആൻഡ് ചെക്ക് ഫോർ പെൻഡിങ് ടാക്സ് ഡിസ്പ്യൂട്ട്. എന്തെങ്കിലും പെൻഡിങ് ടാക്സ് ഉണ്ടോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ചെക്കിംഗ് ഇഫ് GST, ഇൻകം ടാക്സ് ആൻഡ് കോർപ്പറേറ്റ് ടാക്സ് ഫയലിങ്സ് ആർ അപ്ഡേറ്റഡ്. GSTയും ഇൻകം ടാക്സും കോർപ്പറേറ്റ് ടാക്സ് ഒക്കെ എന്താണ് കറക്റ്റ് രീതിയിൽ അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ, അതിൻ്റെ ഫയലിംഗ് അപ്ഡേറ്റ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ക്യാഷ് ഫ്ലോ റിവ്യൂ. Analyze the cash inflow and outflow to determine the financial stability. അപ്പോൾ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാൻ വേണ്ടി എന്ത് ചെയ്യണം? ക്യാഷിൻ്റെ ഇൻഫ്ലോയും ഔട്ട്ഫ്ലോയും നമ്മൾ അനലൈസ് ചെയ്യണം. ക്യാൻ ദ കമ്പനി പേ സപ്ലയേഴ്സ് ആൻഡ് ബാങ്ക് ഓൺ ടൈം. അപ്പോൾ സപ്ലയേഴ്സിനും എന്താണ് ബാങ്കിനൊക്കെ കറക്റ്റ് ടൈമിൽ തന്നെ നമുക്ക് റീപേയ്മെൻറ്റ് അല്ലെങ്കിൽ പേയ്മെൻറ്റ് കൊടുക്കാൻ പറ്റുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഹൗ എഫിഷ്യൻ്റ്ലി ഡസ് ഇറ്റ് കളക്ട് പേയ്മെൻറ്റ് ഫ്രോം കസ്റ്റമർ. അതേമാതിരി തന്നെ എന്താണ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് എത്ര എഫക്റ്റീവായിട്ടാണോ പേയ്മെൻറ്റ് കളക്ട് ചെയ്യുന്നത് എന്നുള്ള കാര്യം നമ്മളെന്താണ് ചെക്ക് ചെയ്യേണ്ട കാര്യമാണ്. When we are checking a cash flow review, when we are doing a cash flow review, if a company takes too long to collect payment, ഒരു നമ്മുടെ റിസീവബിൾസ് എന്താണ് കളക്ട് ചെയ്യാൻ വളരെ സമയം എടുക്കുകയാണെങ്കിൽ എന്താണ് ഇറ്റ് മൈറ്റ് സ്ട്രഗിൾ വിത്ത് ക്യാഷ് ഫ്ലോ. ദെൻ ഫിനാൻഷ്യൽ പ്രൊജക്ഷൻ. ദ ടാർഗറ്റ് കമ്പനി പ്രൊവൈഡ്സ് ഫിനാൻഷ്യൽ എസ്റ്റിമേറ്റ്സ്. ടാർഗറ്റ് കമ്പനി എന്ത് ചെയ്യും? ഫിനാൻഷ്യൽ എസ്റ്റിമേറ്റ്സ് പ്രൊവൈഡ് ചെയ്യും ഫോർ ദ നെക്സ്റ്റ് 5 years. ഓക്കെ, കൺസിഡറിങ് ഡിഫറെൻറ്റ് സിനാരിയോസ് കൺസിഡർ ചെയ്തിട്ട് എ കമ്പനി പ്രൊജക്റ്റ് റവന്യൂ ഗ്രോത്ത് ഓഫ് 10%. കമ്പനി എന്ത് ചെയ്യും? ഒരു റവന്യൂ ഗ്രോത്ത് 10% പ്രൊജക്റ്റ് ചെയ്യും. ബട്ട് ഡ്യൂ ഡിലിജൻസ് ഷോ പാസ്റ്റ് ഗ്രോത്ത് വാസ് ഓൺലി 3%. പക്ഷേ ഡ്യൂ ഡിലിജൻസ് എന്ത് ചെയ്യും? പാസ്റ്റ് ഗ്രോത്ത് ആകെ 3% മാത്രമേ ഉള്ളൂ എന്നുള്ള കാര്യം പറയും. ദെൻ മാനേജ്മെൻറ്റ് ആൻഡ് എംപ്ലോയി റിവ്യൂ. നമ്മൾ മാനേജ്മെൻറ്റിനെയും എംപ്ലോയീസിനെയും റിവ്യൂ ചെയ്യണം. എങ്ങനെ? ചെക്ക് ഇഫ് വർക്ക് ഫോഴ്സ് സൈസ് ഇസ് ഒപ്റ്റിമൽ. ഒരുപാട് ആൾക്കാർ നമ്മൾ പണിക്ക് എടുത്തിട്ട് വെറുതെ നമ്മൾ എന്താണ് പൈസ കൊടുക്കാനുള്ള കാര്യം നോക്കണം. വർക്ക് ഫോഴ്സിൻ്റെ സൈസ് ഒപ്റ്റിമൽ ആണോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ഇവാലുവേറ്റ് മാനേജർ സ്കിൽ ആൻഡ് റോൾ. മാനേജ്മെൻറ്റിൻ്റെ സ്കില്ലും അവരുടെ റോളും നമ്മൾ ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ഐഡൻറ്റിഫൈ കീ എംപ്ലോയീസിനെ ഐഡൻറ്റിഫൈ ചെയ്യണം. ഹൂ മൈറ്റ് ലീവ് പോസ്റ്റ് അക്വിസിഷൻ. നമ്മൾ ആ ബിസിനസ് അക്യൂർ ചെയ്തതിന് ശേഷം പോവാൻ ചാൻസ് ഉള്ള കീ എംപ്ലോയീസിനെ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ഈ 40% ഓഫ് എംപ്ലോയീസ് ആർ നിയറിങ് റിട്ടയർമെൻറ്റ്. അപ്പോൾ 40% എന്താണ് റിട്ടയർ ചെയ്യാൻ പോകുന്ന എംപ്ലോയീസ് ആണെങ്കിൽ ദ കമ്പനി മൈറ്റ് ഫേസ് എ സ്റ്റാഫിംഗ് ക്രൈസിസ്. ദെൻ സ്റ്റാറ്റ്യൂട്ടറി കംപ്ലയൻസ്. എൻഷുർ ദ കമ്പനി ഫോളോ ലീഗൽ റിക്വയർമെൻറ്റ്സ് ആണ് കമ്പനി ഫോളോ ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. അവോയ്ഡിങ് പെനാൽറ്റീസ്. If a company has not filed mandatory labor law documents, it could face legal action. അപ്പോൾ ഒരു കമ്പനി എന്താണ് മാൻഡേറ്ററി ആയിട്ടുള്ള ലേബർ ലോ ഒന്നും ഡോക്യുമെൻ്റ് ചെയ്തില്ലെങ്കിൽ അത് ലീഗൽ ആക്ഷന് കാരണമാകുന്നൊരു സിറ്റുവേഷനാണ്. ദെൻ വർക്ക് അപ്രോച്ച് ടു ഡ്യൂ ഡിലിജൻസ്. അതിൽ നമ്മൾ ഫസ്റ്റ് നോക്കുന്ന ടോപ്പിക്കാണെന്ത്? ഇമ്പോർട്ടൻസ് ഓഫ് ഡ്യൂ ഡിലിജൻസ്. ഡ്യൂ ഡിലിജൻസിൻ്റെ ഇമ്പോർട്ടൻസ് എന്താ വെച്ചാൽ ബൈയിങ് എ ബിസിനസ് ഈസ് ഓഫൺ എ ബിഗ്ഗസ്റ്റ് ഫിനാൻഷ്യൽ ഡിസിഷനിൽ ഏറ്റവും ബിഗ്ഗസ്റ്റ് ആയിരിക്കും എന്തൊരു ബിസിനസ് വാങ്ങുന്നത്. സോ ഇറ്റ് റിക്വയർസ് കോഷൻ. അതിനെന്താണ് ശ്രദ്ധയോടെയാണ് നമ്മൾ ചെയ്യാൻ. ഡ്യൂ ഡിലിജൻസ് എൻഷുർ ദാറ്റ് ബിസിനസ് ഫെയർ വാല്യൂ ഈസ് ആക്യുറേറ്റ്ലി അസസ്ഡ് ബൈ ദ റിവ്യൂയിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ് ആൻഡ് അതർ ക്രിട്ടിക്കൽ ആസ്പെക്ട്. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന ബിസിനസ്സിൻ്റെ ഫെയർ വാല്യൂ എന്താണ് ആക്യുറേറ്റ് ആയ രീതിയിൽ അസസ് ചെയ്തിട്ടുണ്ടോ, റിവ്യൂ ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം ഡ്യൂ ഡിലിജൻസ് എന്താണ് എൻഷുർ ചെയ്യും. Okay, then key steps in work approach. Key steps: reviewing and reporting on financials submitted by the target company. അപ്പോൾ നമ്മൾ വാങ്ങാൻ പോകുന്ന കമ്പനി എന്താണ് സബ്മിറ്റ് ചെയ്തിട്ടുള്ള ഫിനാൻഷ്യൽസിൻ്റെ റിവ്യൂവും അത് റിപ്പോർട്ട് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഡ്യൂ ഡിലിജൻസ് നമ്മൾ ചെയ്യുക. കണ്ടക്ടിങ് എ സൈറ്റ് വിസിറ്റ് ടു അസസ് ദ ബിസിനസ് ഫസ്റ്റ് ഹാൻഡ് ഇഫ് അപ്ലിക്കബിൾ. നമ്മളെന്ത് ചെയ്യും? ഒരു സൈറ്റ് വിസിറ്റ് ഒക്കെ കണ്ടക്ട് ചെയ്യും. അവിടെ പോയിട്ട് നമ്മൾ നോക്കും ആ ഒരു പ്രസൻറ്റിൽ സ്ഥലത്ത് പോയി നോക്കിയിട്ട് എന്താണ് ആ ബിസിനസ്സിൻ്റെ കുറിച്ച് നമ്മൾ എന്താണ് അസസ് ചെയ്യും. എക്സാമ്പിൾ, ഇഫ് എ ബൈയിങ് ഫാക്ടറി, നമ്മൾ ഫാക്ടറിയാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ വിസിറ്റിംഗ് ദ സൈറ്റ് ഹെൽപ്പ് ചെക്ക് ദ മെഷീനറീസ് കണ്ടീഷൻ. ആ സൈറ്റ് ചെക്ക് ചെയ്യുന്നതാണ് മെഷീനറീസിൻ്റെ കണ്ടീഷൻസ് വെരിഫൈ ചെയ്യുന്നതിൽ നമ്മൾ എന്ത് ചെയ്യും? ഹെൽപ്പ് ചെയ്യും. ദെൻ കോംപ്രഹെൻസീവ് മോഡൽ ഫോർ പെർഫോമൻസ് ഇംപ്രൂവ്മെൻറ്റ്.
ദെൻ കോംപ്രഹെൻസീവ് മോഡൽ എന്തൊക്കെയാണ്? ഒരു പെർഫോമൻസ് ഇമ്പ്രൂവ്മെൻറ്റിന് വേണ്ടിയിട്ടുള്ള കോംപ്രഹെൻസീവ് മോഡൽസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഡിഫൈൻ, ഡിസ്കവർ, ഡയഗ്നോസ്, ഡിസൈൻ ആൻഡ് ഡെലിവർ. എത്ര ഡി ആണുള്ളത്? 5 ഡി ആണുള്ളത്. ഡിഫൈൻ, ഡിസ്കവർ, ഡയഗ്നോസ്, ഡിസൈൻ ആൻഡ് ഡെലിവറി. ഡിഫൈൻ എന്ന് വെച്ചാൽ ഐഡൻറ്റിഫൈ കീ ഏരിയാസ് ഫോർ ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ട കീ ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യും? ഐഡൻറ്റിഫൈ ചെയ്യും. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി സ്ട്രഗിൾ വിത്ത് കസ്റ്റമർ റിട്ടൻഷൻ, ഡിഫൈൻ ഇറ്റ് ഇസ് എ പ്രോബ്ലം ഏരിയ. അപ്പോൾ ഒരു കസ്റ്റമർ റിട്ടൻഷൻ എന്താണ് എന്ന് വെച്ചാൽ കസ്റ്റമേഴ്സ് വിട്ടു പോവാണ് കമ്പനീനെ. അങ്ങനത്തെ ഒരു പ്രോബ്ലം ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ആ ഏരിയ പ്രോബ്ലമായിട്ട് നമ്മൾ ഡിഫൈൻ ചെയ്യണം. ദെൻ ഡിസ്കവർ, ഗ്യാദർ ഇൻഫർമേഷൻ ഓൺ കറൻറ്റ് ഓപ്പറേഷൻ എന്താണ്? ഇൻഫർമേഷൻസ് ഗ്യാദർ ചെയ്യണം. കണ്ടക്ട് എ സർവേ ടു അണ്ടർസ്റ്റാൻഡ് വൈ കസ്റ്റമർ ലീവ്. കസ്റ്റമർ എന്തുകൊണ്ടാണ് വിട്ടുപോകുന്നത് എന്നുള്ള കാര്യം മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഒരു സർവേ നടത്തണം. സോ ഫസ്റ്റ് നമ്മൾ ഡിസ്കവർ ചെയ്യണം, എന്തുകൊണ്ടാണ് ചെയ്യുന്നത് മനസ്സിലാക്കണം. ദെൻ ഡയഗ്നോസ്, അനലൈസ് ദ റൂട്ട് കോസ് ഓഫ് ഇഷ്യൂ. ആ ഒരു കാരണത്തിൻ്റെ നമ്മൾ ഡിസ്കവറിലൂടെ മനസ്സിലാക്കിയുള്ള ഒരു കാരണം ഉണ്ടല്ലോ, അതിൻ്റെ റൂട്ട് കോസ് നമ്മൾ എന്ത് ചെയ്യണം? അനലൈസ് ചെയ്യണം. എക്സാമ്പിൾ, ഈ സർവേ റിസൾട്ട്സ് ഷോ പുവർ കസ്റ്റമർ സർവീസ്. ഒരു പുവർ കസ്റ്റമർ സർവീസാണ് കാണിക്കുന്നതെങ്കിൽ അഡ്രസ് ട്രെയിനിങ് ഗ്യാപ്പ്. നമ്മൾ എന്ത് ചെയ്യണം? ആ ട്രെയിനിങ് ഗ്യാപ്പ് നമ്മൾ അഡ്രസ്സ് ചെയ്യണം. ദെൻ ഡിസൈൻ, ഡെവലപ്പ് എ സൊല്യൂഷൻ ഫോർ ഇമ്പ്രൂവ്മെൻറ്റ്. നമ്മൾ ഇമ്പ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യണം? ഒരു സൊല്യൂഷൻ നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ക്രിയേറ്റ് എ ന്യൂ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം. ഒരു പുതിയ കസ്റ്റമർ സപ്പോർട്ട് സിസ്റ്റം നമ്മൾ ഡെവലപ്പ് ചെയ്യണം. ദെൻ ഡെലിവർ, ഇംപ്ലിമെൻറ്റ് ദ സൊല്യൂഷൻ. ആ ഒരു സൊല്യൂഷൻ നമ്മളിപ്പോൾ ഉണ്ടാക്കി ഡിസൈൻ ചെയ്തിട്ടുള്ള സൊല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം? ഡെലിവർ ചെയ്യണം, ഇംപ്ലിമെൻറ്റ് ചെയ്യണം. ട്രെയിൻ എംപ്ലോയീസിനെ ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കിൽ. എംപ്ലോയീസിന് എന്താണ്? ബെറ്റർ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് കൊടുക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? അവരെ ട്രെയിൻ ചെയ്യിക്കണം. ദെൻ ഡിഫെൻഡ്, ഒന്നും കൂടി ഉണ്ട്. ഡിഫെൻഡ്, ഇവാലുവേറ്റ് റിസൾട്ട്സ് ആൻഡ് മേക്ക് ഫർദർ ചേഞ്ചസ് ഇഫ് നീഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? റിസൾട്ട് ഇവാലുവേറ്റ് ചെയ്യണം. അതേമാതിരി തന്നെ എന്തെങ്കിലും പുതിയ ഫർദർ ചേഞ്ചസ് വേണമെങ്കിൽ നമ്മളത് ഇതാക്കും വേണം, അത് ചെയ്യും വേണം. എക്സാമ്പിൾ, മോണിറ്റർ കസ്റ്റമർ ഫീഡ്ബാക്ക് ആഫ്റ്റർ ഇംപ്ലിമെൻറ്റിംഗ് ചേഞ്ച്. കസ്റ്റമർ ഫീഡ്ബാക്ക് നമ്മൾ നോക്കിയിട്ട് എന്താണ് പ്രോപ്പറായ രീതിയിൽ നമ്മൾ ഈ ഒരു കാര്യം ചെയ്തിട്ടുണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ ഹൗ ടു കണ്ടക്ട് ഡ്യൂ ഡിലിജൻസ്. എങ്ങനെയാണ് ഒരു ഡ്യൂ ഡിലിജൻസ് കണ്ടക്ട് ചെയ്യുക? ഓക്കെ, ഫസ്റ്റ് സ്റ്റാർട്ട് വിത്ത് ആൻ ഓപ്പൺ മൈൻഡ്. ഒരു ഓപ്പൺ മൈൻഡ് വെച്ചിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? സ്റ്റാർട്ട് ചെയ്യാൻ. നമുക്കൊരു ജഡ്ജ്മെൻറ്റ്സും പാടില്ല നമ്മൾ തുടങ്ങുന്ന സമയത്ത്. ഡു നോട്ട് അസ്യൂം പ്രോബ്ലംസ് എക്സിസ്റ്റ് ബട്ട് ബി പ്രിപ്പയർഡ് ടു ഫൈൻഡ് ആൻഡ് അഡ്രസ് ദം. നമ്മൾ എന്ത് ചെയ്യണം? പ്രോബ്ലംസ് ഉണ്ടാവും, എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളൊരു അസംഷൻ നമ്മൾ ഒരിക്കലും തുടങ്ങരുത്. പക്ഷേ നമ്മൾ എന്ത് ചെയ്യണം? എന്ത് കാര്യം അത് ഫൈൻഡ് ചെയ്യാനും അതേമാതിരി തന്നെ അഡ്രസ്സ് ചെയ്യാനും നമ്മൾ എപ്പോഴും പ്രിപ്പയർ ആയിരിക്കണം. എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് എക്സ്പെക്ടിങ് ഫ്രോഡ്, ഒരു ഫ്രോഡ് എക്സ്പെക്ട് ചെയ്യുന്നതിന് പകരം ലുക്ക് ഫോർ ഇൻകൺസിസ്റ്റൻസീസ് ഇൻ ഫിനാൻഷ്യൽ റിപ്പോർട്ട്. ഫിനാൻഷ്യൽ റിപ്പോർട്ടിലുള്ള ഇൻകൺസിസ്റ്റൻസീസ് എന്താണ്? നോക്കണം. ദെൻ ഐഡൻറ്റിഫൈയിങ് ട്രബിൾ സ്പോട്ട് ആൻഡ് സീക്ക് എക്സ്പ്ലനേഷൻ. നമ്മൾ എന്ത് ചെയ്യണം? ട്രബിൾ സ്പോട്ടുകൾ നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. അതിനെന്താണ്? നമ്മൾ എക്സ്പ്ലനേഷൻസ് വാങ്ങും വേണം. ആസ്ക് റൈറ്റ് ക്വസ്റ്റ്യൻസ് ടു ക്ലാരിഫൈ ദ റെഡ് ഫ്ലാഗ്. അപ്പോൾ റെഡ് ഫ്ലാഗുകൾ ക്ലാരിഫൈ ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? കറക്റ്റായിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമ്മൾ ചോദിക്കണം. എക്സാമ്പിൾ, ഇഫ് എക്സ്പെൻസ് സീംസ് അൺയൂഷ്വലി ഹൈ. അപ്പോൾ എക്സ്പെൻസ് ആണ് അൺയൂഷ്വലായിട്ട് കൂടുതലാണെങ്കിൽ ആസ്ക് ഫോർ റെസീറ്റ്സ് ഓർ ബ്രേക്ക് ഡൗൺസ്. ദെൻ ഗെറ്റ് ദ ബെസ്റ്റ് ടീം ഓഫ് എക്സ്പേർട്സ്. ഏറ്റവും ബെസ്റ്റായിട്ടുള്ള ടീമിനെ നമ്മൾ എക്സ്പേർട്സ് ആയിട്ട് നമ്മൾ എടുക്കണം നമ്മളുടെ ഒരു ഇതിൽ ഡ്യൂ ഡിലിജൻസിന്. ഇഫ് യുവർ ഫേം ലാക്സ് എക്സ്പെർട്ടൈസ്, നമ്മളുടെ ഫേം എന്താണ്? എക്സ്പെർട്ടൈസ് അധികം ഇല്ലെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? ഹയർ പ്രൊഫഷണൽ എക്സ്പീരിയൻസ്ഡ് ഡ്യൂ ഡിലിജൻസ്. ഡ്യൂ ഡിലിജൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ്? എക്സ്പീരിയൻസ് ആയിട്ടുള്ള പ്രൊഫഷണൽസ് നമ്മൾ എന്ത് ചെയ്യണം? ഹയർ ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് acquiring a tech company, ensure IT സ്പെഷ്യലിസ്റ്റ് റിവ്യൂ their സോഫ്റ്റ്വെയർ. നമ്മളൊരു ടെക് കമ്പനിയാണ് വാങ്ങാൻ പോകുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം? IT സ്പെഷ്യലിസ്റ്റുകളെ നമ്മൾ റിവ്യൂവിന് വേണ്ടിയിട്ട് നമ്മൾ ഇതാക്കണം, ഹയർ ചെയ്യണം. ദെൻ കവർ ഓൾ ക്രിട്ടിക്കൽ ഏരിയ. എല്ലാ ക്രിട്ടിക്കൽ ഏരിയസ് നമ്മൾ എന്ത് ചെയ്യണം? കവർ ചെയ്യണം. റിവ്യൂ ഫിനാൻസ്, ടാക്സ്, ലീഗൽ, മാർക്കറ്റിംഗ് ആൻഡ് ടെക്നോളജി. അപ്പോൾ നമ്മൾ എല്ലാ കാര്യങ്ങളും ഫിനാൻസ്, ടാക്സ്, ലീഗൽ, മാർക്കറ്റ് ആൻഡ് ടെക്നോളജി എല്ലാ കാര്യവും നമ്മൾ റിവ്യൂ ചെയ്യണം. എക്സാമ്പിൾ, ചെക്കിംഗ് ദ കമ്പനീസ് പേറ്റൻറ്റ് എൻഷ്യൂർ ദേ ഓൺ ദെയർ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി. അപ്പോൾ ഒരു കമ്പനീൻ്റെ പേറ്റൻറ്റ് നമ്മൾ ചെക്ക് ചെയ്തിട്ട് നമ്മൾ എന്ത് എൻഷ്യൂർ ചെയ്യണം? അവർ ആ ഇൻ്റലക്ച്വൽ പ്രോപ്പർട്ടി ഓൺ ചെയ്യുന്നുണ്ട് എന്നുള്ള കാര്യം നമ്മൾ എൻഷ്യൂർ ചെയ്യണം. ദെൻ ടോക്ക് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സ്. സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് നമ്മൾ സംസാരിക്കണം. കസ്റ്റമർ, സപ്ലയേഴ്സ് ആൻഡ് എംപ്ലോയി പ്രൊവൈഡ്സ് വാല്യുബിൾ ഇൻസൈറ്റ്സ്. അപ്പോൾ കസ്റ്റമറും സപ്ലയേഴ്സും എംപ്ലോയീസും ഒക്കെ എന്താണ്? വാല്യുബിൾ ആയിട്ടുള്ള ഇൻസൈറ്റ്സ് നമുക്ക് പ്രൊവൈഡ് ചെയ്യും. എക്സാമ്പിൾ, എംപ്ലോയീസ് ക്യാൻ റിവീൽ ഇൻറ്റേർണൽ ഇൻഎഫിഷ്യൻസീസ്. എംപ്ലോയീസിന് എന്ത് റിവീൽ ചെയ്യാൻ പറ്റും? ഇൻറ്റേർണൽ ആയിട്ടുള്ള ഇൻഎഫിഷ്യൻസീസ് ഒക്കെ റിവീൽ ചെയ്യാൻ പറ്റും. ദാറ്റ് മേ നോട്ട് ബി എവിഡൻറ്റ് ഇൻ റിപ്പോർട്ട്. അതൊന്നും റിപ്പോർട്ടിൽ നമുക്ക് കാണാൻ പറ്റില്ല. പക്ഷേ ഒരു എംപ്ലോയീസിനോട് നമ്മൾ സംസാരിക്കുമ്പോൾ എന്താണ്? നമുക്ക് ആ കാര്യങ്ങൾ മനസ്സിലാവും. യൂസ് എ റിസ്ക് മാനേജ്മെൻറ്റ് അപ്രോച്ച്. ഒരു റിസ്ക് മാനേജ്മെൻറ്റ് അപ്രോച്ച് വേണം നമ്മൾ യൂസ് ചെയ്യാൻ. ഇൻവെസ്റ്റിഗേറ്റ് ത്രൂ തറവലി ബട്ട് അവോയ്ഡ് ക്രിയേറ്റിംഗ് ഫ്രിക്ഷൻസ് വിത്ത് ദ ടാർഗറ്റ് കമ്പനീസ് ടീം.
നമ്മൾ എന്ത് ചെയ്യണം, ഒരു കാര്യങ്ങൾ നമ്മൾ കറക്റ്റായ രീതിയിൽ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പക്ഷേ എന്ത് നമ്മൾ അവോയ്ഡ് ചെയ്യണം, നമ്മൾ വാങ്ങാൻ പോകുന്ന കമ്പനീൻ്റെ ടീമും നമ്മളും തമ്മിലൊരു ഫ്രിക്ഷൻ, ഒരു തല്ലല്ല, ഒരു കച്ചറ, അതെന്താണ് നമ്മൾ അവോയ്ഡ് ചെയ്യണം. എക്സാമ്പിൾ, ഇൻസ്റ്റെഡ് ഓഫ് ഓവർവെൽമിങ് ദം വിത്ത് എക്സസീവ് ക്വസ്റ്റ്യൻ ഫോക്കസ് ഓൺ കീ റിസ്ക് ഏരിയ. അപ്പോൾ നമ്മൾ കൂടുതൽ ക്വസ്റ്റ്യൻസ് ചോദിച്ചിട്ട് അവരെ ബുദ്ധിമുട്ടുന്നതിന് പകരം റിസ്ക് ഏരിയയിലുള്ള കാര്യങ്ങൾ നമ്മൾ കൂടുതൽ ഫോക്കസ് ചെയ്യാം. ദെൻ പ്രിപ്പയർ എ കോംപ്രഹെൻസീവ് റിപ്പോർട്ട്. ഒരു കോംപ്രഹെൻസീവ് റിപ്പോർട്ട് പ്രിപ്പയർ ചെയ്യുക. ഡോക്യുമെൻറ്റ്സ് ഓൾ കംപ്ലയൻസ് റിസ്ക് ആൻഡ് ഇഷ്യൂസ്. എല്ലാ കംപ്ലയൻസും റിസ്ക്കും ഇഷ്യൂസും നമ്മൾ കണ്ടുപിടിച്ച എല്ലാ ഇഷ്യൂസും നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം ഡ്യൂറിങ് എ ഡ്യൂ ഡെലിജൻസ്. അപ്പോൾ ഡ്യൂ ഡെലിജൻസ് സമയത്ത് നമ്മൾ കണ്ടുപിടിച്ച എല്ലാ കംപ്ലയൻസും റിസ്ക്കും ഇഷ്യൂസൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ഡോക്യുമെൻറ്റ് ചെയ്യണം. എക്സാമ്പിൾ, എ റിപ്പോർട്ട് ഷുഡ് ഡീറ്റെയിൽ എനി പെൻഡിങ് ലോ സൂട്ട് ആൻഡ് ദെയർ ഫിനാൻഷ്യൽ ഇമ്പാക്റ്റ്. ദെൻ ഡ്യൂ ഡെലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ ഫോറൻസിക് അക്കൗണ്ടിങ് നമ്മൾ ഓൾറെഡി പറഞ്ഞ ടോപ്പിക് തന്നെയാണ്. എൻഷുർ എ ഡീപ് ഡൈവ് ഇൻ ടു ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ ആസ്പെക്ട് ടു അൺകവർ ഹിഡൻ റിസ്ക്, ഫ്രോഡ് ആൻഡ് മിസ്റ്റേറ്റ്മെൻറ്റ്സ് ഇൻ എ കമ്പനീസ് റെക്കോർഡ്. അപ്പോൾ ഇത് മൂന്നും ചെയ്യുന്നതിനാണ് നമ്മളൊരു ഫിനാൻഷ്യൽ ആൻഡ് ലീഗൽ ആസ്പെക്റ്റിലേക്ക് നമ്മൾ കൂടുതൽ ചെന്നിട്ട് നമ്മൾ എന്താണ്, ഫ്രോഡോ മിസ്റ്റേറ്റ്മെൻറ്റ്സോ ഉണ്ടെങ്കിൽ അത് അൺകവർ ചെയ്യാൻ, ഹിഡൻ ആയിട്ട് എന്തെങ്കിലും റിസ്ക് ഉണ്ടെങ്കിൽ അത് അൺകവർ ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ മൂന്ന് ഡ്യൂ ഡെലിജൻസ് ആയാലും ഇൻവെസ്റ്റിഗേഷൻ ആയാലും ഫോറൻസിക് അക്കൗണ്ടിങ് ആയാലും നമ്മൾ ചെയ്യുന്നത്. എക്സാമ്പിൾ, ഫോറൻസിക് അക്കൗണ്ടിങ് ക്യാൻ റിവീൽ വെദർ ദ കമ്പനി ഈസ് ഹൈഡിങ് ലയബിലിറ്റി. ദെൻ ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ടിൻ്റെ കണ്ടൻറ്റുകൾ. ദ സ്ട്രക്ചർ ഓഫ് ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ട് വേരീസ് ബേസ്ഡ് ഓൺ ദ ബിസിനസ് ബീങ് ഇവാലുവേറ്റഡ്. അപ്പോൾ നമ്മൾ ഏത് ബിസിനസ്സാണോ ഇവാലുവേറ്റ് ചെയ്യുന്നത് അതിൻ്റെ ബേസിൽ എന്ത് ചെയ്യും, ഒരു ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ടിൻ്റെ സ്ട്രക്ചർ എന്ത് ചെയ്യും, അത് മാറിക്കൊണ്ടിരിക്കും. സോ ബട്ട് കോമൺ എലമെൻറ്റ്സ് ഇൻക്ലൂഡ്. പക്ഷേ കോമൺ എലമെൻറ്റ്സ് ആയിട്ട് എന്തൊക്കെയാണ് ഇൻക്ലൂഡ് ചെയ്യുന്നത് വെച്ചാൽ അതിൻ്റെ എക്സാമ്പിൾസ് ഓഫ് ഹെഡിങ്സ് ഇൻ ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ, എക്സിക്യൂട്ടീവ് സമ്മറി ഉണ്ടാവും ഒരു ഡ്യൂ ഡെലിജൻസ് റിപ്പോർട്ടിൽ. നമ്മൾ എന്താണ്, ഇൻറ്റേർണൽ റിപ്പോർട്ട് നമ്മൾ കണ്ടിട്ടുണ്ടായിരുന്നു, ഇതൊരു എക്സിക്യൂട്ടീവ് സമ്മറി. ദെൻ ഇൻട്രഡക്ഷൻ, ദെൻ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ടാർഗറ്റ് കമ്പനീൻ്റെ ബാക്ക്ഗ്രൗണ്ട്, ഒബ്ജക്റ്റീവ് ഓഫ് ഡ്യൂ ഡെലിജൻസ്, ടേംസ് ഓഫ് റിഫറൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് വെരിഫിക്കേഷൻ, ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ കമ്പനി. അപ്പോൾ എക്സിക്യൂട്ടീവ് സമ്മറി വെച്ചാൽ എന്താണ്, ബ്രീഫ് ഓവർവ്യൂ ഓഫ് കീ ഫൈൻഡിങ്സ്. അപ്പോൾ കീ ഫൈൻഡിങ്സിൻ്റെ ബ്രീഫ് ഓവർവ്യൂ. ദെൻ ഇൻട്രൊഡക്ഷൻ എന്ന് വെച്ചാൽ ബാക്ക്ഗ്രൗണ്ട് ഓഫ് ദ ഡ്യൂ ഡെലിജൻസ് പ്രോസസ്. അപ്പോൾ ഡ്യൂ ഡെലിജൻസ് പ്രോസസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട്. ദെൻ ടാർഗറ്റ് കമ്പനീൻ്റെ ബാക്ക്ഗ്രൗണ്ട്, കമ്പനീസ് ഹിസ്റ്ററി ആൻഡ് ബിസിനസ് മോഡൽ. ദെൻ ഒബ്ജക്റ്റീവ് ഓഫ് നമ്മൾ എന്തിനാണ് ചെയ്യുന്നത്, പർപ്പസ് ആൻഡ് ഗോൾ ഓഫ് ദ പ്രോസസ്. ദെൻ ടേംസ് ഓഫ് റിഫറൻസ് ആൻഡ് സ്കോപ്പ് ഓഫ് വെരിഫിക്കേഷൻ, ഡിഫൈൻ വാട്ട് ആസ്പെക്ട്സ് വേർ റിവ്യൂഡ്. അപ്പോൾ ഏതൊക്കെ ആസ്പെക്റ്റാണ് നമ്മൾ റിവ്യൂ ചെയ്യുന്നത് എന്നുള്ള കാര്യം ഡിഫൈൻ ചെയ്യണം. ദെൻ ബ്രീഫ് ഹിസ്റ്ററി ഓഫ് ദ കമ്പനീൻ്റെ ബ്രീഫ് ഹിസ്റ്ററി എന്ന് വെച്ചാൽ കീ മൈൽ സ്റ്റോൺസ് ആൻഡ് പാസ്റ്റ് പെർഫോമൻസ്, കീ മൈൽ സ്റ്റോൺസും പാസ്റ്റ് പെർഫോമൻസും. എക്സാമ്പിൾ, എ സ്റ്റാർട്ടപ്പ് മേ ഹാവ് റേസ്ഡ് മൾട്ടിപ്പിൾ റൗണ്ട്സ് ഓഫ് ഫണ്ടിങ്. ദെൻ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ, കമ്പനീൻ്റെ ഷെയർ ഹോൾഡിംഗ് പാറ്റേൺ എങ്ങനെയാണ്, ബ്രേക്ക് ഡൗൺ എ കമ്പനീസ് ഓണർഷിപ്പ്. എക്സാമ്പിൾ, ഫൗണ്ടേഴ്സ് മേ own 60% while investor hold 40%. Then observation of the review into observation, key findings from financial and legal checks. Then assessment of management structure and assessment, analyze the leadership team and governance. Leadership teamiനെയും ഗവർണൻസിനെയും നമ്മൾ അനലൈസ് ചെയ്യണം. എക്സാമ്പിൾ, എ വീക്ക് ലീഡർഷിപ്പ് സ്ട്രക്ചർ കുഡ് സിഗ്നൽ ഓപ്പറേഷണൽ ചാലഞ്ചസ്. ദെൻ അസസ് ഫിനാൻഷ്യൽ ലയബിലിറ്റി നമ്മൾ അസസ് ചെയ്യണം. റിവ്യൂ ഓഫ് ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ്സ്, എന്തെങ്കിലും ഔട്ട്സ്റ്റാൻഡിംഗ് ഡെറ്റ്സ് നിങ്ങൾ റിവ്യൂ ചെയ്യണം. ആൻഡ് ഒബ്ലിഗേഷൻസ്. എക്സാമ്പിൾ, ചെക്കിംഗ് ഓഫ് അൺഡിസ്ക്ലോസ്ഡ് ലോൺസ്. ദെൻ അസസ്മെൻറ്റ് ഓഫ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സിൻ്റെ വാല്യൂഷൻ നമ്മൾ എന്ത് അസസ് ചെയ്യണം. വെരിഫിക്കേഷൻ ഓഫ് പ്രോപ്പർട്ടി, ഇക്വിപ്മെൻറ്റ് ആൻഡ് അതർ അസറ്റ്സ്. അപ്പോൾ പ്രോപ്പർട്ടി, ഇക്വിപ്മെൻറ്റ്സ് ആൻഡ് അതർ അസറ്റ്സ് നമ്മൾ വെരിഫിക്കേഷൻ നടത്തണം. ദെൻ എക്സാമ്പിൾ, എൻഷുറിങ് എ ഫാക്ടറി ലാൻഡ് ടൈറ്റിൽ ഇസ് ഇൻ ദ കമ്പനീസ് നെയിം. അപ്പോൾ എന്തെങ്കിലും ഫാക്ടറിൻ്റെ ലാൻഡ് ടൈറ്റിൽ കമ്പനീൻ്റെ പേരിലാണോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, ചെക്ക് ചെയ്യണം. ദെൻ കമൻറ്റ്സ് ഓൺ പ്രോപ്പർട്ടി, ലീസസ്, ലീൻസ് ആൻഡ് എൻകുംബറൻസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, പ്രോപ്പർട്ടീസിനെ കുറിച്ചിട്ടും അതിൻ്റെ ലീസിനെ കുറിച്ചിട്ടും ലീൻസിനെ കുറിച്ചിട്ടും എൻകുംബറൻസിനെ കുറിച്ചിട്ടൊക്കെ നമ്മൾ എന്ത് ചെയ്യണം, കമൻറ്റ് ചെയ്യണം. റിവ്യൂയിങ് എനി റെസ്ട്രിക്ഷൻസ് ഓൺ കമ്പനീസ് അസറ്റ്, കമ്പനീൻ്റെ അസറ്റിൽ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ റിവ്യൂ ചെയ്യണം. ദെൻ അസസ്മെൻറ്റ് ഓഫ് ഓപ്പറേറ്റിംഗ് റിസൾട്ട്സിനെ കുറിച്ച് നമ്മൾ അസസ്മെൻറ്റ് കൊടുക്കണം. ഇവാലുവേറ്റിംഗ് പ്രോഫിറ്റബിലിറ്റി ആൻഡ് എഫിഷ്യൻസി. ദെൻ അസസ്മെൻറ്റ് ഓഫ് ടാക്സേഷൻ ആൻഡ് സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റി. അപ്പോൾ ടാക്സേഷനെ കുറിച്ചിട്ടും സ്റ്റാറ്റ്യൂട്ടറി ലയബിലിറ്റിനെ കുറിച്ച് നമ്മൾ എന്തെങ്കിലും അസസ്മെൻറ്റ് കൊടുക്കണം. റിവ്യൂയിങ് ടാക്സ് കംപ്ലയൻസ് ആൻഡ് പൊട്ടൻഷ്യൽ ലീഗൽ ഒബ്ലിഗേഷൻ. ദെൻ അസസ്മെൻറ്റ് ഓഫ് ലീഗൽ ലയബിലിറ്റിനെ കുറിച്ചുള്ള അസസ്മെൻറ്റ്.
ചെക്കിംഗ് ഫോർ പെൻഡിങ് ലോ സൂട്ട് ഓർ ഡിസ്പ്യൂട്ട്, എന്തെങ്കിലും പെൻഡിങ് ലോ സൂട്ട് അല്ലെങ്കിൽ ഡിസ്പ്യൂട്ട് ഉണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ദെൻ അസസ്മെൻറ്റ് ഓഫ് നെറ്റ് വർത്തിനെ കുറിച്ചുള്ള അസസ്മെൻറ്റ്. ഇവാലുവേറ്റിംഗ് ദ കമ്പനീസ് ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത്, ഒരു കമ്പനീൻ്റെ ഓവറോൾ ഫിനാൻഷ്യൽ ഹെൽത്ത് നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് അസറ്റ് എക്സീഡ് ലയബിലിറ്റി, അസറ്റ് എന്താണ് ലയബിലിറ്റിനെക്കാട്ടും കൂടുകയാണെങ്കിൽ ദ കമ്പനി ഹാസ് എ സ്ട്രോങ് നെറ്റ് വർത്ത്. ദെൻ ഇൻ്റർലോക്കിംഗ് ഇൻവെസ്റ്റ്മെൻറ്റ്സ് ആൻഡ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻ. അപ്പോൾ ഇൻവെസ്റ്റ്മെൻറ്റ് ഫിനാൻഷ്യൽ ഒബ്ലിഗേഷൻസ് ഒക്കെ ഇൻ്റർലോക്ക് ചെയ്യണം. ലൈക്ക് ഐഡൻറ്റിഫൈങ് റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ, ഏതെങ്കിലും റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ഉണ്ടെങ്കിൽ ഐഡൻറ്റിഫൈ ചെയ്തിട്ട് ദേ കുഡ് ഇമ്പാക്ട് ഫിനാൻസ്. എക്സാമ്പിൾ, എ കമ്പനി ലെൻഡിങ് മണി ടു ഇറ്റ്സ് സബ്സിഡറീസ് ഷുഡ് ബി ഡോക്യുമെൻറ്റ്. അപ്പോൾ കമ്പനി എന്താണ് അവരുടെ സബ്സിഡറിക്ക് എന്താണ് പൈസ കടം കൊടുക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, അത് ഡോക്യുമെൻറ്റ് ചെയ്തിരിക്കണം. ദെൻ സോട്ട് അനാലിസിസ്, സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്, ആ അനാലിസിസ് നടത്തണം. ഐഡൻറ്റിഫൈ ദ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി ആൻഡ് ത്രെറ്റ്. അപ്പോൾ ഒരു കമ്പനീൻ്റെ നമ്മൾ വാങ്ങാൻ പോകുന്ന കമ്പനീൻ്റെ സ്ട്രെങ്ത്, വീക്ക്നെസ്, ഓപ്പർച്യൂണിറ്റി, ത്രെറ്റ് നമ്മൾ എന്ത് ചെയ്യണം, ഐഡൻറ്റിഫൈ ചെയ്യണം. എക്സാമ്പിൾ, എ സ്ട്രോങ് ബ്രാൻഡ് മേ ബി എൻ അഡ്വാൻറ്റേജ് വൈൽ ലീഗൽ ഡിസ്പ്യൂട്ട് ആർ ത്രെറ്റ്. ദെൻ കമൻറ്റ്സ് ഓൺ ഫ്യൂച്ചർ പ്രൊജക്ഷനെ കുറിച്ച് നമ്മൾ കമൻറ്റ് കൊടുക്കണം. ഇവാലുവേറ്റിംഗ് ദ കമ്പനീസ് ഗ്രോത്ത് പ്ലാൻ ആൻഡ് അസംഷൻ. ദെൻ സ്റ്റാറ്റസ് ഓഫ് ചാർജ്, ലീൻ, മോർഗേജ് ആൻഡ് അസെറ്റ്സ്. അപ്പോൾ ചാർജ്, ലീന്, മോർഗേജ്, അസെറ്റ്സ് ഇതിൻ്റെ കുറിച്ചുള്ള സ്റ്റാറ്റസ് എങ്ങനെയാണ് ഇത് പോകുന്നത്. എൻഷുറിങ് ദർ ആർ നോ അൺഡിസ്ക്ലോസ്ഡ് ഫിനാൻഷ്യൽ ക്ലെയിംസ് ഓൺ അസെറ്റ്സ്. ആൻഡ് ദെൻ സജസ്റ്റിംഗ് ഫോർ കവറിങ് അൺഡിറ്റക്റ്റഡ് ലയബിലിറ്റി. അപ്പോൾ എന്ത് ചെയ്യാണ്, അൺഡിറ്റക്റ്റഡ് ലയബിലിറ്റീസ് കവർ ചെയ്യാനുള്ള സജഷൻസ്. റെക്കമെൻഡിങ് ലീഗൽ പ്രൊട്ടക്ഷൻസ് ലൈക്ക് indemnities. Example, the seller may need to sign any affidavit ensuring no hidden debts. Then suggestion of ആട്ടത് അതാണ് പെട്ടെന്ന് വായിക്കാൻ ബുദ്ധിമുട്ടായത്. പ്രീ ആൻഡ് പോസ്റ്റ് മെർജർ ആക്ഷൻ. അപ്പോൾ നമ്മൾ പ്രീ ആൻഡ് പോസ്റ്റ് മെർജർ ആക്ഷൻസ് നമ്മൾ സജസ്റ്റ് ചെയ്യണം. അഡ്വൈസിങ് സ്റ്റെപ്സ് ടു ടേക്ക് ബിഫോർ ആൻഡ് ആഫ്റ്റർ ദ അക്വിസിഷൻ. അപ്പോൾ അക്വിസിഷൻ്റെ മുമ്പും ശേഷം എടുക്കാനുള്ള സ്റ്റെപ്പുകൾ നമ്മൾ ചെയ്യണം, അഡ്വൈസ് ചെയ്യണം. എക്സാമ്പിൾ, ബിഫോർ അക്വയറിങ് എ കമ്പനി റീസ്ട്രക്ചറിങ് ഡെപ്റ്റ് മേ ബി നെസറി. അപ്പോൾ നമ്മൾ ആ കമ്പനി വാങ്ങുന്നതിന് മുമ്പ് തന്നെ ഡെറ്റ് ഒക്കെ റീസ്ട്രക്ചർ ചെയ്യുന്നത് വളരെ ആവശ്യമുള്ളൊരു കാര്യമാണ്. ഓക്കെ, ഇൻവെസ്റ്റിഗേഷൻ നെക്സ്റ്റ് ടോപ്പിക്കാണ്. അതിൽ നമുക്ക് നോക്കാനുള്ള ടോപ്പിക്ക് എന്തൊക്കെയാണ്. ഫസ്റ്റ്, ഡെഫിനേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ, ദെൻ ഓഡിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ, ദെൻ അപ്രോച്ച് ടു ഇൻവെസ്റ്റിഗേഷൻ. സോ ഫസ്റ്റ് ഈസ് ഡെഫിനേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. നമ്മൾ ഓൾറെഡി നോക്കിയിട്ടുണ്ടായിരുന്നു. ഇൻവെസ്റ്റിഗേഷൻ റിഫേഴ്സ് ടു സിസ്റ്റമാറ്റിക് ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ. എന്തൊക്കെയാണ് ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ? ടു അൺകവർ ഫാക്ട്സ് ഓർ അസസ് സ്പെസിഫിക് സിറ്റുവേഷൻ. ഒരു ഫാക്ട്സ് അൺകവർ ചെയ്യാനോ അല്ലെങ്കിൽ സ്പെസിഫിക് സിറ്റുവേഷൻസ് എന്താണ് അസസ് ചെയ്യാനോ വേണ്ടി നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു സിസ്റ്റമാറ്റിക് ആൻഡ് ഡീറ്റെയിൽഡ് അപ്രോച്ചാണെന്ന് ഇൻവെസ്റ്റിഗേഷൻ. ഇറ്റ് ഇൻവോൾവ്സ് അനലൈസിങ് ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ബിസിനസ് ഓപ്പറേഷൻ, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഫിനാൻഷ്യൽ റെക്കോർഡ്സ്, ബിസിനസ് ഓപ്പറേഷൻ, ഫ്രോഡുലൻ്റ് ആക്ടിവിറ്റീസ് ഒക്കെ അനലൈസ് ചെയ്യുന്നതാണ് ഇൻവെസ്റ്റിഗേഷനിൽ മെയിൻ കാര്യം. അക്കൗണ്ടൻസ് ഓഫൻ പെർഫോം ഇൻവെസ്റ്റിഗേഷൻ ബിഫോർ ഫിനാൻഷ്യൽ ഡിസിഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ ഡിസിഷന് മുമ്പ് എന്ത് ചെയ്യും, ചില സമയത്ത് അക്കൗണ്ടൻസ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ നടത്തും, ഫ്രോഡ് ഡിറ്റക്ഷൻ നടത്തും, ആൻഡ് പ്രോബബിലിറ്റി അസസ്മെൻറ്റും. ദെൻ ഓഡിറ്റ് വേഴ്സസ് ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സെർവ് ഡിഫറെൻറ്റ് പർപ്പസ്. അപ്പോൾ ഓഡിറ്റും ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, വേറെ പർപ്പസാണ് രണ്ടിനുള്ളത്. ഓഡിറ്റ് പ്രൊവൈഡ്സ് എൻ ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്, നമുക്കറിയാം. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ എക്സാമിൻ സ്പെസിഫിക് ആയ ട്രാൻസാക്ഷൻ എക്സാമിൻ ചെയ്യും, ഓർ സിറ്റുവേഷൻസ് ഇൻ ഡീറ്റെയിൽസ്. ദെൻ കീ ഡിഫറൻസ് ബിറ്റ്വീൻ ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഓഡിറ്റ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനും ഓഡിറ്റും തമ്മിലുള്ള കീ ഡിഫറൻസ് ഇതൊക്കെയാണ്. ഫസ്റ്റ്, ഒബ്ജക്റ്റീവിലുള്ള ഡിഫറൻസ് വെച്ചാൽ ഇൻവെസ്റ്റിഗേഷൻ എയിംസ് ടു എസ്റ്റാബ്ലിഷ് ഫാക്ട്സ് ആൻഡ് അസസ് സിറ്റുവേഷൻ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, ഫാക്ട്സ് എസ്റ്റാബ്ലിഷ് ചെയ്യാനും സിറ്റുവേഷൻസ് അസസ് ചെയ്യാനാണ് യൂസ് ചെയ്യുന്നതെങ്കിൽ ഓഡിറ്റ് എന്തിനാണ് യൂസ് ചെയ്യുന്നത്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ട്രൂ ആൻഡ് ഫെയർ ആണോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. ദെൻ സ്കോപ്പ് എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ സ്കോപ്പ് ഡിപ്പെൻഡ്സ് ഓൺ ദ ക്ലയൻറ്റ്സ് റിക്വസ്റ്റ്. അപ്പോൾ ക്ലയൻറ്റിൻ്റെ റിക്വസ്റ്റ് അനുസരിച്ചിരിക്കും എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ സ്കോപ്പ് ഉണ്ടാവുക. വൈൽ ഓഡിറ്റ് സ്കോപ്പ് ഈസ് ബ്രോഡ്. ഓഡിറ്റിൻ്റെ സ്കോപ്പ് എന്താണ്, ബ്രോഡ് ആയിരിക്കും, എല്ലാ കാര്യവും ചെക്ക് ചെയ്യും. ആൻഡ് ഓഫൺ ഡിഫൈൻഡ് ബൈ ലോ, അല്ലെങ്കിൽ എന്താണ് നിയമം അതിൻ്റെ സ്കോപ്പ് പറയുന്നുണ്ട്, ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ദെൻ പീരിയോഡിസിറ്റി, ഇൻവെസ്റ്റിഗേഷൻ്റെ പീരിയോഡിസിറ്റി. ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ കവർ സെവറൽ ഇയേഴ്സ്, ഒരുപാട് ഇയേഴ്സ് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ പറ്റും. വെദർ ഓഡിറ്റ് ഒക്യൂസ് ക്വാർട്ടർലി, ഹാഫ് ഇയർലി ഓർ ആനുവലിയോ ഹാഫ് ഇയർലിയോ ക്വാർട്ടർലിയോ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഒരു ഓഡിറ്റ് ചെയ്യാൻ പറ്റുള്ളൂ.
ദെൻ നേച്ചർ. ഇൻവെസ്റ്റിഗേഷൻ റിക്വയർസ് ഇൻ-ഡെപ്ത് സ്റ്റഡി ഓഫ് ഫാക്ട്സ് ആൻഡ് ഫിഗേഴ്സ്. അപ്പോൾ ഫാക്ട്സിൻ്റെയും ഫിഗേഴ്സിൻ്റെയും ഡെപ്ത് ആയിട്ടുള്ളൊരു സ്റ്റഡിയാണ് ഇൻവെസ്റ്റിഗേഷൻ. വൈൽ ഓഡിറ്റ് യൂസ് ടെസ്റ്റ് ചെക്കിങ് ആൻഡ് സാമ്പിളിംഗ് ടെക്നിക്സ്. അപ്പോൾ ടെസ്റ്റ് ചെക്കിങ്ങും സാമ്പിളിംഗ് ടെക്നിക്സും ആണ് ഓഡിറ്റ് യൂസ് ചെയ്യുക. ദെൻ ലിമിറ്റേഷൻസ്. ഇൻവെസ്റ്റിഗേഷൻ ഹാവ് നോ ഇൻഹറൻറ്റ് ലിമിറ്റേഷൻ. ഇൻവെസ്റ്റിഗേഷൻ എന്തില്ല, ഇൻഹറൻറ്റ് ലിമിറ്റേഷൻസ് ഇല്ല. ബട്ട് ഓഡിറ്റ് ഹാവ് സെർട്ടൻ ലിമിറ്റേഷൻ ഡ്യൂ ടു കംപ്ലയൻസ് വിത്ത് അക്കൗണ്ടിങ് സ്റ്റാൻഡേർഡ്സ്. ദെൻ എവിഡൻസ്. ഇൻവെസ്റ്റിഗേഷൻ സീക്ക് കൺക്ലൂസീവ് എവിഡൻസ്. കൺക്ലൂസീവ് ആയിട്ടുള്ള എവിഡൻസ് ആണ് എപ്പോഴും ഇൻവെസ്റ്റിഗേഷൻസ് സീക്ക് ചെയ്യുക. വൈൽ ഓഡിറ്റ്സ് റൈറ്റ് ഓൺ പ്രൈമ ഫേഷ്യൽ ഇനീഷ്യൽ എവിഡൻസ്. ദെൻ അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ഇൻവെസ്റ്റിഗേഷൻ റിക്വയർസ് അനാലിസിസ് ആൻഡ് ക്രിട്ടിക്കൽ തിങ്കിങ്. അനാലിസിസും ക്രിട്ടിക്കൽ തിങ്കിങ്ങുമാണ് ഇൻവെസ്റ്റിഗേഷന് മെയിനായിട്ട് വേണ്ടത്. വൈൽ ഓഡിറ്റ് എന്താണ്, ഗ്യാപ്പാണ് യൂസ് ചെയ്യുക. ജനറലി അക്സെപ്റ്റഡ് അക്കൗണ്ടിങ് പ്രിൻസിപ്പിൾസ്. ദെൻ അപ്പോയിൻറ്റിംഗ് ഏജൻസി. ഇൻവെസ്റ്റിഗേഷൻ ക്യാൻ ബി അപ്പോയിൻറ്റഡ് ബൈ എ തേർഡ് പാർട്ടി. ഒരു തേർഡ് പാർട്ടിക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ അപ്പോയിൻറ്റ് ചെയ്യാൻ പറ്റും. വേറാസ് ഓഡിറ്റേഴ്സ് ആർ അപ്പോയിൻറ്റഡ് ബൈ ദ കമ്പനീസ് ഓണേഴ്സ് ആൻഡ് ഷെയർ ഹോൾഡേഴ്സ്. ദെൻ റിപ്പോർട്ടിംഗ്. ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്സ് ഗോ ടു ദ റിക്വസ്റ്റഡ് പാർട്ടി. അപ്പോൾ റിക്വസ്റ്റ് ചെയ്ത ആരാണോ ഇൻവെസ്റ്റിഗേഷന് വേണ്ടി റിക്വസ്റ്റ് ചെയ്തത് ആ പാർട്ടിക്കേക്കും എന്ത് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട് പോവുക. ഓഡിറ്റ് റിപ്പോർട്ട് പോകുക വെച്ചാൽ ബിസിനസ് ഓണേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും. ദെൻ അപ്രോച്ച് ടു ഇൻവെസ്റ്റിഗേഷൻ. ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ് ഓൺ സ്പെസിഫിക് ഏരിയ. നമ്മൾ പറഞ്ഞു സ്പെസിഫിക് ഏരിയയാണ് ഇൻവെസ്റ്റിഗേഷൻ ഫോക്കസ് ചെയ്യുക വിത്ത് എ ഡീറ്റെയിൽഡ് എക്സാമിനേഷൻ. അൺലൈക്ക് ഓഡിറ്റേഴ്സ്, ഇൻവെസ്റ്റിഗേഷൻ ഡു നോട്ട് അസ്യൂം ഫാക്ട്സ് ബട്ട് വെരിഫൈ ദം. ഓഡിറ്റേഴ്സിനെ പോലെ എന്ത് ചെയ്യില്ല, ചില കാര്യങ്ങൾ എന്ത് ചെയ്യില്ല, അവർ അസ്യൂം ചെയ്യില്ല, അവരെന്തേ ചെയ്യുള്ളൂ, വെരിഫൈ ചെയ്യുള്ളൂ. ദെൻ ത്രൂ കൺക്ലൂസീവ് എവിഡൻസ്. കൺക്ലൂസീവ് എവിഡൻസ് വെച്ചിട്ട് അത് വെരിഫൈ ചെയ്തിട്ട് ആ ഫാക്റ്റ് ആണെന്നുള്ള കാര്യം മനസ്സിലാക്കും. ദെൻ ഇൻവെസ്റ്റിഗേഷൻസ് ഡു നോട്ട് ബൗണ്ട് ബൈ അക്കൗണ്ടിങ് കൺവെൻഷൻസ് ആൻഡ് റിമെയിൻ സ്കെപ്റ്റിക്കൽ ത്രൂ ഔട്ട് ദ വർക്ക്. അപ്പോൾ അവരാണ് ഒരു അക്കൗണ്ടിങ് കൺവെൻഷൻസ് വെച്ചിട്ട് അവർ ബൗണ്ടല്ല. അതിന് കാരണം അവരെ ഒരു വർക്ക് അവരെ ബാധിക്കുന്നില്ല. അവരെന്താണ്, സ്കെപ്റ്റിക് ആയിരിക്കും. ത്രൂ ഔട്ട് ദ വർക്ക് അവർ സ്കെപ്റ്റിക് ആയിരിക്കും. സ്കെപ്റ്റിക് എന്ന് വെച്ചാൽ അവർ എന്താണ്, മറ്റൊരാൾ പറഞ്ഞത് വെച്ചിട്ട് അവർ ഇൻഫ്ലുവൻസ്ഡ് ആവില്ല. ദെൻ സ്റ്റെപ്സ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ. എത്ര സ്റ്റെപ്പാണുള്ളത്? 5 സ്റ്റെപ്പുകളാണ് ഇൻവെസ്റ്റിഗേഷൻ നടത്താനുള്ളത്. ഫസ്റ്റ് വൺ എന്ന് വെച്ചാൽ ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. സെക്കൻഡ്, ഫോർമുലേറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാം. തേർഡ് സ്റ്റെപ്പ് വെച്ചാൽ കളക്ട് എവിഡൻസ്. ഫോർത്ത്, അനാലിസിസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഫൈൻഡിങ്സ്. ആൻഡ് ഫിഫ്ത്ത് സ്റ്റെപ്പ് വെച്ചാൽ റിപ്പോർട്ട് ഫൈൻഡിങ്സ് ആണ്. സോ ഫസ്റ്റ് സ്റ്റെപ്പ് വെച്ചാൽ ഡിറ്റർമൈൻ ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ്. Before starting the investigation, investigator must clarify the purpose and scope of the investigation. അപ്പോൾ എന്ത് ചെയ്യണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ തുടങ്ങുന്നതിന് മുമ്പ് ഒരു ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ പർപ്പസും സ്കോപ്പും ക്ലാരിഫൈ ചെയ്യണം. ഇഫ് ദ ക്ലയൻറ്റ്സ് ഇൻസ്ട്രക്ഷൻസ് ആർ വേഗ്, ക്ലയൻസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വേഗ് ആണെങ്കിൽ ദേ ഷുഡ് ബി ഡിസ്കസ്ഡ് ആൻഡ് റിട്ടൺ ക്ലിയർലി. അപ്പോൾ ക്ലയൻസിൻ്റെ ഇൻസ്ട്രക്ഷൻസ് വേഗ് ആണെങ്കിൽ അത് ഡിസ്കസും ചെയ്യണം, ക്ലിയർ ആയിട്ട് റിട്ടേണും ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫിനാൻഷ്യൽ ഫ്രോഡ്, ഒരു ഫിനാൻഷ്യൽ ഫ്രോഡാണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ സ്പെസിഫൈ വെദർ ഇറ്റ് ഇൻക്ലൂഡ്സ് ഓൺലി ക്യാഷ് ട്രാൻസാക്ഷൻ ഓർ എക്സ്റ്റെൻസ് ടു ഓൺലൈൻ പേയ്മെൻറ്റ്സ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ക്യാഷ് ട്രാൻസാക്ഷൻസ് ആണോ ഉള്ളത്, അല്ലെങ്കിൽ എന്തെങ്കിലും ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഉണ്ടോ, എന്നുള്ള കാര്യമൊക്കെ നമ്മൾ എക്സ്റ്റെൻഡ് ആയിട്ട് ചെക്ക് ചെയ്യണം. സോ ആ സ്കോപ്പ് അത് ഞാൻ പറഞ്ഞത് ഏതൊക്കെ ഏരിയാസാണ് കവർ ചെയ്യുന്ന കാര്യം. ദെൻ സ്റ്റെപ്പ് 2, ഫോർമുലേറ്റ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാം. ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാം ഫോർമുലേറ്റ് ചെയ്യണം. സിൻസ് ഈച്ച് ഇൻവെസ്റ്റിഗേഷൻ ഈസ് യുണീക്ക്, ഓരോ ഇൻവെസ്റ്റിഗേഷനും യുണീക്ക് ആയതുകൊണ്ട് തന്നെ എ സ്പെസിഫിക് പ്ലാൻ മസ്റ്റ് ബി ക്രിയേറ്റഡ്, എന്നൊരു സ്പെസിഫിക് പ്ലാൻ ക്രിയേറ്റ് ചെയ്യണം ബേസ്ഡ് ഓൺ ദ ബിസിനസ് നേച്ചർ, ഓർഗനൈസേഷൻ സ്ട്രക്ചർ ആൻഡ് ക്ലയൻറ്റ് ഇൻസ്ട്രക്ഷൻസ്. ദ പ്രോഗ്രാം ഷുഡ് ബി ഫ്ലെക്സിബിൾ, പ്രോഗ്രാം ഫ്ലെക്സിബിൾ ആയിരിക്കണം ടു അലൗ മോഡിഫിക്കേഷൻ ആസ് ന്യൂ ഇൻഫർമേഷൻ എമർജ്. അപ്പോൾ പുതിയ ഇൻഫർമേഷൻ വരുമ്പോൾ എന്താണ് മാറ്റാൻ, മോഡിഫൈ ചെയ്യാൻ പോലുള്ളൊരു ഫ്ലെക്സിബിൾ ആയിരിക്കണം എന്ത് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രാം. ദ ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ഫോക്കസ് ഓൺ റിലവൻറ്റ് ആയിട്ടുള്ള ഏരിയാസ് ആണ് ഫോക്കസ് ചെയ്യേണ്ടത്, റാദർ ദാൻ ബ്രോഡ്ലി ചെക്കിംഗ് ഓൾ റെക്കോർഡ്സ്. ദ പ്രോഗ്രാം ഷുഡ് സ്റ്റാർട്ട് വിത്ത് വൈഡ് സ്കോപ്പ്, ഒരു വൈഡ് ആയിട്ടുള്ള സ്കോപ്പ് വെച്ചിട്ട് വേണം പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാൻ. ആൻഡ് ഗ്രാജുവലി നെയറോ ഡൗൺ ടു മീനിങ് ഫുൾ ഏരിയ. അപ്പോൾ മീനിങ് ഫുൾ ഏരിയയിലേക്ക് ഗ്രാജുവലി അത് എന്ത് ചെയ്യണം, ഒതുങ്ങണം. എക്സാമ്പിൾ, ഇഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് എംപ്ലോയി ഫ്രോഡാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ ഫോക്കസ് പേറോൾ റെക്കോർഡ്സ് റാദർ ദാൻ ഓൾ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ദെൻ സ്റ്റെപ്പ് 3 ആണ് കളക്ട് എവിഡൻസ് കളക്ട് ചെയ്യുക. ആൻഡ് ദ ഇൻവെസ്റ്റിഗേറ്റർ ഗ്യാദേഴ്സ് റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ആൻഡ് ഇൻ്റർവ്യൂസ് പേഴ്സണൽ ടു വെരിഫൈ ഫാക്ട്സ്. അപ്പോൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യും, റിലവൻറ്റ് ഡോക്യുമെൻറ്റ്സ് ഗ്യാദർ ചെയ്യും, അതേമാതിരി തന്നെ വ്യക്തികളെ എന്ത് ചെയ്യും, ഇൻക്വയറും ചെയ്യും ടു വെരിഫൈ ഫാക്ട്സ്. ദ ബെസ്റ്റ് പോസിബിൾ എവിഡൻസ് ഷുഡ് ബി ഒബ്റ്റെയിൻഡ് റാദർ ദാൻ ജസ്റ്റ് റിലൈയിങ് ഓൺ സർഫേസ് ലെവൽ റെക്കോർഡ്. അപ്പോൾ
ബെസ്റ്റ് പോസിബിൾ എവിഡൻസ് വെച്ചാൽ അത് ഒബ്റ്റെയിൻ ചെയ്യണം, അല്ലാതെ നമ്മൾ ജസ്റ്റ് അതിൻ്റെ ഒരു സർഫേസ് ലെവൽ റെക്കോർഡ് മാത്രം റിലൈ ചെയ്യരുത്. ഓറൽ എക്സ്പ്ലനേഷൻ ഫ്രം ബിസിനസ് എംപ്ലോയീസ് മേ ബി റിക്വയർഡ്. അപ്പോൾ ബിസിനസ് എംപ്ലോയീസിൻ്റെ അടുത്ത് നിന്നും ഓറൽ എക്സ്പ്ലനേഷൻ നമ്മൾ വാങ്ങണം. എക്സ്റ്റേണൽ എക്സ്പേർട്സ് ലൈക്ക് വാല്യൂഷൻ സ്പെഷ്യലിസ്റ്റ് ക്യാൻ ബി കൺസൾട്ട്. അപ്പോൾ നമ്മൾ എന്താണ് ചില സിറ്റുവേഷൻസിൽ നമ്മളൊരു വാല്യൂഷനൊക്കെ നടത്തേണ്ടി വരുമെങ്കിൽ എക്സ്റ്റേണൽ എക്സ്പേർട്സിനെ നമ്മൾ എന്ത് ചെയ്യണം, കൺസൾട്ട് ചെയ്യാൻ പറ്റും. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് എൻഷുർ ദെയർ വർക്ക് ഡസ് നോട്ട് ഡിസ്റ്റർബ് ദ കമ്പനീസ് ഡെയിലി ഓപ്പറേഷൻ. ഇപ്പോൾ കമ്പനീൻ്റെ ഡെയിലി ഓപ്പറേഷൻ എന്താണ് നമ്മളുടെ ഒരു ഇൻവെസ്റ്റിഗേഷൻ വർക്ക് ബാധിക്കുന്നില്ല എന്നുള്ള കാര്യം നമ്മൾ ഉറപ്പുവരുത്തണം. എക്സാമ്പിൾ, ഇഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫിനാൻഷ്യൽ മാനിപ്പുലേഷൻ, ഒരു ഫിനാൻഷ്യൽ മാനിപ്പുലേഷൻ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ ആൻ എക്സ്പേർട്ട് മൈറ്റ് ബി നീഡഡ് ടു ചെക്ക് ഇഫ് റവന്യൂ ഇസ് ഓവർ സ്റ്റേറ്റഡ്. റവന്യൂ ഓവർ സ്റ്റേറ്റ് ചെയ്തിട്ടില്ലല്ലോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ സ്റ്റെപ്പ് 4, അനലൈസ് ആൻഡ് ഇൻ്റർപ്രറ്റ് ഫൈൻഡിങ്സ്. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് കെയർഫുള്ളി എക്സാമിൻ കളക്റ്റഡ് ഡാറ്റ. അപ്പോൾ കളക്ട് ചെയ്തിട്ടുള്ള ഡാറ്റ എന്ത് ചെയ്യണം, ഒരു കെയർഫുള്ളായിട്ട് എക്സാമിൻ ചെയ്യണം ബിഫോർ ഡ്രോയിങ് എ കൺക്ലൂഷൻ. ദേ മസ്റ്റ് റിമെയിൻ ഒബ്ജക്റ്റീവ് ആൻഡ് അവോയ്ഡ് പ്രീ കൺസീവ്ഡ് നോഷൻസ്. അപ്പോൾ അവരെന്ത് ചെയ്യണം, അവർ ഒബ്ജക്റ്റീവ് ആയിരിക്കണം എന്ന് വെച്ചാൽ ബയസ്ഡ് ആവരുത്. അതേപോലെ തന്നെ അവോയ്ഡ് പ്രീ കൺസീവ്ഡ് നോഷൻസ്. അനലൈസ് ഷുഡ് ബി കൺസിഡർഡ് പൊളിറ്റിക്കൽ, എക്കണോമിക് ആൻഡ് ബിസിനസ് ഫാക്ടർ. അപ്പോൾ അനാലിസിസ് എന്ത് ചെയ്യണം, പൊളിറ്റിക്കലും എക്കണോമിക്കും ബിസിനസ് ഫാക്ടേഴ്സൊക്കെ കൺസിഡർ ചെയ്തിട്ട് വേണം ചെയ്യാൻ. ദെൻ ഫൈൻഡിങ്സ് ഷുഡ് ബി വെൽ ഡോക്യുമെൻറ്റഡ് ആൻഡ് സപ്പോർട്ട് ബൈ എവിഡൻസ്. ഫൈൻഡിങ്സ് എന്തായിരിക്കണം, വെൽ ഡോക്യുമെൻറ്റും അതേപോലെ തന്നെ എവിഡൻസ് ആയിട്ട് സപ്പോർട്ട് ചെയ്യണം. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഷുഡ് ബി ക്ലിയർ ആൻഡ് ഈസി ടു അണ്ടർസ്റ്റാൻഡ്. ഈ ഒരു ഇൻ്റർപ്രിട്ടേഷൻ നമ്മൾ ഫൈൻഡിങ്സ് ഇൻ്റർപ്രിറ്റ് ചെയ്യുന്നതാണ്, ക്ലിയറുമായിരിക്കണം, മനസ്സിലാക്കാൻ എളുപ്പമായിരിക്കണം. എക്സാമ്പിൾ, ഇഫ് ദ ബിസിനസ് സഡൻലി ഷോ എ ഹൈ പ്രോഫിറ്റ്, ഒരു ബിസിനസ് എന്താണ് പെട്ടെന്ന് വളരെ കൂടുതൽ പ്രോഫിറ്റ് കാണിക്കുകയാണെങ്കിൽ ദ ഇൻവെസ്റ്റിഗേഷൻ ഷുഡ് ചെക്ക് ഇഫ് ഇറ്റ്സ് ഡ്യൂ ടു ആക്ച്വൽ ഗ്രോത്ത്, ശരിക്കുള്ള ഗ്രോത്ത് കാരണമാണോ നോക്കണം, അല്ലെങ്കിൽ ഒരു മാനിപ്പുലേഷൻ ആണോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ അഞ്ചാമത്തെ റിപ്പോർട്ട് ഫൈൻഡിങ്സ്. നമ്മൾ എന്ത് ചെയ്യണം, നമ്മുടെ ഫൈൻഡിങ്സ് നമ്മൾ റിപ്പോർട്ട് ചെയ്യണം. ദ ഫൈനൽ റിപ്പോർട്ട് ഷുഡ് ക്ലിയർലി പ്രസൻറ്റ് വിത്ത് ദ ഇൻവെസ്റ്റിഗേഷൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ എന്താണ് ഫൈനൽ റിപ്പോർട്ട് എന്താണ്, ക്ലിയർ ആയിട്ട് പ്രസൻറ്റ് ആയിരിക്കണം ഇൻവെസ്റ്റിഗേറ്ററിൻ്റെ ഒബ്ജക്റ്റീവ് ഫൈൻഡിങ്സ് ആൻഡ് കൺക്ലൂഷൻ. ഇറ്റ് ഷുഡ് ബി റിട്ടൺ ഇൻ എ സ്ട്രക്ചേർഡ് ഫോർമാറ്റ് വിത്ത് എ പ്രോപ്പർ ഹെഡിങ്. ഒരു സ്ട്രക്ചേർഡ് ഫോർമാറ്റിലായിരിക്കണം എഴുതേണ്ടത്, ഇത് ഒരു പ്രോപ്പർ ഹെഡിങ്ങിൽ. അവോയ്ഡ് അൺനെസറി ഡീറ്റെയിൽസ് അവോയ്ഡ് ചെയ്യണം ദാറ്റ് ഡു നോട്ട് കോൺസ്റ്റിറ്റ്യൂട്ട് ദ ഇൻവെസ്റ്റിഗേഷൻ. ആൻഡ് എൻഷുർ ക്ലാരിറ്റി ടു പ്രിവെൻറ്റ് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ. എന്താണ്, നമ്മൾ ക്ലാരിറ്റി എൻഷുർ ചെയ്യണം, നമ്മളുടെ ഒരു റിപ്പോർട്ട് മിസ്ഇൻറ്റർപ്രിട്ടേഷൻ ചെയ്യാതിരിക്കാൻ വേണ്ടിയിട്ട്. ദെൻ ലിങ്ക് കൺക്ലൂഷൻ ടു സപ്പോർട്ട് എവിഡൻസ്. എവിഡൻസിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്താണ് കൺക്ലൂഷൻസ് ലിങ്ക് ചെയ്യണം. ദെൻ സ്റ്റേറ്റ് എനി അസംഷൻസ് മെയ്ഡ് ആൻഡ് ജസ്റ്റിഫൈ ദം. മെൻഷൻ എനി റെസ്ട്രിക്ഷൻസ് ഓർ ലിമിറ്റേഷൻ ഫേസ് ഡ്യൂറിങ് ദി ഇൻവെസ്റ്റിഗേഷൻ. ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ്റെ ഇടയിൽ നമ്മൾ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസോ ലിമിറ്റേഷൻസോ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് നമ്മൾ മെൻഷൻ ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് ഇൻവെസ്റ്റിഗേഷൻ റിവീൽസ് ഫിനാൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ്. ഒരു ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, ഒരു ഫിനാൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് റിവീൽ ചെയ്യുകയാണെങ്കിൽ ദ റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ് എവിഡൻസ് ലൈക്ക് ഫാൾസിഫൈഡ് ഇൻവോയ്സ് ആൻഡ് വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ എന്താണ്, എന്തെങ്കിലും ഒരു മിസ്റ്റേറ്റ്മെൻറ്റ് കാണണമെങ്കിൽ, അതുകൊണ്ട് ഫിനാൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് കാണുകയാണെങ്കിൽ ദ റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ്, ആ റിപ്പോർട്ട് എന്ത് ഇൻക്ലൂഡ് ചെയ്യണം, എവിഡൻസ് ലൈക്ക് ഫാൾസിഫൈഡ് ഇൻവോയ്സ്, ഒരു ഫാൾസ് ആയിട്ടുള്ള ഇൻവോയ്സോ അല്ലെങ്കിൽ വിറ്റ്നസ് സ്റ്റേറ്റ്മെൻറ്റ് ഒക്കെ അതിൽ വേണം. ദെൻ ഇമ്പോർട്ടൻസ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. എന്താണ് ഇൻവെസ്റ്റിഗേഷൻ്റെ ഇമ്പോർട്ടൻസ്? ഇൻവെസ്റ്റിഗേഷൻ ഇസ് ക്രിട്ടിക്കൽ ടൂൾ ഇൻ ഫിനാൻസ്, ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് ബിസിനസ് ഡിസിഷൻ മേക്കിംഗ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, ഒരു ക്രിട്ടിക്കൽ ടൂളാണ് എന്തിനൊക്കെ, ഫിനാൻസിലും ഫ്രോഡ് ഡിറ്റക്ഷനിലും അതേപോലെ തന്നെ ബിസിനസ് ഡിസിഷൻ മേക്കിങ്ങിലൊക്കെ ഒരു ക്രിട്ടിക്കലുള്ളൊരു ടൂളാണ് ഇത് ഇൻവെസ്റ്റിഗേഷൻ. അൺലൈക്ക് ഓഡിറ്റ്സ്, ഇറ്റ് ഇൻവോൾവ്സ് ഡീപ്പർ പ്രോബ് ഓഫൺ റിസൾട്ട്സ് ഇൻ എ ലീഗൽ ഓർ ഫിനാൻഷ്യൽ ആക്ഷൻ. അപ്പോൾ ഓഡിറ്റ്മാരില്ല, എന്താണ്, ഇറ്റ് ഇൻവോൾവ്സ് ഡീപ്പർ പ്രോബ്ലം ആൻഡ് ഓഫൺ റിസൾട്ട്സ് ഇൻ എ ലീഗൽ ഓർ ഫിനാൻഷ്യൽ ആക്ഷൻ. ഒരു ലീഗൽ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ആക്ഷനിലേക്ക് എന്താണ് ഒരു ഇൻവെസ്റ്റിഗേഷൻ കാരണമാവും എന്ന് വെച്ചാൽ നമ്മളത് കോടതി പോലും കേസ് ആവുകൾക്ക് കാരണമാവും ഒരു ഇൻവെസ്റ്റിഗേഷൻ. ഓഡിറ്റിൽ അങ്ങനെയൊന്നും ഇല്ലല്ലോ. ഇൻവെസ്റ്റിഗേറ്റർ മസ്റ്റ് എക്സസൈസ് എക്സ്ട്രീം കോഷൻ. ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം, എക്സ്ട്രീം ആയിട്ടുള്ള രീതിയിൽ ശ്രദ്ധിക്കണം. ആസ് ദെയർ ഫൈൻഡിങ്സ് മേ ബി ചാലഞ്ച്ഡ്. അവരുടെ ഫൈൻഡിങ്സ് എന്താണ് ഇവർ ചാലഞ്ച് ചെയ്യുന്നത് വെച്ചാൽ അങ്ങനെയല്ല എന്നുള്ള കാര്യം പറയാൻ വളരെ ചാൻസ് ഉണ്ട്. ആൻഡ് ഇൻവെസ്റ്റിഗേറ്റർ മസ്റ്റ് ഓൾവേസ് സസ്പെക്ട്. ഇപ്പോൾ നമ്മൾ ഗരുഡൻ സിനിമ ഉണ്ടില്ലേ, ഗരുഡനിൽ ഇപ്പോൾ എന്താണ് സുരേഷ് ഗോപി ഇൻവെസ്റ്റിഗേറ്റ് ചെയ്തിട്ട് ബിജു മേനോനാണ് എന്ത് കുറ്റവാളിന്ന് കണ്ടെത്തി. ബിജു മേനോൻ എന്ത് ചെയ്തു, അത് ചാലഞ്ച് ചെയ്ത് വന്നു. സോ അങ്ങനെയുള്ള സിറ്റുവേഷൻസ് എന്താണ് നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുമ്പോൾ വരും. ഓഡിറ്റിൽ ആദ്യം എന്തേ കൊടുക്കുന്നത്, നമ്മുടെ ഒപ്പീനിയൻ മാത്രമേ കൊടുക്കുന്നുള്ളൂ. ദെൻ ഇൻവെസ്റ്റിഗേറ്റർ മസ്റ്റ് ഓൾവേസ് സസ്പെക്ട്, വെരിഫൈ ആൻഡ് സാറ്റിസ്ഫൈ ബിഫോർ കൺക്ലൂഡിങ്. അപ്പോൾ കൺക്ലൂഡ് ചെയ്തതിന് മുമ്പ് നമ്മൾ എന്തൊക്കെ ചെയ്യണം, സസ്പെക്ട് ചെയ്യണം, വെരിഫൈ ചെയ്യണം ആൻഡ് സാറ്റിസ്ഫൈഡ് ആയിരിക്കണം അയാളുടെ കൺക്ലൂഷനിൽ.
ദെൻ സ്പെഷ്യൽ ഇഷ്യൂസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻസ്. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനിലുള്ള സ്പെഷ്യൽ ഇഷ്യൂസ് എന്തൊക്കെയാണ്? നേച്ചർ ഓഫ് ഇൻവെസ്റ്റിഗേഷൻസ്. Investigation can range from cases where complete records are available to those where only limited published data exists. അപ്പോൾ കംപ്ലീറ്റ് റെക്കോർഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നത് മുതൽ എന്താണ് ചെറിയ ലിമിറ്റഡ് ആയിട്ടുള്ള പബ്ലിഷ്ഡ് ഡാറ്റ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നവരെ അങ്ങനത്തെ ഒരു കേസ് വരെ എന്താണ് ഇൻവെസ്റ്റിഗേഷൻ്റെ റേഞ്ചുകൾ മാറിക്കൊണ്ടിരിക്കും. സോ ഇൻവെസ്റ്റിഗേഷൻ മേ കവർ എൻറ്റയർ അക്കൗണ്ടിങ് റെക്കോർഡ്സ് ഓർ ജസ്റ്റ് സ്പെസിഫിക് പാർട്സ്. മൊത്തം റെക്കോർഡ് കവർ ചെയ്യും, അല്ലെങ്കിൽ എന്താണ് ചെറിയ സ്പെസിഫിക് പാർട്സ് മാത്രമായിരിക്കും ഇൻവെസ്റ്റിഗേഷൻ ഇപ്പോൾ കവർ ചെയ്യാം. സോ കീ ഇഷ്യൂസ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഇൻവെസ്റ്റിഗേഷനുള്ള കീ ഇഷ്യൂസ് എന്തൊക്കെയാണ്? ഫസ്റ്റ്, വെരിഫിക്കേഷൻ അപ്രോച്ച്. ദ ഇൻവെസ്റ്റിഗേറ്റർ മേ നീഡ് ടു ഡിസൈഡ് ബിറ്റ്വീൻ ഫുൾ വെരിഫിക്കേഷൻ ആൻഡ് സെലക്റ്റീവ് വെരിഫിക്കേഷൻ. അപ്പോൾ ഫുൾ വെരിഫിക്കേഷൻ വേണോ അല്ലെങ്കിൽ സെലക്റ്റീവ് വെരിഫിക്കേഷൻ ആണോ വേണ്ടത് എന്നുള്ള കാര്യം എന്ത് ചെയ്യണം? ഇൻവെസ്റ്റിഗേറ്റർ ഫസ്റ്റ് ഡിസൈഡ് ചെയ്യണം. ഇഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ക്യാഷ് ഡിഫോൾക്കേഷൻ, നമ്മളൊരു ക്യാഷ് ഡിഫോൾക്കേഷനാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ എവറി ക്യാഷ് വൗച്ചർ മസ്റ്റ് ബി ചെക്ക്ഡ്. ഇഫ് അനലൈസിങ് പ്രോഫിറ്റബിലിറ്റി, നമ്മൾ പ്രോഫിറ്റബിലിറ്റിയാണ് അനലൈസ് ചെയ്യുന്നതെങ്കിൽ സെലക്റ്റീവ് വെരിഫിക്കേഷൻ മേ ബി യൂസ്ഡ്. അപ്പോൾ നമ്മൾ എന്താണ് സെലക്റ്റീവ് വെരിഫിക്കേഷൻ ഒക്കെ ചെയ്യുക. സോ ഇറ്റ് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ വാട്ട് ടോപ്പിക് ഒരു വാട്ട് ഏരിയ വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ്. അത് ബേസ് ചെയ്തിട്ട് നമ്മൾ എന്താവുക ഫുൾ വെരിഫിക്കേഷൻ വേണോ അല്ലെങ്കിൽ സെലക്റ്റീവ് വെരിഫിക്കേഷൻ ആണോ വേണ്ടത് എന്നുള്ള കാര്യം നമ്മൾ ഡിറ്റർമൈൻ ചെയ്യാം. ദെൻ യൂസിങ് സ്റ്റാറ്റിസ്റ്റിക്കൽ റെക്കഗ്നിഷൻ സാമ്പിളിംഗ് മെത്തേഡ് ഈസ് സേഫർ ദാൻ റാൻഡം ചെക്ക്. അപ്പോൾ നമ്മൾ സ്റ്റാറ്റിസ്റ്റിക്കൽ മെത്തേഡ് ആയിരിക്കും റാൻഡം സാമ്പിളിംഗ് ചെയ്യാൻ യൂസ് ചെയ്യുക, അല്ലാതെ ഒരു റാൻഡം സെലക്ഷൻ ആയിരിക്കില്ല യൂസ് ചെയ്യുക. അതാണ് കൂടുതൽ സേഫ്. ഇത് സ്റ്റാറ്റിസ്റ്റിക്കൽ ടെക്നിക്സ്. ദെൻ റിലയൻസ് ഓൺ ഓഡിറ്റഡ് അക്കൗണ്ട്സ്. വെദർ ഇൻവെസ്റ്റിഗേറ്റർ ക്യാൻ റിലൈ ആൻ ഓഡിറ്റർ സ്റ്റേറ്റ്മെൻറ്റ് ഡിപ്പെൻഡ്സ് ഓൺ ദീസ് കേസ്. അപ്പോൾ ഒരു ഓഡിറ്റർ സ്റ്റേറ്റ്മെൻറ്റ് റിലൈ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യം എന്താണ് താഴെ പറഞ്ഞ കേസുകൾ വെച്ചിട്ടായിരിക്കും നമ്മൾ എന്താ മനസ്സിലാക്കുക. ഇഫ് ദർ സസ്പീഷൻ അബൌട്ട് ദ ഓഡിറ്റഡ് സ്റ്റേറ്റ്മെൻറ്റ്, ഒരു ഓഡിറ്റർ സ്റ്റേറ്റ്മെൻറ്റിനെ കുറിച്ചൊരു സസ്പീഷൻ ഉണ്ടെങ്കിൽ ദേ കനോട്ട് ബി റിലൈഡ് അപ്പോൺ. അതെന്ത് ചെയ്യാൻ പറ്റില്ല, അതിൽ റിലൈ ചെയ്യാൻ പറ്റില്ല. If investigating business value, audited materials may be used unless audit were done casually. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ഒരു ഇൻവെസ്റ്റിഗേറ്റിംഗ് ഒരു ബിസിനസ് വാല്യൂ ആണ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും, ഓഡിറ്റഡ് മെറ്റീരിയൽസ് മേ ബി യൂസ്ഡ്. ഓഡിറ്റ് ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, അതിൽ മെറ്റീരിയൽ ആയിട്ടുള്ള കാര്യങ്ങളൊക്കെ നമ്മൾ യൂസ് ചെയ്യുക. അൺലെസ് ഓഡിറ്റ്സ് വർ ഡൺ കാഷ്വലി ഡൺ ചെയ്തിട്ടുള്ള ഓഡിറ്റ് നമ്മൾ നോക്കില്ല. സോ കേസ് എ ഷോർട്ട് ആൻഡ് കോംപ്ടൺ വേഴ്സസ് ബ്രേക്കർ 1904. അപ്പോൾ ഇതൊരു കേസിലോ കേട്ടോ. ആൻ അക്കൗണ്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫോർ ഇൻകമിംഗ് പാർട്ണർ ഷുഡ് അസ്യൂം ദ ബുക്സ് ഫിഗേഴ്സ് വർ കറക്റ്റ്. അപ്പോൾ ഒരു അക്കൗണ്ടൻറ്റ് എന്താ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഇൻകമിംഗ് പാർട്ണർ, ഒരു പുതിയ പാർട്ണർ അപ്പോയിൻ്റ് ആണ്. അപ്പോൾ എന്ത് ചെയ്യണം, കുഡ് അസ്യൂം ബുക്സ് ഫിഗേഴ്സ് വർ കറക്റ്റ്. അപ്പോൾ ബുക്സ് ഫിഗേഴ്സ് കറക്റ്റ് ആണെന്നുള്ള കാര്യം അസ്യൂം ചെയ്തു. അതാണ് ഈ കേസ്, ഷോർട്ട് ആൻഡ് ക്രോംപ്ടൺ വേഴ്സസ് ബ്രേക്കർ. ദെൻ അടുത്ത കേസാണ് മെഡ് വേഴ്സസ് ബോൾ ബേക്കർ ആൻഡ് കമ്പനി 1911. An accountant advising an investor in a company was not required to check stock error and omitted liability. അപ്പോൾ ഒരു അക്കൗണ്ടൻ്റ് എന്താണ് ഒരു ഇൻവെസ്റ്ററിനെ ഒരു കമ്പനിയിലേക്ക് ഇതാക്കുകയാണ്, അഡ്വൈസ് ചെയ്യാണ്. അപ്പോൾ അയാൾ എന്ത് ചെയ്യേണ്ട ആവശ്യമില്ല, അയാൾ ചെയ്തിട്ടില്ല സ്റ്റോക്ക് എററും അതേപോലെ തന്നെ ഒമിറ്റഡ് ലയബിലിറ്റീസ് നമ്മൾ ചെക്ക് ചെയ്യേണ്ട ആവശ്യമില്ല എന്നാണ് പറയുന്നത്. ദീസ് കേസസ് ആർ ഓൾഡ്. ഈ കേസൊക്കെ എന്താണ് പഴയ കേസാണ്. ആൻഡ് മേ നോട്ട് ബി ഫുള്ളി റിലയബിൾ. അതൊന്നും എന്താണ് ഇപ്പോൾ റിലയബിൾ അല്ല. It is best to clarify in writing whether audited account should be assumed as correct. എന്താണ് നമ്മൾ ഓഡിറ്റഡ് അക്കൗണ്ട് കറക്റ്റ് ആണെന്നുള്ള കാര്യം അസ്യൂം ചെയ്യുന്നതാണ് ഏറ്റവും കറക്റ്റ്. ഇറ്റ് ഈസ് ബെസ്റ്റ് ടു ക്ലാരിഫൈ റൈറ്റിംഗ് വെദർ. അപ്പോൾ നമ്മളെന്താണ് ഒരു ഓഡിറ്റ് ചെയ്തിട്ടുള്ള അക്കൗണ്ട്സ് അത് കറക്റ്റ് ആണെന്നുള്ള കാര്യം എഴുതി വാങ്ങുന്നത്, അങ്ങനത്തെ ഒരു ക്ലാരിഫിക്കേഷൻ വാങ്ങുന്നതാണ് എന്ത് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു പ്രൊസീജിയർ ഇൻ ഇൻവെസ്റ്റിഗേഷൻ. ഇഫ് അക്കൗണ്ട്സ് ആർ ഓഡിറ്റഡ് ബൈ നോൺ ക്വാളിഫൈഡ് അക്കൗണ്ട്, ഒരു ക്വാളിഫൈ ചെയ്യാത്തൊരു അക്കൗണ്ടൻ്റാണ് എന്ത് അക്കൗണ്ട്സ് ഒക്കെ ഓഡിറ്റ് ചെയ്തതെങ്കിൽ വെരിഫിക്കേഷൻ ഈസ് നെസറി. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ കാര്യം വെരിഫൈ ചെയ്തിരിക്കണം. ഇഫ് പ്രിപ്പയർഡ് ബൈ എ പ്രൊഫഷണൽ അക്കൗണ്ട്, പക്ഷേ ഒരു പ്രൊഫഷണൽ അക്കൗണ്ടാണ് പ്രിപ്പയർ ചെയ്തതെങ്കിൽ ഫോർ ഇൻവെസ്റ്റിഗേഷൻ പർപ്പസ് ദേ ക്യാൻ ബി റിലൈഡ് അപ്പോൺ ഇഫ് നോ ബയസ് ഇസ് പ്രസൻറ്റ്. അപ്പോൾ ഒരു ബയസും ഒരു ഒബ്ജക്റ്റീവ് ആണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യാം, ആ റിപ്പോർട്ട് നമുക്ക് റിലൈ ചെയ്യാൻ പറ്റും. ദ നീഡ് ഫോർ എക്സ്പേർട്ട് അസിസ്റ്റൻസ്. ഇൻവെസ്റ്റിഗേറ്റർ മേ റിക്വയർ എക്സ്പേർട്ട് ഒപ്പീനിയൻ വേണം ആർക്ക് ഇൻവെസ്റ്റിഗേറ്ററിന് ഇൻ സ്പെഷ്യലൈസ്ഡ് ഫീൽഡ്. കൺസെൻറ്റ് ഫ്രം ദ ക്ലയൻറ്റ് ഷുഡ് ബി ടേക്കൺ ഇൻ റൈറ്റിംഗ് ബിഫോർ റിഫറിങ് എ മാറ്റർ ടു എക്സ്പേർട്ട്. അപ്പോൾ നമ്മൾ എക്സ്പേർട്ടിൻ്റെ അടുത്തൊരു മാറ്റർ പറയുന്നതിന് മുമ്പ് ഒരു കാര്യം, ഒരു ക്ലയൻറ്റിൻ്റെ ഒരു മാറ്റർ നമ്മളെന്താണ് എക്സ്പേർട്ടിൻ്റെ അടുത്ത് പറയുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ക്ലയൻറ്റിൻ്റെ അടുത്ത് നമ്മൾ എഴുതി വാങ്ങണം, അവരുടെ കൺസെൻറ്റ് എഴുതി വാങ്ങണം. ദ കോസ്റ്റ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് എക്സ്പേർട്സ് കൺസൾട്ടേഷൻ ഷുഡ് ബി സെറ്റിൽഡ് ഇൻ അഡ്വാൻസ്. അപ്പോൾ കോസ്റ്റ് ആൻഡ് ഇംപ്ലിക്കേഷൻ ഓഫ് എക്സ്പേർട്സ് കൺസൾട്ടേഷൻ, എക്സ്പേർട്ടിൻ്റെ കൺസൾട്ടേഷൻ്റെ കോസ്റ്റും അതിൻ്റെ ഇംപ്ലിക്കേഷൻ നമ്മൾ എന്ത് ചെയ്യണം
ആദ്യം അഡ്വാൻസ് നമ്മൾ സെറ്റിൽ ചെയ്യണം. ദെൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഡ്യൂ ടു ഡിസ്പ്യൂട്ട്സ് ആൻഡ് കോൺഫ്ലിക്ട്സ് ക്ലെയിം ഓഫൺ ലീഡ് ടു ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഡിസ്പ്യൂട്ടോ അല്ലെങ്കിൽ എന്തെങ്കിലും കോൺഫ്ലിക്റ്റോ എന്നാണ് അതിൻ്റെ ക്ലെയിമൊക്കെ ഇൻവെസ്റ്റിഗേഷനിലേക്കാണ് അവസാനം ലീഡ് ചെയ്യുക. ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് റിമെയിൻ ന്യൂട്രൽ. അപ്പോൾ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യണം, ഒരാളെ ഭാഗത്ത് നിൽക്കാണ്ട് ന്യൂട്രൽ ആയിട്ട് വേണം നിൽക്കാൻ. ക്ലയൻറ്റ് മേ ട്രൈ ടു ഇൻഫ്ലുവൻസ് ഇൻവെസ്റ്റിഗേറ്റേഴ്സ് റിപ്പോർട്ട് ഇൻ ദിയർ ഫേവർ. അപ്പോൾ എല്ലാ ക്ലയൻറ്റ് എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റേഴ്സിൻ്റെ റിപ്പോർട്ട് അവരുടെ ഫേവറിലേക്ക് ആക്കാൻ വേണ്ടി അവരെ ഇൻഫ്ലുവൻസ് ചെയ്യും. പക്ഷേ ഇൻവെസ്റ്റിഗേറ്റർ എന്ത് ചെയ്യാൻ പാടില്ല, ന്യൂട്രൽ ആയിട്ട് അവിടെ നിൽക്കാൻ. എക്സാമ്പിൾ, എ സെല്ലർ മേ വാണ്ട് ടു ഷോ എ ഹയർ വാല്യൂ ഓഫ് എ ബിസിനസ്. ഒരു സെല്ലർ എന്ത് ചെയ്യണം, അവരുടെ ബിസിനസ് ഹൈ വാല്യൂ ചെയ്യാൻ ആഗ്രഹമുണ്ട്. വൈൽ എ ബയർ വാണ്ട് ടു ലോ. പക്ഷേ ബയർ എന്താണ് വേണ്ടത്, ബയറിന് അവരുടെ വാല്യൂ ലോ ആയിട്ട് കാണിച്ചിട്ട് കുറഞ്ഞ പൈസക്ക് വാങ്ങാനാണ് ആഗ്രഹം. സോ ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് മെയിൻറ്റെയിൻ പ്രൊഫഷണലിസം മെയിൻറ്റെയിൻ ചെയ്തിട്ട് ആൻഡ് കൺസിഡർ ഓൾ പാർട്ടീസ് ഇൻട്രസ്റ്റ്. എല്ലാ പാർട്ടീസിൻ്റെ ഇൻട്രസ്റ്റും കൺസിഡർ ചെയ്യണം. ദെൻ ചാലഞ്ചസ് ഇൻ ഇൻവെസ്റ്റിഗേഷൻ. ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ചാലഞ്ചസ് എന്തൊക്കെയാണ്? ഇൻവെസ്റ്റിഗേഷൻസ് ആർ ഹൈലി ചാലഞ്ചിങ്. ഇൻവെസ്റ്റിഗേഷൻ ഹൈലി ചാലഞ്ചിങ് ആണ്. അതേ മറ്റേ സ്കില്ല് വേണം, എക്സ്പീരിയൻസ് വേണം, ഒബ്ജക്റ്റീവ് ആയിരിക്കണം. ദെൻ ബേസിസ് ഓഫ് ഒപ്പീനിയൻ. ഇൻവെസ്റ്റിഗേറ്റേഴ്സ് ഷുഡ് നോട്ട് പ്രൊവൈഡ് സ്പെക്യുലേറ്റീവ് ഒപ്പീനിയൻ. ഒരു സ്പെക്യുലേറ്റീവ് ഒപ്പീനിയൻ ഒരിക്കലും ഇൻവെസ്റ്റിഗേറ്റർ കൊടുക്കരുത്. ഒപ്പീനിയൻ ഷുഡ് ബി ബേസ്ഡ് ഓൺ ഓൺലി വെരിഫൈഡ് ഫാക്ട്. നമ്മൾ വെരിഫൈ ചെയ്തിട്ടുള്ള ഫാക്റ്റിൻ്റെ ബേസിൽ മാത്രമേ എന്ത് ചെയ്യാൻ പാടുള്ളൂ, ഒരു ഇൻവെസ്റ്റിഗേഷൻ്റെ ഒപ്പീനിയൻ നമ്മൾ കൊടുക്കാൻ പാടുള്ളൂ. ഇഫ് കംപ്ലീറ്റ് റെക്കോർഡ്സ് ആർ നോട്ട് അവൈലബിൾ, എല്ലാ റെക്കോർഡ്സും അവൈലബിൾ അല്ലെങ്കിൽ ഒപ്പീനിയൻ ഷുഡ് ക്ലിയർലി ക്വാളിഫൈഡ് വിത്ത് റീസൺ. എന്താണ്, നമ്മളുടെ ഒപ്പീനിയൻ ക്വാളിഫൈ ചെയ്യണം ആ കാരണം വെച്ചിട്ട്. ദെൻ മേക്കിംഗ് ഫ്യൂച്ചറിസ്റ്റിക് സ്റ്റേറ്റ്മെൻറ്റ്. ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് അവോയ്ഡ് പ്രെഡിക്റ്റിംഗ് ഫ്യൂച്ചർ ഇവൻറ്റ്സ്. അപ്പോൾ അവർ ഫ്യൂച്ചർ ഇവൻറ്റ്സ് ഒന്നും ട്രെൻഡ് കാര്യങ്ങളൊന്നും എന്ത് ചെയ്യരുത്, ഇൻവെസ്റ്റിഗേറ്റേഴ്സ് പ്രെഡിക്റ്റ് ചെയ്യരുത്. അവരെന്താണ്, അവർ ഫൈൻഡ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ഫാക്റ്റുകൾ മാത്രമേ റിപ്പോർട്ട് കാണിക്കാൻ പാടുള്ളൂ. ഈവൻ ഇഫ് റിക്വസ്റ്റഡ്, അവരെ റിക്വസ്റ്റ് ചെയ്താൽ പോലും ദ ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് നോട്ട് മേക്ക് പ്രൊജക്ഷൻ. അവരെന്ത് ചെയ്യാൻ പാടില്ല, പ്രൊജക്ഷൻസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ, ഇഫ് അനലൈസിങ് ബിസിനസ് വാല്യൂ കറണ്ട് ട്രെൻഡ് ക്യാൻ ബി കൺസിഡർ. അപ്പോൾ കറണ്ട് ട്രെൻഡ് കൺസിഡർ ചെയ്യാം, ബട്ട് ഫ്യൂച്ചർ ട്രെൻഡ് ഷുഡ് നോട്ട് ബി അസ്യൂംഡ്. ഫ്യൂച്ചർ ട്രെൻഡ് അവർ അസ്യൂം ചെയ്യാൻ പാടില്ല വൈൽ ദേ ആർ കണ്ടക്ടിങ് എ ഇൻവെസ്റ്റിഗേഷൻ. ദെൻ റീറ്റെയിനിങ് വർക്കിംഗ് പേപ്പർ. ഇൻവെസ്റ്റിഗേറ്റർ ഷുഡ് കീപ് ഡീറ്റെയിൽഡ് റെക്കോർഡ് ഓഫ് ദെയർ വർക്ക്. അവരുടെ വർക്കിൻ്റെ ഒരു ഡീറ്റെയിൽഡ് റെക്കോർഡ് എന്ത് ചെയ്യണം, അവർ കീപ്പ് ചെയ്യണം. മെയിൻറ്റെയിൻ കോപ്പീസ് ഓഫ് ഷെഡ്യൂൾസ്, കാൽക്കുലേഷൻ നോട്ട്സ് ആൻഡ് ഓൾ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സ്. അപ്പോൾ എന്താണ്, ഷെഡ്യൂൾസിൻ്റെയും കാൽക്കുലേഷൻസിൻ്റെയും നോട്ട്സിൻ്റെയും എല്ലാ റിലേറ്റഡ് ഡോക്യുമെൻറ്റ്സിൻ്റെയും എന്താണ് ഒരു റെക്കോർഡ്സ് കോപ്പീസ് അവർ മെയിൻറ്റെയിൻ ചെയ്യണം. ദെൻ എൻഷുർ ദാറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ലിങ്ക് ഒറിജിനൽ റെക്കോർഡ്സ് വിത്ത് ഫൈനൽ ഫിഗർ. അപ്പോൾ വർക്കിംഗ് പേപ്പർ എന്ത് ചെയ്യണം, ഒറിജിനൽ റെക്കോർഡിൻ്റെയും ഫൈനൽ ഫിഗേഴ്സിൻ്റെയും കൂടെ ലിങ്ക് ചെയ്യണം, അതവർ എൻഷുർ ചെയ്യണം. ദെൻ ഒബ്റ്റെയിൻ റെപ്രസെൻറ്റേഷൻ ലെറ്റർ വിത്ത് നെസറി വെൻ നെസറി. അപ്പോൾ റെപ്രസെൻറ്റേഷൻ ലെറ്റേഴ്സ് വാങ്ങണം ആവശ്യമുള്ള സമയത്ത്. Then if required to testify in courts, these records will be crucial for supporting findings. Example, if an investigator determines the value of a company's shares for a government takeover. അപ്പോൾ ഒരു ഗവൺമെൻറ് ഒരു കമ്പനി ഏറ്റെടുക്കുകയാണ്. അപ്പോൾ ഒരു കമ്പനീൻ്റെ വാല്യൂ എന്ന് വെച്ചാൽ വാല്യൂ ഡിറ്റർമൈൻ ചെയ്തു, ഇൻവെസ്റ്റിഗേറ്റർ ഡിറ്റർമൈൻ ചെയ്തു. ഒപ്പോസിങ് പാർട്ടീസ് മേ ചാലഞ്ച് ദ കൺക്ലൂഷൻ. അപ്പോൾ എന്താണ്, ഈ ബിസിനസ്സുകാർ എന്ത് പറഞ്ഞു, ഇൻവെസ്റ്റിഗേറ്റർ പറഞ്ഞതല്ല വാല്യൂ, അതിനെക്കാട്ടും വാല്യൂ ആ കമ്പനിക്ക് കിട്ടുന്നുള്ള കാര്യം ഇവർ ചാലഞ്ച് ചെയ്തു. സോ ഇറ്റ് മേക്കിംഗ് റീറ്റെയിൻഡ് ഡോക്യുമെൻറ്റ്സ് എസെൻഷ്യൽ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അവർ ചാലഞ്ച് ചെയ്യുകയാണെങ്കിൽ നമുക്ക് നമ്മളുടെ ഒരു കാര്യം, നമ്മുടെ ഇൻവെസ്റ്റിഗേറ്റേഴ്സിന് അവരുടെ സൈഡ് പ്രൂഫ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, നമ്മളുടെ ഡോക്യുമെൻറ്റ്സ് റീറ്റെയിൻ ചെയ്ത് വെക്കണം. സോ സ്പെഷ്യൽ ആസ്പെക്ട്സ് ഇൻ കണക്ഷൻ വിത്ത് ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ എന്തൊക്കെയാണ് സ്പെഷ്യൽ ആസ്പെക്റ്റ്, ഇതുമായിട്ട് കണക്ട് ചെയ്തിട്ടുള്ള സ്പെഷ്യൽ ആസ്പെക്റ്റ് എന്തൊക്കെയാണ്? സോ ഫാക്ടേഴ്സ് ഫോർ എ പ്രൊഫഷണൽ അക്കൗണ്ടൻസ് ഇൻ ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ എന്തൊക്കെ ഫാക്ടേഴ്സാണ് ഒരു പ്രൊഫഷണൽ അക്കൗണ്ടൻറ്റ് നോക്കേണ്ടത് ഒരു ബിസിനസ് ഇൻവെസ്റ്റിഗേഷൻ നടത്തുമ്പോൾ? സോ ഇത്രയും ഫാക്ടേഴ്സാണ് ഒരു അക്കൗണ്ടൻറ്റ് നോക്കേണ്ടത്. 14 ഫാക്ടേഴ്സ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഓരോ ഫാക്ടേഴ്സായിട്ട് നമുക്ക് നോക്കാം. ഫസ്റ്റ് ചെയ്യേണ്ടത് വെച്ചാൽ സ്റ്റഡിയിങ് ദ ഓവറോൾ പിക്ചറാണ്. ഓവറോൾ പിക്ചർ ഇവർ ഫസ്റ്റ് സ്റ്റഡി ചെയ്യണം. അണ്ടർസ്റ്റാൻഡിങ് ദ ഓവറോൾ ബിസിനസ് പൊസിഷൻ ഈസ് എസെൻഷ്യൽ ബിഫോർ എക്സാമിനിങ് ഡീറ്റെയിൽ. അപ്പോൾ ഡീറ്റെയിൽസ് എക്സാമിൻ ചെയ്തതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യണം, ഓവറോൾ ബിസിനസ് പൊസിഷൻ നമ്മൾ അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ഫിഗേഴ്സ് അലോൺ കനോട്ട് ഇൻ്റർപ്രറ്റ് വിത്തൗട്ട് നോയിങ് ദ ബിസിനസ് ബാക്ക്ഗ്രൗണ്ട്. അപ്പോൾ ബിസിനസ്സിൻ്റെ ബാക്ക്ഗ്രൗണ്ട് മനസ്സിലാക്കണം. നമുക്ക് എന്താണ്, ഫിഗേഴ്സ് മാത്രം വെച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ഒരു ഇൻ്റർപ്രിട്ടേഷൻ നടത്താൻ പറ്റില്ല. ദെൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഗ്രൂപ്പ് കമ്പനീസിനെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. പ്രിപ്പയറിങ് എ ചാർട്ട് ടു ഷോയിങ് റിലേഷൻഷിപ്പ് അമംഗ് കമ്പനീസ്.
എന്നുവെച്ചാൽ സബ്സിഡറിയും മറ്റേ കമ്പനീസൊക്കെ ആയിട്ടുള്ളൊരു റിലേഷൻഷിപ്പ് കാണിക്കുന്ന ഒരു ചാർട്ട് നമ്മൾ എന്ത് ചെയ്യണം, പ്രിപ്പയർ ചെയ്യണം. ദെൻ അനലൈസിങ് ട്രാൻസാക്ഷൻ വിത്ത് ദ ഗ്രൂപ്പ്, ആ ഗ്രൂപ്പ് നടത്തിയ ട്രാൻസാക്ഷൻ നമ്മൾ അനലൈസ് ചെയ്യണം. അണ്ടർസ്റ്റാൻഡിങ് പ്രൊഡക്റ്റ് ലൈൻസ് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ആൻഡ് സപ്ലൈ ഡിപ്പെൻഡൻസി ആൻഡ് മെറ്റീരിയൽ സോഴ്സിങ്. ദെൻ ലേബർ ഇൻറ്റൻസീവ് ബിസിനസ് കൺസിഡറേഷൻ. ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി ഡിപ്പെൻഡ്സ് ഓൺ സ്കിൽഡ് ലേബർ അവൈലബിലിറ്റി ആൻഡ് ട്രേഡ് യൂണിയൻ. ഇപ്പോൾ എന്താണ് ഫ്യൂച്ചർ പ്രോഫിറ്റബിലിറ്റി എന്തിനെ ഡിപ്പെൻഡ് ചെയ്യുന്നുണ്ട്? സ്കിൽഡ് ലേബേഴ്സിൻ്റെ അവൈലബിലിറ്റിയും അതേപോലെ തന്നെ ട്രേഡ് യൂണിയൻ്റെ റിലേഷൻഷിപ്പ് ഒക്കെ വെച്ചിട്ടാണ് ഫ്യൂച്ചർ പ്രോഫിറ്റ് ഡിപ്പെൻഡ് ചെയ്യുന്നത്. സോ ഡിസ്ട്രിബ്യൂഷൻ ചാനൽ എന്ന് വെച്ചാൽ ഹോൾസെയിലർ ആൻഡ് റീറ്റെയിലർ മസ്റ്റ് ബി എക്സാമിൻഡ്, അവരെ എക്സാമിൻ ചെയ്യണം. ആൻഡ് അതർ ഫാക്ടേഴ്സ് ലൈക്ക് മാനേജ്മെൻറ്റ് ക്വാളിറ്റി, എക്കണോമിക്, പൊളിറ്റിക്കൽ എൻവിറോൺമെൻറ്റ് ആൻഡ് മാർക്കറ്റ് പൊസിഷനൊക്കെ നമ്മൾ മനസ്സിലാക്കിയിട്ട് വേണം ലേബർ ഇൻറ്റൻസീവ് ബിസിനസ് കൺസൾട്ടേഷൻ നമ്മൾ ചെക്ക് ചെയ്യാൻ. ദെൻ എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അനാലിസിസ്. നമ്മൾ എക്കണോമിക്കും ഫിനാൻഷ്യൽ പൊസിഷനും അനലൈസ് ചെയ്യണം. എങ്ങനെ? ആഡിക്വസി ഓഫ് ഫിക്സ്ഡ് ആൻഡ് വർക്കിംഗ് ക്യാപിറ്റലിനെയും ഫിക്സ്ഡ് എന്താണ് ക്യാപിറ്റലിനൊക്കെ ആഡിക്വസി നോക്കിയിട്ട്, ദെൻ സെയിൽസും പ്രോഫിറ്റിൻ്റെയും ട്രെൻഡ് നോക്കിയിട്ട്, എക്സ്പെക്റ്റഡ് പ്രോഫിറ്റ് റിട്ടേൺ ഓൺ ക്യാപിറ്റൽ എംപ്ലോയിഡിൻ്റെ എക്സ്പെക്റ്റഡ് പ്രോഫിറ്റിൻ്റെ റിട്ടേൺ നോക്കിയിട്ട്, ദെൻ ബിസിനസ് എഫിഷ്യൻസി ആൻഡ് പ്രൊഡക്ടിവിറ്റി കപ്പാസിറ്റി നോക്കിയിട്ടൊക്കെയാണ് നമ്മൾ എന്ത് ചെയ്യണം, എക്കണോമിക് ആൻഡ് ഫിനാൻഷ്യൽ പൊസിഷൻ അനലൈസ് ചെയ്യാൻ വേണ്ടിയിട്ട്. Then statement of profit and loss. Each item should be analyzed in comparison to previous year. അപ്പോൾ പ്രീവിയസ് ഇയർ ആയിട്ട് നമ്മൾ എന്ത് ചെയ്യണം, ഈച്ച് ഐറ്റംസും കമ്പയർ ചെയ്യണം. എ കോളംനർ സമ്മറി ഓഫ് 5 to 7 years ഷുഡ് ബി പ്രിപ്പയർഡ്. ഒരു 5 to 7 കൊല്ലമുള്ളൊരു കോളംനർ സമ്മറി നമ്മൾ എന്ത് പ്രിപ്പയർ ചെയ്യണം. ദെൻ കൺസിസ്റ്റൻറ്റ് ഇൻവെൻട്രി വാല്യൂഷൻ മസ്റ്റ് ബി എക്സാമിൻഡ്. അപ്പോൾ ഒരു കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള ഇൻവെൻട്രി വാല്യൂഷൻ നമ്മൾ എന്ത് ചെയ്യണം, എൻഷുർ ചെയ്യണം. ദെൻ ടേൺ ഓവർ അനാലിസിസ്. ബ്രേക്ക് ഡൗൺ ഫോർ സെയിൽസ് ഫിഗർ പ്രൊഡക്റ്റ്. അപ്പോൾ സെയിൽസ് ഫിഗർ പ്രൊഡക്റ്റ് നമ്മൾ ബ്രേക്ക് ഡൗൺ ചെയ്യണം. ദെൻ ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് മേജർ കസ്റ്റമേഴ്സ് നമ്മൾ ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ എക്സാമിനേഷൻ ഓഫ് ഓർഡർ ബുക്ക് ഫോർ ഫിക്റ്റീഷ്യസ് സെയിൽസ്. അപ്പോൾ ഫിക്റ്റീഷ്യസ് സെയിൽസ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടിയാണ് ഒരു ഓർഡർ ബുക്ക്സ് നമ്മൾ എക്സാമിൻ ചെയ്യണം. ദെൻ ഇൻകം ആൻഡ് എക്സ്പെൻസ് അലോക്കേഷൻ ഫോർ ഡിഫറെൻറ്റ് ബിസിനസ് ആക്ടിവിറ്റീസ്. അപ്പോൾ ഡിഫറെൻ്റ് ആയിട്ട് ബിസിനസ് ആക്ടിവിറ്റീസിലേക്ക് എന്താണ് ഇൻകവും എക്സ്പെൻസും അലോക്കേറ്റ് നമ്മൾ എന്ത് ചെയ്യണം, നമ്മൾ നോക്കണം. ദെൻ വേജ് സ്ട്രക്ചർ. റിവ്യൂ വേജ് കമ്പ്യൂട്ടേഷൻ മെത്തേഡ് ആൻഡ് റേറ്റ്. അപ്പോൾ വേജ് കമ്പ്യൂട്ടേഷൻ മെത്തേഡും റേറ്റ് നമ്മൾ റിവ്യൂ ചെയ്യണം. ദെൻ കൺസിഡർ ഇൻഡസ്ട്രിയൽ അവാർഡ് എഫക്റ്റിംഗ് വേജ് കോസ്റ്റ്. അപ്പോൾ വേജ് കോസ്റ്റിനെ എഫക്ട് ചെയ്യുന്ന ഇൻഡസ്ട്രിയൽ അവാർഡ്സ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ആൻഡ് ഇവാലുവേറ്റ് ലേബർ റിലേഷൻ ആൻഡ് ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട്. ലേബർ റിലേഷനും ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ടും നമ്മൾ എന്ത് ചെയ്യണം, ഇവാലുവേറ്റ് ചെയ്യണം. ദെൻ ഡിപ്രിസിയേഷൻ ആൻഡ് മെയിൻ്റനൻസ്. കമ്പയർ ഡിപ്രിസിയേഷൻ അക്രോസ് ഇയർ. അപ്പോൾ ഓരോ കൊല്ലമായിട്ട് നമ്മൾ ഡിപ്രിസിയേഷൻ കമ്പയർ ചെയ്യണം. ആൻഡ് എൻഷുർ കൺസിസ്റ്റൻസി ഇൻ അസറ്റ് വാല്യൂഷൻ അഡ്ജസ്റ്റ്മെൻറ്റ്. അപ്പോൾ അസറ്റ് വാല്യൂഷൻ അഡ്ജസ്റ്റ്മെൻറ്റിലുള്ള കൺസിസ്റ്റൻസി നമ്മൾ എൻഷുർ ചെയ്യണം. ദെൻ അസസ് മെയിൻ്റനൻസ് കോസ്റ്റ് ഫോർ ഇൻക്രീസിങ് ട്രെൻഡ്. അപ്പോൾ നമ്മൾ എന്താണ് മെയിൻ്റനൻസ് കോസ്റ്റ് അസസ് ചെയ്യണം, ഇൻക്രീസിങ് ട്രെൻഡൊക്കെ നോക്കാൻ വേണ്ടിയിട്ട്. ദെൻ മാനേജിയൽ റെമ്യൂണറേഷൻ. വെരിഫൈ റീസണബിൾനെസ് ഓഫ് മാനേജിയൽ പേ. ഇപ്പോൾ മാനേജ്മെൻറ്റ് കൊടുക്കുന്ന എമൗണ്ട് റെമ്യൂണറേഷൻ എന്താണ്, റീസണബിൾ ആണോ എന്നുള്ള കാര്യം വെരിഫൈ ചെയ്യണം. എൻഷുർ കംപ്ലയൻസ് വിത്ത് കമ്പനീസ് ആക്ട് 2013. ഇതെന്താണ് കമ്പനീസ് ആക്ട് 2013 പ്രകാരം അത് കംപ്ലൈ ചെയ്തിട്ടാണോ മാനേജർ റെമ്യൂണറേഷൻ കൊടുക്കുന്നത് എന്നുള്ള കാര്യം നോക്കണം. ദെൻ അഡ്ജസ്റ്റ് ഫോർ എനി എക്സസീവ് ഓർ നോമിനൽ റെമ്യൂണറേഷൻ. എന്തെങ്കിലും എക്സസീവോ അല്ലെങ്കിൽ നോമിനൽ റെമ്യൂണറേഷനോ നമ്മൾ എന്താണ് അഡ്ജസ്റ്റ് ചെയ്യണം. ദെൻ എക്സെപ്ഷണൽ ആൻഡ് നോൺ റിക്കറിങ് ഐറ്റംസ്. അഡ്ജസ്റ്റ് എക്സെപ്ഷണൽ ഐറ്റംസ് ഇൻ പ്രോഫിറ്റ് അനാലിസിസ്. അപ്പോൾ എന്താണ് എക്സെപ്ഷണൽ ഐറ്റംസ് എന്തെങ്കിലും പ്രോഫിറ്റിലുണ്ടെങ്കിൽ നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യണം. ദെൻ എക്സാമിൻ ഇൻകം ടാക്സ് അസസ്മെൻറ്റ് നമ്മൾ എക്സാമിൻ ചെയ്യണം ഫോർ അലൗഡ് റവന്യൂ ഐറ്റംസ്. ആൻഡ് അഡ്ജസ്റ്റ് അബ്നോർമൽ പ്രോഫിറ്റ് ഓർ ലോസ്. അബ്നോർമൽ പ്രോഫിറ്റോ അല്ലെങ്കിൽ ലോസോ നമ്മൾ എന്ത് ചെയ്യണം, അഡ്ജസ്റ്റ് ചെയ്യണം. എക്സാമ്പിൾ അസറ്റ് സെയിൽസ്. ദെൻ റിപ്പയർസ് ആൻഡ് മെയിൻ്റനൻസ്. ഐഡൻറ്റിഫൈ ഫ്ലക്ച്വേഷൻസ് ഇൻ റിപ്പയർ കോസ്റ്റ്. അപ്പോൾ റിപ്പയർ കോസ്റ്റിൽ എന്തെങ്കിലും ഫ്ലക്ച്വേഷൻസ് ഉണ്ടെന്നുള്ള കാര്യം ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ഡിറ്റർമൈൻ കറക്റ്റ് അലോക്കേഷൻ ബിറ്റ്വീൻ ക്യാപിറ്റൽ ആൻഡ് റവന്യൂ എക്സ്പെൻസ്. അപ്പോൾ ക്യാപിറ്റലും റവന്യൂവും തമ്മിലുള്ള ഒരു അലോക്കേഷൻ അത് കറക്റ്റ് ആണോ എന്നുള്ള കാര്യം ഡിറ്റർമൈൻ ചെയ്യണം. ദെൻ അൺയൂഷ്വൽ ഇയേഴ്സ് ഇൻ പ്രോഫിറ്റബിലിറ്റി ട്രെൻഡ്സ്. പ്രോഫിറ്റബിലിറ്റി ട്രെൻഡ് നോക്കുമ്പോൾ അതിലെങ്കിലും അൺയൂഷ്വൽ ആയിട്ട് കിടക്കുന്ന ഇയേഴ്സ് ഉണ്ടോ നോക്കണം. ഐഡൻറ്റിഫൈ ആൻഡ് എക്സ്ക്ലൂഡ് എക്സെപ്ഷണൽ ഇയേഴ്സ് എന്ന് വെച്ചാൽ ഇൻഡസ്ട്രി ഡിസ്പ്യൂട്ട്, കലാമിറ്റീസ് അങ്ങനെയൊക്കെയുള്ള ഇയേഴ്സ് നമ്മൾ ഒഴിവാക്കണം. നമ്മളൊരു പ്രോഫിറ്റബിലിറ്റി ട്രെൻഡ് നോക്കുന്ന സമയത്ത്. ദെൻ കൺസിഡർ പ്രോഫിറ്റബിലിറ്റി ഓവർ എ ലോങ്ങർ പീരീഡ്. ഒരു ലോങ്ങർ പീരീഡിനാണ് നമ്മൾ പ്രോഫിറ്റബിലിറ്റി കൺസിഡർ ചെയ്യാൻ 9 to 10 years ഫോർ എ ട്രെൻഡ് അനാലിസിസ്.
ദെൻ ബാലൻസ് ഷീറ്റ് കൺസിഡറേഷൻ. എന്തൊക്കെയാണ് ബാലൻസ് ഷീറ്റിൽ വരുന്ന കാര്യങ്ങൾ? അത് ഫസ്റ്റ് ഫിക്സഡ് അസറ്റ് ആണ്. അനലൈസ് അസറ്റ് ഏജ് ആൻഡ് ഒബ്സൊലസൻസ് നോക്കണം. ദെൻ വെരിഫൈ ഓണർഷിപ്പ് ത്രൂ ടൈറ്റിൽ ഡീഡ്സ് കേട്ടോ, ഹെഡിങ് 1 അല്ല, ടൈറ്റിൽ ഡീഡ്സ്. വെരിഫൈ ഓണർഷിപ്പ് ത്രൂ ടൈറ്റിൽ ഡീഡ്സ്. ദെൻ എൻഷുർ മെയിൻ്റെനൻസ് കോസ്റ്റ് അലൈൻ വിത്ത് അസറ്റ് കണ്ടീഷൻ. മെയിൻ്റെനൻസ് കോസ്റ്റും അസറ്റിൻ്റെ കണ്ടീഷനൊക്കെ നമ്മൾ എന്ത് ചെയ്യണം? എൻഷുർ അലൈൻ ചെയ്യണം, അതിൻ്റെ അലൈൻമെൻറ്റ് എൻഷുർ ചെയ്യണം. ദെൻ ഇൻവെസ്റ്റ്മെൻ്റ് ആണ്. ക്ലാസിഫൈ ലോങ് ടേം ഓർ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്. ലോങ് ടേമും കറൻറ്റും നമ്മൾ വേറെ വേറെ ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുള്ള കാര്യം നോക്കണം. കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് വാല്യൂഡ് അറ്റ് ലോവർ ഓഫ് കോസ്റ്റ് ഓർ ഫെയർ വാല്യൂ. അപ്പോൾ കറൻറ്റ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? അത് വാല്യൂ ചെയ്തിട്ടുള്ളത് ലോവർ ഓഫ് കോസ്റ്റ് അല്ലെങ്കിൽ ഫെയർ വാല്യൂൻ്റെ ലോവർ ആണോ എന്നുള്ള കാര്യം നമ്മൾ നോക്കണം. ദെൻ ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് എന്താണ്? അഡ്ജസ്റ്റഡ് ഫോർ പെർമനൻറ്റ് ഡിക്ലൈൻ. ലോങ് ടേം ഇൻവെസ്റ്റ്മെൻറ്റ് പെർമനൻറ്റ് ഡിക്ലൈൻ അഡ്ജസ്റ്റ്മെൻറ്റ് നടത്തിയിട്ടുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ദെൻ ഇൻവെൻട്രീസ് ആണ്. എൻഷുർ കൺസിസ്റ്റൻസി ഇൻ വാല്യൂഷൻ മെത്തേഡ്. അപ്പോൾ വാല്യൂഷൻ മെത്തേഡ് കൺസിസ്റ്റൻ്റ് ആണോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ അക്കൗണ്ട് ഫോർ ഡാമേജ്ഡ്, ഒബ്സലീറ്റ് ആൻഡ് സ്ലോ മൂവിങ് ഇൻവെൻട്രീസ്. അപ്പോൾ ഡാമേജ്ഡ്, ഒബ്സലീറ്റ് അല്ലെങ്കിൽ സ്ലോ മൂവിങ് ഇൻവെൻട്രീസ് ഒക്കെ നമ്മൾ അക്കൗണ്ട് ചെയ്യണം. ദെൻ ട്രേഡ് റിസീവ്ഡ് ആണ്. അസസ് ആഡിക്വസി ഫോർ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ. ഇപ്പോൾ ബാഡ് ഡെറ്റ് പ്രൊവിഷൻ്റെ ആഡിക്വസി നമ്മൾ അസസ് ചെയ്യണം. ദെൻ എക്സാമിൻ ക്രെഡിറ്റ് പീരീഡ് ട്രെൻഡ്. അപ്പോൾ ക്രെഡിറ്റ് പീരീഡ് ട്രെൻഡൊക്കെ നമ്മൾ എക്സാമിൻ ചെയ്യണം. ദെൻ ക്ലാസിഫൈ ഡെറ്റ് ബൈ ഏജ് ടു ഇവാലുവേറ്റ് വർക്കിംഗ് ക്യാപിറ്റൽ ഇമ്പാക്റ്റ്. ദെൻ അടുത്ത് വെച്ചാൽ അതർ ലിക്വിഡ് അസറ്റ് ആൻഡ് ഐഡിൽ അസറ്റ്. വെരിഫൈ റിലൈസബിലിറ്റി ഓഫ് ലിക്വിഡ് അസറ്റ്. അപ്പോൾ ലിക്വിഡ് അസറ്റിൻ്റെ റിലൈസബിലിറ്റി നമ്മൾ വെരിഫൈ ചെയ്യണം. ദെൻ ഐഡൻറ്റിഫൈ ഐഡിൽ അസറ്റ് ഫോർ എക്സ്ക്ലൂഷൻ ഇൻ വാല്യൂഷൻ. അപ്പോൾ വാല്യൂഷനിൽ എക്സ്ക്ലൂഡ് ചെയ്യുന്ന നമ്മൾ ഐഡിൽ അസറ്റ് എന്ന് വെച്ചാൽ ഗുഡ് വിൽ അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ഗുഡ് വിൽ എല്ലാം എന്നിട്ട് പ്രോഫിറ്റ് ഒക്കെ കിടക്കുന്ന സാധനം ഉണ്ടാവില്ല, അതൊക്കെ നമ്മൾ എക്സ്ക്ലൂഡ് ചെയ്യണം. ദെൻ എൻഷുർ ഫുൾ ഡിസ്ക്ലോഷേഴ്സ് ഓഫ് ലയബിലിറ്റി. ലയബിലിറ്റി നമ്മൾ ഫുള്ളായിട്ട് ഡിസ്ക്ലോസ് ചെയ്യുന്നുണ്ടോ എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം. ദെൻ ഇൻവെസ്റ്റിഗേറ്റ് പോസിബിൾ അണ്ടർ ഓർ ഓവർ സ്റ്റേറ്റ്മെൻറ്റ്. അപ്പോൾ എന്തെങ്കിലും പോസിബിൾ ആയിട്ട് കിടക്കുന്ന അണ്ടർ അല്ലെങ്കിൽ ഓവർ സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ട് ലയബിലിറ്റി, അത് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ആൻഡ് അസസ് ലോങ് ടേം ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ഇമ്പാക്ട്. അപ്പോൾ ലോങ് ടേം ഔട്ട്സ്റ്റാൻഡിങ് ലയബിലിറ്റി ഇമ്പാക്ട്സ് എന്ത് ചെയ്യണം? അത് അസസ് ചെയ്യണം. ദെൻ ടാക്സേഷൻ ആണ്. റിവ്യൂ പാസ്റ്റ് ടാക്സ് അസസ്മെൻറ്റ്. പാസ്റ്റ് ടാക്സ് അസസ്മെൻറ്റ് നമ്മൾ ചെയ്യണം, റിവ്യൂ ചെയ്യണം ഫോർ അൺഡിസ്ക്ലോസ്ഡ് ലയബിലിറ്റി. ദെൻ കൺസിഡർ എനി പെൻഡിങ് ടാക്സ് റീഓപ്പണിങ്. എന്തെങ്കിലും പെൻഡിങ് അല്ല ടാക്സ് റീഓപ്പണിംഗ് ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. ദെൻ ക്യാപിറ്റൽ സ്ട്രക്ചർ. അനലൈസ് ക്യാപിറ്റൽ ബാലൻസ് എന്ന് വെച്ചാൽ ഡെറ്റ് ഇക്വിറ്റി ഇത് എത്രയാണുള്ളത് അതിൻ്റെ ആ ഒരു പ്രൊപ്പോർഷൻ നമ്മൾ അനലൈസ് ചെയ്യണം. എൻഷുർ ക്യാപിറ്റൽ ആഡിക്വസി ഫോർ ഓപ്പറേഷൻ ആവശ്യമുള്ള ക്യാപിറ്റൽ ഉണ്ടോ എന്നുള്ള കാര്യം എൻഷുർ ചെയ്യണം. ആൻഡ് കൺസിഡർ റെസ്ട്രിക്ഷൻസ് ഓൺ ഷെയർ ട്രാൻസ്ഫറബിലിറ്റി. അപ്പോൾ ഷെയർ ട്രാൻസ്ഫർ ചെയ്യാൻ എന്തെങ്കിലും റെസ്ട്രിക്ഷൻസ് ഉണ്ടോ എന്നുള്ള കാര്യം കൺസിഡർ ചെയ്യണം. സോ അതാണ് ബാലൻസ് ഷീറ്റ് കൺസിഡറേഷൻ. ദെൻ ഇൻ്റർപ്രിട്ടേഷൻ ഓഫ് ഫിഗേഴ്സ് ആണ്. ഫിഗേഴ്സിൻ്റെ ഇൻ്റർപ്രിട്ടേഷൻ ലൈക്ക് ഫിക്സ്ഡ് അസറ്റ് റീപ്ലേസ്മെൻറ്റ് നീഡ്സ്. അപ്പോൾ ഫിക്സ്ഡ് അസറ്റ് റീപ്ലേസ് ചെയ്യണോ? അസസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ റിക്വയർമെൻറ്റ് എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. ആൻഡ് കൺസിഡർ അസറ്റ് റീപ്ലേസ്മെൻറ്റ് ഫോർ ബിസിനസ് കണ്ടിന്യൂറ്റി. അപ്പോൾ ബിസിനസ് കണ്ടിന്യൂറ്റിക്ക് വേണ്ടി അസറ്റ് റീപ്ലേസ്മെൻറ്റ് വേണോ എന്നുള്ള കാര്യം നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ ടേൺ ഓവർ ആൻഡ് മാർക്കറ്റബിലിറ്റി. അനലൈസ് പാസ്റ്റ് സെയിൽസ് ട്രെൻഡ് നമ്മൾ അനലൈസ് ചെയ്യണം. ആൻഡ് സ്റ്റഡി മാർക്കറ്റ് എക്സ്പാൻഷൻ പോസിബിലിറ്റി. അപ്പോൾ മാർക്കറ്റ് എക്സ്പാൻഡ് ചെയ്യാൻ എന്തെങ്കിലും പോസിബിലിറ്റി ഉണ്ടോ എന്നുള്ള കാര്യമൊക്കെ സ്റ്റഡി ചെയ്യണം. ദെൻ ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആണ്. ഓരോ ടൈപ്പ് ഇൻവെസ്റ്റിഗേഷൻ. സോ അതിലെന്തൊക്കെയാ വെച്ചാൽ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ്. ദെൻ ഫ്രോഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഫ്രോഡ്. ഈ കാര്യങ്ങളാണ് നമുക്ക് ഈ ടോപ്പിക്കിൽ നോക്കാനുള്ളത്. സോ ഫസ്റ്റ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്സ്. അതിനെ പിന്നെയും കാറ്റഗറൈസ് ചെയ്യുന്നുണ്ട്. എന്തൊക്കെ? ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് എ കമ്പനി, ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമിംഗ് പാർട്ണർ, ഇൻവെസ്റ്റിഗേഷൻ ഓൺ വാല്യുവേഷൻ ഓഫ് ഷെയർ ഇൻ പ്രൈവറ്റ് കമ്പനി, ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എ ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോസസിംഗ് ലോൺ. അപ്പോൾ ഈ ഓരോ ആൾക്കാർക്ക് വേണ്ടി ഒന്ന് വെച്ചാൽ എന്താണ്? അഫയേഴ്സ് ഓഫ് ദ കമ്പനി നോക്കാൻ വേണ്ടി, പിന്നെ ഇൻകമിംഗ് പാർട്ണറിന് വേണ്ടി, പിന്നെ ഷെയറിൻ്റെ വാല്യൂഷന് വേണ്ടിയിട്ട്, പിന്നെ എന്താണ് ബാങ്കിനും ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷന് വേണ്ടി അവർക്ക് ലോൺ കൊടുക്കാൻ വേണ്ടി. അപ്പോൾ ഈ കാര്യത്തിനൊക്കെ വേണ്ടി നമുക്ക് ഇൻവെസ്റ്റിഗേഷൻ കൊടുക്കാൻ പറ്റും. അപ്പോൾ അതിൽ ഫസ്റ്റ് ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് എ കമ്പനി. അതിൽ പറഞ്ഞാൽ സ്റ്റാറ്റ്യൂട്ടറി ആണത്. കണ്ടക്റ്റഡ് അണ്ടർ ദ സ്പെസിഫിക് ലോ ലീഗൽ പ്രൊവിഷൻ. അപ്പോൾ ലീഗൽ പ്രൊവിഷനിൽ കണ്ടക്ട് ചെയ്യുന്ന ഇൻവെസ്റ്റിഗേഷൻ ആണത്. അതുകൊണ്ട് അതിൻ്റെ കൂടെ തന്നെ എന്തുണ്ട്? നോൺ സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്. കണ്ടക്റ്റഡ് ബേസ്ഡ് ഓൺ സ്പെസിഫിക് നീഡ്സ് ഓർ അറേഞ്ച്മെൻറ്റ്. ഒരു സ്പെസിഫിക് നീഡിന് വേണ്ടോ അല്ലെങ്കിൽ അറേഞ്ച്മെൻറ്റിന് വേണ്ടോ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റിഗേഷൻ ഇൻ ടു ദ അഫയേഴ്സ് ഓഫ് എ കമ്പനിക്ക് ചെയ്യാൻ പറ്റും. ദെൻ സ്റ്റാറ്റ്യൂട്ടറി ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ബൈ ഇൻസ്പെക്ടർ ത്രൂ ആൻ ഓർഡർ ഓഫ് ദ സെൻട്രൽ ഗവൺമെൻറ്. അപ്പോൾ സെൻട്രൽ ഗവൺമെൻറ് സെക്ഷൻ
210 ഓർഡർ പ്രകാരമാണ് എന്ത് ചെയ്യുക, ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ദെൻ സീരിയസ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ നടത്തും സെക്ഷൻ 212 പ്രകാരം. ദെൻ അതർ കേസ് വെച്ചാൽ 213 പ്രകാരമാണ് ചെയ്യുക. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഓണർഷിപ്പ് ഓഫ് എ കമ്പനി, ഒരു കമ്പനീൻ്റെ ഓണർഷിപ്പിന് വേണ്ടി ഇൻവെസ്റ്റിഗേഷൻ നടത്തുന്നതാണ് സെക്ഷൻ 216 പ്രകാരം. ദെൻ നോൺ സ്റ്റാറ്റ്യൂട്ടറി ഇൻവെസ്റ്റിഗേഷൻ ആണ് ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് എ കമ്പനീസ് ഇൻകമിംഗ് പാർട്ണർ. അപ്പോൾ ഒരു കമ്പനീൻ്റെ ഇൻകമിംഗ് പാർട്ണറിൻ്റെ ബിഹാഫിൽ നമ്മൾ ചെയ്യുന്നതാണ് എന്ത്, ഈ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ഇൻവെസ്റ്റിഗേഷൻ. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഫോർ വാല്യൂഷൻ ഓഫ് ഷെയർസ് ഇൻ പ്രൈവറ്റ് കമ്പനി. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനീൻ്റെ വാല്യൂഷൻ ഷെയർ വാല്യൂ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഈ ഒരു നോൺ സ്റ്റാറ്റ്യൂട്ടറി ഇൻവെസ്റ്റിഗേഷൻ നടത്തും. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ബിഹാഫ് ഓഫ് ബാങ്ക്, ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ ആൻഡ് അഡ്വാൻസിങ് ലോൺ, ഇത് നമ്മളെന്താണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫ്രോഡ് നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്. ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ഫോർ റിവ്യൂയിങ് പ്രോഫിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ്, പ്രോഫിറ്റും ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് ഒക്കെ റിവ്യൂ ചെയ്യാൻ നമ്മൾ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേഷൻ നടത്തും. അതും എന്താണ്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ആണ്. ദെൻ അപ്പം നമ്മളെന്താണ്, ഒരു ബിസിനസ്സിൻ്റെ അഫെയർ നമ്മൾ നോക്കി. അപ്പോൾ എന്താണെങ്കിലും സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്, നോൺ സ്റ്റാറ്റ്യൂട്ടറി ഉണ്ട്. ഇനി അടുത്ത് നോക്കുന്നത് വെച്ചാൽ ഇൻകമിംഗ് പാർട്ണർ നമ്മൾ നടന്ന ഇൻവെസ്റ്റിഗേഷൻ ആണ് നോക്കുന്നത്. സോ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമിംഗ് പാർട്ണർ. സോ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ഇൻകമിംഗ് പാർട്ണർ, ദ ഒബ്ജക്റ്റീവ് ഈസ് ടു അസസ് വെദർ ദ ടേംസ് ഓഫേർഡ് ടു എ ന്യൂ പാർട്ണേഴ്സ് ആർ ഫെയർ ആൻഡ് ബെനിഫിഷ്യൽ. അപ്പോൾ എന്താണ്, ഒരു പുതിയ പാർട്ണർ നമ്മൾ ഓഫർ ചെയ്തിട്ടുള്ള കാര്യങ്ങൾ, ഷെയറും എന്താ പറയുക ഗുഡ് ഓഫർ ചെയ്തിട്ടുള്ളത് എന്താണ്, അത് ഫെയറും ബെനിഫിഷ്യലും ആണോ, പുതിയ പാർട്ണർ ബെനിഫിഷ്യൽ ആണോ എന്ന് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നത്, ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ഇൻകമിംഗ് പാർട്ണർ ചെയ്യുന്നത്. അവരാണ് നമ്മൾ അപ്പോയിൻറ്റ് ചെയ്യുക. സോ കൺസിഡറിങ് ബിസിനസ് കണ്ടീഷൻ ആൻഡ് റിസ്ക്, ബിസിനസ് കണ്ടീഷനും റിസ്ക്കും കൺസിഡർ ചെയ്തിട്ടാണ് ഇത് ചെയ്യുക. ദെൻ സ്റ്റഡി ദ ഫേംസ് ഹിസ്റ്ററി, പ്രോഫിറ്റബിലിറ്റി ആൻഡ് ക്യാപിറ്റൽ സ്ട്രക്ചർ. അപ്പോൾ എന്തൊക്കെയാണ് സ്റ്റഡി ചെയ്യുക, ഫേമിൻ്റെ ഹിസ്റ്ററി, പ്രോഫിറ്റബിലിറ്റി, ക്യാപിറ്റൽ സ്ട്രക്ചർ സ്റ്റഡി ചെയ്യും. ദെൻ റിവ്യൂ പാർട്ണർഷിപ്പ് ഡീഡ്, പ്രോഫിറ്റ് ഷെയറിംഗ് ടേംസ് ആൻഡ് ഗുഡ് വിൽ വാല്യൂഷൻ. അപ്പോൾ പാർട്ണർഷിപ്പ് ഡീഡും പ്രോഫിറ്റ് ഷെയറിംഗ് ടേംസും ഗുഡ് വിൽ വാല്യൂഷനൊക്കെ റിവ്യൂ ചെയ്യും. ആൻഡ് അസസ് ഫിനാൻഷ്യൽ ഹെൽത്ത്, ലയബിലിറ്റി ആൻഡ് പെൻഡിങ് ടാക്സ് ഒബ്ലിഗേഷൻ. അപ്പോൾ ഫിനാൻഷ്യൽ ഹെൽത്ത്, ലയബിലിറ്റി, അതേമാതിരി തന്നെ എന്തെങ്കിലും ടാക്സ് ഒബ്ലിഗേഷൻ ഉണ്ടോ, പെൻഡിങ് ആയിട്ട് കിടക്കുന്നുണ്ടോ, അതൊക്കെ അസസ് ചെയ്യും. ദെൻ ഇവാലുവേറ്റ് ബിസിനസ് സസ്റ്റൈനബിലിറ്റി, കസ്റ്റമർ ബേസ് ആൻഡ് ഫിനാൻഷ്യൽ കമ്മിറ്റ്മെൻറ്റ്, അത് ഇവാലുവേറ്റ് ചെയ്യും. ആൻഡ് എക്സാമിൻ ദ ഇമ്പാക്ട് ഓഫ് ലോൺ, എംപ്ലോയി കോൺട്രാക്ട് ആൻഡ് ഗുഡ് വിൽ ഓഫ് എക്സിസ്റ്റിംഗ് പാർട്ണർ. അപ്പോൾ എക്സിസ്റ്റിംഗ് പാർട്ണറിൻ്റെ ഗുഡ് വില്ല്, എംപ്ലോയി കോൺട്രാക്ട്, അതേമാതിരി തന്നെ എന്തെങ്കിലും ലോണിൻ്റെ ഇമ്പാക്ട് ഉണ്ടെങ്കിൽ അതൊക്കെ എന്ത് ചെയ്യും, ഇൻവെസ്റ്റിഗേറ്റർ എക്സാമിൻ ചെയ്യും. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഫോർ വാല്യൂഷൻ ഓഫ് ഷെയർസ് ഇൻ പ്രൈവറ്റ് കമ്പനി. അപ്പോൾ എന്താണ്, ഒരു പ്രൈവറ്റ് കമ്പനീൻ്റെ ഷെയർ വാല്യൂ ചെയ്യാം. ഷെയർസ് ഇൻ പ്രൈവറ്റ് കമ്പനി ലാക്ക് ഫ്രീ മാർക്കറ്റ്. അപ്പോൾ ഒരു പ്രൈവറ്റ് കമ്പനീൻ്റെ ഷെയർ എന്താണ്, ഫ്രീ മാർക്കറ്റ് അയക്കില്ല, റിക്വയർസ് അൾട്ടർനേറ്റീവ് വാല്യൂഷൻ മെത്തേഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ഒരു മാർക്കറ്റ് ഫ്രീ മാർക്കറ്റ് ഇല്ലാത്തതുകൊണ്ട് തന്നെ നമ്മളൊരു അൾട്ടർനേറ്റീവ് ആയിട്ട് വാല്യൂഷൻ മെത്തേഡാണ് യൂസ് ചെയ്യുക. സോ വാല്യൂഷൻ മെത്തേഡ് ഏതൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് നെറ്റ് വർത്ത് ബേസിസും ഒന്ന് ഈൽഡ് ബേസും ആണുള്ളത്. നെറ്റ് വർത്ത് ബേസ് എന്ന് വെച്ചാൽ കാൽക്കുലേറ്റ് പെർ ഷെയർ വാല്യൂ കാൽക്കുലേറ്റ് ചെയ്യും ബേസ്ഡ് ഓൺ അസറ്റ്, ലയബിലിറ്റി ആൻഡ് ഗുഡ് വിൽ. അപ്പോൾ അസറ്റിൻ്റെയും ലയബിലിറ്റിൻ്റെയും ഗുഡ് വില്ലിൻ്റെയും ബേസിൽ നമ്മൾ എന്ത് ചെയ്യും, ഒരു പെർ ഷെയർ വാല്യൂ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യും. പിന്നെ ഈൽഡ് ബേസ് ആണ്. ഈൽഡ് ബേസ് എന്ന് വെച്ചാൽ ഡിറ്റർമൈൻ വാല്യൂ ബേസ്ഡ് ഓൺ എക്സ്പെക്റ്റഡ് ഫ്യൂച്ചർ ഡിവിഡൻറ്റിൻ്റെ ബേസിലേക്ക് നമ്മളിത് ഡിറ്റർമൈൻ ചെയ്യാം. ആൻഡ് ഇൻവെസ്റ്റർ എക്സ്പെക്റ്റേഷൻസ്. ദെൻ കീ കൺസിഡറേഷൻസ്. ഇതിൻ്റെ കീ കൺസിഡറേഷൻസ് എന്തൊക്കെയാണെന്ന് വെച്ചാൽ അഡ്ജസ്റ്റ് അസറ്റ് വാല്യൂ ടു റിഫ്ലക്ട് കറൻറ്റ് ബിസിനസ് കണ്ടീഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, അസറ്റ് വാല്യൂ അഡ്ജസ്റ്റ് ചെയ്യണം ടു റിഫ്ലക്ട് കറൻറ്റ് ബിസിനസ് കണ്ടീഷൻസ് റിഫ്ലക്ട് ചെയ്യുന്ന രീതിയിൽ. ദെൻ കൺസിഡർ ഗുഡ് വിൽ, സൂപ്പർ പ്രോഫിറ്റ് ആൻഡ് ഫ്യൂച്ചർ എക്കണോമിക് ഇമ്പാക്റ്റ്. അപ്പോൾ ഗുഡ് വില്ലും സൂപ്പർ പ്രോഫിറ്റും ഫ്യൂച്ചർ എക്കണോമിക് ഇമ്പാക്റ്റ് നമ്മൾ കൺസിഡർ ചെയ്യണം. ദെൻ അനലൈസ് ഡിവിഡൻഡ് പോളിസീസ് അനലൈസ് ചെയ്യണം. ആൻഡ് കമ്പനി പ്രോഫിറ്റബിലിറ്റി ട്രെൻഡ്, അതേമാതിരി തന്നെ കമ്പനീൻ്റെ പ്രോഫിറ്റബിലിറ്റി ട്രെൻഡും എന്ത് ചെയ്യണം, നമ്മൾ അനലൈസ് ചെയ്യണം. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓൺ ബിഹാഫ് ഓഫ് ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ പ്രോസസ്സിംഗ് എ ലോൺ. ഒരു ലോൺ പ്രോസസ് ചെയ്യാൻ വേണ്ടി നമ്മളെ ഒരു ബാങ്കോ അല്ലെങ്കിൽ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷനോ നമ്മൾ നിയമിച്ച് എന്തിനു വേണ്ടിയിട്ട്, ഇൻവെസ്റ്റിഗേഷൻ നടത്താൻ വേണ്ടി. അപ്പോൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടത് വെച്ചാൽ ദ ബാങ്ക് എയിംസ് ടു അസസ് ദ പർപ്പസ്, റീപേയ്മെൻറ്റ് കേപ്പബിലിറ്റി ആൻഡ് സെക്യൂരിറ്റി ഓഫേർഡ് ഫോർ ദ ലോൺ. ഈ കാര്യങ്ങളൊക്കെയാണ് നമുക്ക് അസസ് ചെയ്യേണ്ടത്. ഒരു ബാങ്ക് നമ്മൾ അപ്പോയിൻ്റ് ചെയ്യണം. എന്തൊക്കെ, ഒന്ന് റീപേയ്മെൻറ്റ് കേപ്പബിലിറ്റി, പിന്നെ സെക്യൂരിറ്റി ഓഫേർഡ്, ലോണിന് വേണ്ടി ഓഫർ ചെയ്ത സെക്യൂരിറ്റി, ആ കാര്യങ്ങളൊക്കെ. സോ കീ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യണം. അപ്പോൾ എന്തൊക്കെയാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ടത്, പർപ്പസ് ഓഫ് ലോണിൻ്റെ പർപ്പസ് എന്താണ്, ആൻഡ് ഇറ്റ്സ് ഇൻറ്റൻഡഡ് യൂട്ടിലൈസേഷൻ, എന്തിനാണ് ഇത് യൂസ് ചെയ്യാൻ പോകുന്നത് എന്നുള്ള കാര്യം നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ദെൻ റീപേയ്മെൻറ്റ് ഷെഡ്യൂൾ നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം ആൻഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ദെൻ അസംഷൻസ് ഓൺ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ, അതേപോലെ തന്നെ ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോൻ്റെ അസംഷൻസ് നമ്മൾ എന്ത് ചെയ്യണം, കൺസിഡർ ചെയ്യണം. ദെൻ ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ് ആൻഡ് ക്രെഡിബിലിറ്റി ഓഫ് ദ കമ്പനി മാനേജ്മെൻറ്റ്. അപ്പോൾ കമ്പനി മാനേജ്മെൻറ്റിൻ്റെ ഫിനാൻഷ്യൽ ക്രെഡിബിലിറ്റിയും അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ സ്റ്റാൻഡിങ്ങും നമ്മൾ എന്ത് ചെയ്യണം, നോക്കണം, ചെക്ക് ചെയ്യണം. ദെൻ കമ്പനീൻ്റെ ഹിസ്റ്ററി, എക്കണോമിക് സ്റ്റെബിലിറ്റി ആൻഡ് പാസ്റ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ്. അപ്പോൾ ഹിസ്റ്ററിയും എക്കണോമിക് സ്റ്റെബിലിറ്റിയും പാസ്റ്റ് ഫിനാൻഷ്യൽ പെർഫോമൻസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്യണം,
കൺസിഡർ ചെയ്യണം വെൻ വി ആർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഓൺ ബിഹാഫ് ഓഫ് ബാങ്ക് ഓർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ. ദെൻ ഫിനാൻഷ്യൽ അനാലിസിസ് ആണ്. റിവ്യൂ പ്രോഫിറ്റ് ട്രെൻഡ് ഓവർ 5 years. അപ്പോൾ 5 കൊല്ലത്തെ പ്രോഫിറ്റ് ട്രെൻഡ് നമ്മൾ റിവ്യൂ ചെയ്യണം. ദെൻ അസസ് കീ ഫിനാൻഷ്യൽ റേഷ്യോസ് നമ്മൾ അസസ് ചെയ്യണം, ലൈക്ക് ഇൻവെൻട്രി ടേൺ ഓവർ, റിട്ടേൺ ഓൺ ക്യാപിറ്റലൊക്കെ. ദെൻ വെരിഫൈ ദ വാല്യൂ ഓഫ് അസറ്റ്സ് ആൻഡ് ലയബിലിറ്റി. അസറ്റ്സിൻ്റെയും ലയബിലിറ്റീസിൻ്റെയും വാല്യൂ നമ്മൾ വെരിഫൈ ചെയ്യണം. ആൻഡ് സ്ക്രൂട്ടനൈസ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്സ് ആൻഡ് ഇൻവെൻട്രി വാല്യൂഷൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഇൻവെസ്റ്റ്മെൻറ്റ്, ഔട്ട്സ്റ്റാൻഡിങ് ഡെറ്റ്സ് ആൻഡ് ഇൻവെൻട്രി വാല്യൂഷനൊക്കെ നമ്മൾ സ്ക്രൂട്ടനി ചെയ്യണം. സോ അതാണ് ദ ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്റ്റഡ് ബൈ ചാർട്ടേഡ് അക്കൗണ്ടൻറ്റ്. ഇനി അടുത്താണെന്ത്? ഫ്രോഡ് ക്ലാസിഫിക്കേഷൻ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. സോ ഫ്രോഡ് ക്ലാസിഫിക്കേഷൻ. അപ്പോൾ ടൈപ്സ് ഓഫ് ഫ്രോഡ്, എന്തൊക്കെ ടൈപ്പ് ഫ്രോഡാണുള്ളത്? ഫ്രോഡ് ഫോർ പേഴ്സണൽ ഗെയിനിന് വേണ്ടി ഉണ്ടാക്കുന്ന ഫ്രോഡ്. അതെന്തൊക്കെയാണ് വരിക? ബ്രൈബറി വരും. എന്ന് വെച്ചാൽ ബ്രൈബറി ഇൻവോൾവ്സ് ഓഫറിംഗ് മണി, ഗിഫ്റ്റ് ആൻഡ് ഓർ ഫേവർ ഫോർ എൻ ഇല്ലീഗൽ ഓർ ഡിഷോണസ്റ്റ് ആക്ഷൻ. അപ്പോൾ ഒരു ഡിഷോണസ്റ്റോ അല്ലെങ്കിൽ ഇല്ലീഗലോ ആക്ഷന് വേണ്ടി നമുക്ക് എന്തൊരു ഗിഫ്റ്റോ പൈസയോ ഒക്കെ തരുന്നതാണ് ഇത് ബ്രൈബറി. കൈക്കൂലി കൊടുക്കുക. ഇറ്റ് ക്യാൻ ബി കോൺട്രാക്ട് പ്രൊക്യൂർമെൻറ്റ് ഫ്രോഡ്. കോൺട്രാക്ട് അല്ലെങ്കിൽ പ്രൊക്യൂർമെൻറ്റ് ഫ്രോഡ് ആവാം. എന്ന് വെച്ചാൽ ഔട്ട് ഓഫ് ബുക്ക് ട്രാൻസാക്ഷൻ അങ്ങനെയാവാം. അല്ലെങ്കിൽ ഒഫീഷ്യൽ ബ്രൈബറി ആവാം. എന്ന് വെച്ചാൽ ഇൻവോൾവ് പബ്ലിക് ഒഫീഷ്യൽ. നമ്മളൊരു പബ്ലിക് ഒഫീഷ്യൽസിന് നമ്മൾ കൈക്കൂലി കൊടുക്കുക, ഈ ഗവൺമെൻറ് സ്റ്റാഫിന്. അല്ലെങ്കിൽ ലീഡിങ് ടു ക്രിമിനൽ പ്രോസിക്യൂഷൻ ഫോർ ദ കമ്പനി. അല്ലെങ്കിൽ കൊമേഴ്ഷ്യൽ ബ്രൈബറി ആണെന്ന് വെച്ചിട്ട് ഫേവർ ടു വെൻഡേഴ്സിന് ഫേവർ എന്ന രീതിയിൽ നമ്മളൊരു കൊമേഴ്ഷ്യൽ ബ്രൈബറി കൊടുക്കുക. സോ ഒരു പേഴ്സണൽ ഗെയിനിന് വേണ്ടി നടത്തുന്ന ഫ്രോഡ്. ദെൻ കോർപ്പറേറ്റ് ഫ്രോഡ് ഓർ ഇറഗുലാരിറ്റീസ്. കോർപ്പറേറ്റ് ഫ്രോഡ് അല്ലെങ്കിൽ ഇറഗുലാരിറ്റീസ് എന്തൊക്കെയാണ് വരിക? അതിൽ അഡ്വാൻസ് ബില്ലിംഗ് വരും, ഷെൽ അല്ലെങ്കിൽ ഡമ്മി കമ്പനി സ്കീം വരും, പിന്നെ മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് വരും. സോ അഡ്വാൻസ് ബില്ലിംഗ് എന്ന് വെച്ചാൽ ഫിക്റ്റീഷ്യസ് സെയിൽസ് റെക്കോർഡ് ബിഫോർ ആക്ച്വൽ സെയിൽ. ആക്ച്വൽ സെയിൽ നടക്കുന്നതിന് മുമ്പ് നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫിക്റ്റീഷ്യസ് സെയിൽ റെക്കോർഡ് നമ്മൾ ഉണ്ടാക്കുക ടു മാനിപ്പുലേറ്റ് റവന്യൂ ആൻഡ് മിസ്ലീഡ് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. അപ്പോൾ റവന്യൂ മാനിപ്പുലേറ്റ് ചെയ്യാനും അതേപോലെ തന്നെ സ്റ്റേക്ക് ഹോൾഡേഴ്സിനെ മിസ്ലീഡ് ചെയ്യാനും വേണ്ടിയാണ് ഇത് ചെയ്യുന്നത്. ഫ്രോഡ് ആൻഡ് ബോറോയിങ് ഡിസ്കസ്ഡ് ആസ് കസ്റ്റമർ അഡ്വാൻസ്. ഒരു ഫ്രോഡിലായിട്ട് നമ്മൾ ഒരു ബോറോയിങ് നടത്തിയത് എന്ത് ചെയ്യുക? കസ്റ്റമറിൽ നിന്നും അഡ്വാൻസ് കിട്ടിയ മാതിരി കാണിക്കുക. ഇതൊക്കെ എന്താണ്? ഇതിൻ്റെ എക്സാമ്പിളാണ്. ദെൻ ഷെൽ ഓർ ഡമ്മി എക്സാമ്പിൾ സ്കീം എന്ന് വെച്ചാൽ യൂസ് ഓഫ് ഫിക്റ്റീഷ്യസ് കമ്പനി. ഒരു ഫിക്റ്റീഷ്യസ് കമ്പനി എന്ന് വെച്ചാൽ ഇല്ലാത്തൊരു കമ്പനി നമ്മൾ യൂസ് ചെയ്തിട്ട് എന്താ ചെയ്യുക? ഫണ്ട് ഡൈവേഴ്സ് ചെയ്യുക ത്രൂ ഫോൾസ് വെൻഡർ ട്രാൻസാക്ഷൻ ആൻഡ് കൺസൾട്ടൻസി ചാർജ്. അപ്പോൾ ഒരു അതിനൊരു വെണ്ടർ ആക്കിയിട്ട് അവർക്ക് പൈസ കൊടുക്കുന്ന രാജ്യം ഒരു കൺസൾട്ടേഷൻ ചാർജൊക്കെ എന്താണ് ആ ഒരു കമ്പനീൻ്റെ മുകളിൽ ഇട്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുക? നമ്മൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുക. ദെൻ മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് എന്ന് വെച്ചാൽ കള്ളപ്പണം. ഡിഫൈൻ അണ്ടർ പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002. അപ്പോൾ ഈ ഒരു മണി ലോണ്ടറിങ് ആക്ടിവിറ്റീസ് എന്താണ്? പ്രിവെൻഷൻ ഓഫ് മണി ലോണ്ടറിങ് ആക്ട് 2002 എന്ത് ചെയ്യുന്നുണ്ട്? ഡിഫൈൻ ചെയ്യുന്നുണ്ട്. ഇറ്റ് ഇൻവോൾവ്സ് കൺവേർട്ടിങ് ഇല്ലീഗൽ മണി ഇൻ ടു ബാങ്കിങ് സിസ്റ്റം. കള്ളപ്പണം വെളുപ്പിക്കുക. ഇതാണ് ഇല്ലീഗൽ മണി നമ്മൾ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് കാണിച്ചിട്ട് ആൻഡ് വീക്ക് ബാങ്കിങ് കൺട്രോൾ. അതേപോലെ തന്നെ ത്രൂ ഒരു വീക്കായിട്ടുള്ള ബാങ്കിങ് കൺട്രോൾ കാരണം നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഇല്ലീഗൽ മണി നമ്മൾ ബാങ്കിങ് സിസ്റ്റത്തിലേക്ക് ഇട്ടിട്ട് എന്ത് ചെയ്യുക? അതിനെ ക്ലീൻ ആക്കി എടുക്കുക. ദെൻ ഫ്രോഡ് അറ്റ് ഓപ്പറേഷൻ ലെവൽ എംപ്ലോയി. എന്ന് വെച്ചാൽ ഇതിന് താഴെ നിൽക്കുന്ന എംപ്ലോയീസ്. ടാമ്പറിങ് ഓഫ് ചെക്സ് ആൻഡ് ഡ്രാഫ്റ്റ് ഓൺലൈൻ പേയ്മെൻറ്റ് എന്ന് പറഞ്ഞിട്ട് ചെക്ക്, ഡ്രാഫ്റ്റ്, ഓൺലൈൻ പേയ്മെൻറ്റ്സ് ഒക്കെ എന്താണ്? ടാമ്പർ ചെയ്യുക. എന്ന് വെച്ചാൽ അൾട്ടറിങ് നെയിംസ്. ആ പേയിൻ്റെ നെയിം അൾട്ടർ ചെയ്യുക. അൺഓതറൈസ്ഡ് ATM ട്രാൻസാക്ഷൻ നടത്തുക. അതേപോലെ തന്നെ മിസ് അലോക്കേറ്റിംഗ് പേയ്മെൻറ്റ് ട്രാൻസാക്ഷനൊക്കെ ചെയ്യുക. ദെൻ ഓഫ് ബുക്ക് ഫ്രോഡ്. ബുക്കിലില്ലാത്ത ഫ്രോഡ് എന്ന് വെച്ചാൽ ക്യാഷ് മിസ് അപ്രോപ്രിയേറ്റഡ് ബിഫോർ റെക്കോർഡിംഗ് ഇൻ ബുക്സ്. അപ്പോൾ ബുക്സിൽ റെക്കോർഡ് ചെയ്യുന്നതിന് മുമ്പ് എന്ത് ചെയ്യുക? ക്യാഷ് മിസ് അപ്രോപ്രിയേറ്റ് ചെയ്യുക. ഓഫൺ ഇൻ ബിസിനസ് വിത്ത് എക്സ്റ്റെൻസീവ് ക്യാഷ് ഡീലിംഗ്. ഓക്കെ. ദെൻ എന്താണ് ക്യാഷ് മിസ് അപ്രോപ്രിയേഷൻ എന്ന് വെച്ചാൽ ഒക്യൂർ ഓഫ്റ്റൻ അക്കൗണ്ടിങ് എൻട്രീസ് ആർ പാസ്ഡ്. അപ്പോൾ അക്കൗണ്ടിങ് എൻട്രീസ് പാസ് ചെയ്യുമ്പോഴേക്കും എന്തുണ്ടാവുക? അത് സാധാരണ നടക്കുക. ഐഡൻറ്റിഫൈ ത്രൂ ക്യാഷ് ഷോർട്ടേജ് ആൻഡ് സർപ്രൈസ് ടെക്ക്. അപ്പോൾ ക്യാഷ് ഷോർട്ടേജോ അല്ലെങ്കിൽ സർപ്രൈസ് ടെക്ക് ഒക്കെ നടത്തിയിട്ട് വേണം നമ്മൾ എന്ത് ചെയ്യാൻ? ഇത് ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റുള്ളൂ. ദെൻ ടീമിംഗ് ആൻഡ് ലീഡിങ് എന്ന് വെച്ചാൽ ഓവർലാപ്പിംഗ് കളക്ഷൻ ഫ്രം ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സ് ഡൈവേർട്ടിംഗ് ഫണ്ട്സ് ഫോർ പേഴ്സണൽ ഗെയിൻ. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഡിഫറെൻറ്റ് കസ്റ്റമേഴ്സിൻ്റെ അടുത്ത് കിട്ടിയിട്ടുള്ള കളക്ഷൻസ് നമ്മൾ ഓവർലാപ്പ് ചെയ്യുക, എന്നിട്ട് ഫണ്ട്സും ഡൈവേർട്ട് ചെയ്യുക. എന്തിന്? പേഴ്സണൽ ഗെയിനിന് വേണ്ടിയിട്ട്. സോ ഡിറ്റക്റ്റഡ് ത്രൂ എ കസ്റ്റമർ അക്കൗണ്ട് റീകൺസലേഷൻ. അപ്പോൾ കസ്റ്റമർ അക്കൗണ്ട്സ് റീകൺസൽ ചെയ്താലാണ് ഇത് ഡിറ്റക്ട് ചെയ്യാൻ പറ്റുക. ദെൻ ഫ്രോഡുലന്റ് ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ സബ്മിഷൻ ഓഫ് ഫോൾസ് ഇൻവോയ്സ്, ഇൻഫ്ലേറ്റിംഗ് റീഫണ്ട് ആൻഡ് മിസ് അലോക്കേറ്റിംഗ് എക്സ്പെൻസ് റീഇംബേഴ്സ്മെൻറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക? ഫ്രോഡുലന്റ് ഡിസ്ബേഴ്സ്മെൻറ്റ് എന്ന് വെച്ചാൽ ഒരു ഫോൾസ് ആയിട്ടുള്ള ഇൻവോയ്സസ് നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ട് എന്ത് ചെയ്യുക? ഫണ്ട് ഇൻഫ്ലേറ്റ് ചെയ്യുക ആൻഡ് മിസ് അലോക്കേറ്റ് ചെയ്യുക എക്സ്പെൻസ് ഒക്കെ. ദെൻ പേറോൾ ഫ്രോഡ്.
പേയ്മെൻറ്റ് ടു നോൺ എക്സിസ്റ്റൻറ്റ് എംപ്ലോയീസ്, ഇല്ലാത്തൊരു എംപ്ലോയീസിന് എന്ത് കൊടുക്കുക, സാലറി കൊടുക്കുക. ആൻഡ് ഇൻഫ്ലേറ്റിംഗ് മാൻ പവർ ഇൻഫ്ലേറ്റ് ചെയ്യുക, എന്ന് വെച്ചാൽ കൂട്ടി കാണിക്കുക. ആൻഡ് കോസ്റ്റ് ഇൻ കോൺട്രാക്റ്റൽ അറേഞ്ച്മെൻറ്റ്. ദെൻ കമ്മീഷൻ സ്കീം എന്ന് വെച്ചാൽ സെയിൽ അഗ്രിഗേഷൻ ത്രൂ ഫിക്റ്റീഷ്യസ് ബില്ലിംഗ്, സെയിൽ എന്നൊക്കെ കൂട്ടി കാണിക്കുക എന്ത്, ഫിക്റ്റീഷ്യസ് ബില്ല് വെച്ചിട്ട്. ഓർ പ്രൈസ് മാനിപ്പുലേഷൻ ഫോർ ഹയർ കമ്മീഷൻസ്. ദെൻ പ്രൊസീജിയേഴ്സ് ഫോർ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫ്രോഡ്. അപ്പോൾ ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാനുള്ള പ്രൊസീജിയേഴ്സ് എന്തൊക്കെയാണ്? സ്റ്റെപ്സ് ഫോർ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫ്രോഡ് എന്ന് വെച്ചാൽ അസർട്ടൈൻ ഡ്യൂട്ടീസ് ഓഫ് സസ്പെക്റ്റഡ് എംപ്ലോയീസ്. അപ്പോൾ നമ്മൾ സംശയിക്കുന്ന എംപ്ലോയീസിന് എന്താണ് ഡ്യൂട്ടീസ് നമ്മൾ അസർട്ടൈൻ ചെയ്യുക. ആൻഡ് സ്റ്റഡി ദ ഫിനാൻഷ്യൽ ആൻഡ് അക്കൗണ്ടിങ് സ്ട്രക്ചർ. അപ്പോൾ ഫിനാൻഷ്യലും അക്കൗണ്ടിങ് സ്ട്രക്ചറും എന്തായാലും സ്റ്റഡി ചെയ്യുക. ആൻഡ് എക്സാമിൻ ഇൻറ്റേർണൽ കൺട്രോൾ വീക്ക്നെസ്. ഇൻറ്റേർണൽ കൺട്രോൾ എന്തെങ്കിലും വീക്ക്നെസ് ഉണ്ടോ എന്നുള്ള കാര്യം എന്താണ് നമ്മൾ എക്സാമിൻ ചെയ്യണം. ദെൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് ഏരിയാസ് വിത്ത് എക്സസീവ് ഇൻഡിവിജ്വൽ കൺട്രോൾ. അപ്പോൾ കൂടുതൽ ഇൻഡിവിജ്വൽ കൺട്രോളുള്ള ഏരിയാസ് നമ്മൾ എന്ത് ചെയ്യണം, ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ദെൻ കോമൺ ഫ്രോഡ് സിനാരിയോസ് ആൻഡ് ഇൻവെസ്റ്റിഗേറ്റിംഗ്. അപ്പോൾ കോമൺ ഫ്രോഡ് സിനാരിയോസും അതിൻ്റെ ഇൻവെസ്റ്റിഗേറ്റിംഗ് ആണ് നമ്മൾ നോക്കുന്നത്. ഫസ്റ്റ് എന്താണ്, ക്യാഷ് റെസീറ്റ് ഫ്രോഡാണ് ഫസ്റ്റ് വൺ. എന്ന് വെച്ചാൽ കോമൺ മെത്തേഡ് ഇൻക്ലൂഡ് ഫോൾസിഫൈങ് റെസീറ്റ്സ് എന്താണ്, കള്ള റെസീറ്റ്സ് ഉണ്ടാക്കുക. അതാണ് എന്ത്, ക്യാഷ് റെസീറ്റ് ഫ്രോഡിൻ്റെ മെയിൻ ഉദ്ദേശം. അണ്ടർ റെക്കോർഡിംഗ് എമൗണ്ട് ഓർ മിസ് അലോക്കേറ്റിംഗ് ഫണ്ട്സ്. ആൻഡ് വെരിഫിക്കേഷൻ മെത്തേഡ്, ഇത് വെരിഫൈ ഉള്ള മെത്തേഡ് എന്താ വെച്ചാൽ റിവ്യൂ ഇൻകം സോഴ്സ്. ഇപ്പോൾ ഇൻകം സോഴ്സ് റിവ്യൂ ചെയ്യുക. ആൻഡ് ബാങ്ക് ഡെപ്പോസിറ്റ് സ്ലിപ്പ് നമ്മൾ റിവ്യൂ ചെയ്യുക. ആൻഡ് റെൻ്റൽ രജിസ്റ്റർ, അതേപോലെ തന്നെ സെയിൽസ് സമ്മറീസ് ഒക്കെ നമ്മൾ റിവ്യൂ ചെയ്യുകയാണെങ്കിൽ നമുക്ക് എന്താണ് ക്യാഷ് റെസീറ്റ്സ് ഫ്രോഡ് നമുക്ക് വെരിഫിക്കേഷൻ കണ്ടുപിടിക്കാൻ പറ്റും. ദെൻ ഇൻഫ്ലേറ്റിംഗ് ക്യാഷ് പേയ്മെൻറ്റ്സ് ഇൻഫ്ലേറ്റ് ചെയ്യുക. ലൈക്ക് ഫ്രോഡുലൻറ്റ് പേയ്മെൻറ്റ്സ് മെയ്ഡ് ത്രൂ ഡ്യൂപ്ലിക്കേറ്റ് ഇൻവോയ്സ്. അപ്പോൾ ഫ്രോഡുലൻറ്റ് പേയ്മെൻറ്റ്സ് നടത്തുക എന്തിലൂടെ, ഡ്യൂപ്ലിക്കേറ്റ്സ് ഇൻവോയ്സിലൂടെ. ആൻഡ് ഫോൾസിഫൈഡ് എക്സ്പെൻസ് എന്താണ്, കള്ള എക്സ്പെൻസുകൾ കാണിക്കുക. ഓർ ഫേക്ക് വേജ് ഷീറ്റ് ഒക്കെ നമ്മൾ കാണിക്കുക. അങ്ങനെ എന്ത് ചെയ്യുക, ഒരു ക്യാഷ് പേയ്മെൻറ്റ് ഇൻഫ്ലേറ്റ് ചെയ്യുക, ഒന്ന് കൂട്ടി കാണിക്കുക. ദെൻ വെരിഫിക്കേഷൻ മെത്തേഡ് എന്താ വെച്ചാൽ സ്ക്രൂട്ടനൈസ് അക്നോളജ്മെൻറ്റ് റെസീറ്റ്. അപ്പോൾ അക്നോളജ്മെൻറ്റ് റെസീറ്റ്സ് എന്ത് ചെയ്യുക, സ്ക്രൂട്ടനൈസ് ചെയ്യുക. ആൻഡ് എക്സാമിൻ ബെയറർ ചെക്ക് എക്സാമിൻ ചെയ്യുക. ആൻഡ് കൺഫേം എംപ്ലോയി വേജസ് ഒക്കെ കൺഫേം ചെയ്യുക. ദെൻ ഫ്രോഡ് ത്രൂ സപ്ലയർ ലെഡ്ജറിലൂടെ ഫ്രോഡ് നടത്തുക. അതെങ്ങനെയാണ്, ഡ്യൂപ്ലിക്കേറ്റ് ഇൻവോയ്സ് ഡ്യൂപ്ലിക്കേറ്റ് ചെയ്യുക. സപ്രസ്ഡ് ക്രെഡിറ്റ് നോട്ടുകൾ എന്താണ് സപ്രസ് ചെയ്യുക. ആൻഡ് ഇൻഫ്ലേറ്റഡ് പർച്ചേസ് പ്രൈസ് ഒക്കെ ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാം, പർച്ചേസ് പ്രൈസ് കൂട്ടി കാണിക്കുക. അതൊക്കെ ചെയ്തിട്ട് സപ്ലയർ ലെഡ്ജർ നമുക്ക് ഫ്രോഡ് ആയിട്ട് കാണിക്കുക, അത് ഫ്രോഡ് ചെയ്യുക. ഇതിൻ്റെ വെരിഫിക്കേഷൻ മെത്തേഡ് എന്താ വെച്ചാൽ ക്രോസ് ചെക്ക് പർച്ചേസ് ജേണൽ വിത്ത് ഗുഡ്സ് റിസീവ്ഡ് റെക്കോർഡ്. അപ്പോൾ പർച്ചേസ് ജേണലും അതേമാതിരി തന്നെ ഗുഡ്സ് റിസീവ്ഡ് റെക്കോർഡും എന്ത് ചെയ്യുക, ക്രോസ് ചെക്ക് ചെയ്യുക. ആൻഡ് സപ്ലയർ സ്റ്റേറ്റ്മെൻറ്റും ക്രോസ് ചെക്ക് ചെയ്യുക. ദെൻ അടുത്ത ഫ്രോഡാണ് ഫ്രോഡ് ത്രൂ കസ്റ്റമർ ലെഡ്ജറിലൂടെ ഫ്രോഡ്. ഇത് സപ്ലയർ ലെഡ്ജറായിരുന്നു, ഇപ്പോൾ കസ്റ്റമർ ലെഡ്ജറിലാട്ടോ. അതെന്താ ചെയ്യുക, ടീമിംഗ് ആൻഡ് ലീഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരാളിൽ നിന്ന് കിട്ടി. ടീമിംഗ് ആൻഡ് ലീഡിംഗ് എന്ന് വെച്ചാൽ നമുക്ക് ഒരാളിൽ നിന്ന് പൈസ കിട്ടി, അത് നമ്മളാണ് ആൾ. ഇതാണ് ബിസിനസ്. അപ്പോൾ ഇയാളുടെ പേര് ബിസിനസ്സിലുണ്ട്. അപ്പോൾ നമ്മളിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ നമ്മൾ ഈ സാധനം നമ്മളെ പോക്കറ്റിലേക്കാക്കി. എന്നിട്ട് അടുത്ത കസ്റ്റമർ എന്താണ് പൈസ തന്നപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, അത് ഇയാളെ പേരിൽ നമ്മൾ ബുക്കിൽ റെക്കോർഡ് ചെയ്തു, ബിസിനസ്സിൽ റെക്കോർഡ് ചെയ്തു. അപ്പോൾ ഇയാളെ അക്കൗണ്ട് ക്ലോസ് ആയ മതിയായി, ഇയാൾക്ക് ഇപ്പോഴും പെൻഡിങ് ആയി കിടക്കുന്നതായി. അടുത്ത ആൾ പൈസ തരുമ്പോൾ എന്താണ് നമ്മൾ അത് ഇയാളെ മേത്തിട്ടാക്കുക, അയാൾക്ക് തന്നാൽ മതിയാക്കുക. അപ്പോൾ എന്താണ് ഇയാളെ ബുക്ക് ക്ലോസ് ആയി, ഇയാളെ പെൻഡിങ് ആയി കിടക്കുന്നത്, എന്നിട്ട് ബുക്കിൽ എൻ്റർ ചെയ്തു. സോ അങ്ങനെ പോവുക. ഇനീഷ്യലായിട്ട് തന്നാണ് പൈസ നമ്മളെ കയ്യിലുള്ളത്. സോ അതാണ് ടീമിംഗ് ആൻഡ് ലീഡിംഗ് എന്ന് ഉദ്ദേശിക്കുന്നത്. സോ ടീമിംഗ് ആൻഡ് ലീഡിംഗ് മിസ്അപ്രോപ്രിയേഷൻ ത്രൂ ഫോൾസ് അലവൻസ്. അപ്പോൾ ഫോൾസ് അലവൻസ് ഒക്കെ ത്രൂ എന്താണ് മിസ്അപ്രോപ്രിയേറ്റ് ചെയ്യുക. ആൻഡ് റോങ്ഫുൾ ക്രെഡിറ്റ് അലോക്കേഷൻ ഒക്കെ എന്താണ് കസ്റ്റമർ ലെഡ്ജർ ഫ്രോഡ് ചെയ്യാനുള്ള ഓരോ വഴികളാണ്. ഇതെങ്ങനെയാണ് വെരിഫൈ നടത്തുക വെച്ചാൽ കൺഫേം അക്കൗണ്ട്സ് വിത്ത് ഓർഡർ ബുക്ക് ആൻഡ് എക്സ്റ്റേണൽ കസ്റ്റമർ കൺഫർമേഷൻ. അപ്പോൾ എക്സ്റ്റേണൽ കസ്റ്റമർ കൺഫർമേഷനും ഓർഡർ ബുക്കൊക്കെ എന്താണ് കൺഫേം ചെയ്തിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ഒരു ഫ്രോഡ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റും. ഓക്കെ. ദെൻ ഇൻഡിക്കേറ്റേഴ്സ് ഓഫ് ഫ്രോഡ്. അപ്പോൾ ഫ്രോഡിൻ്റെ ഇൻഡിക്കേറ്റേഴ്സ് എന്തൊക്കെയാണ്? ഫസ്റ്റ് സൈൻസ് ഓഫ് പോസിബിൾ ഫ്രോഡ്. അപ്പോൾ പോസിബിളായിട്ടുള്ള ഫ്രോഡിൻ്റെ സൈനുകൾ എന്തൊക്കെയാണ്? ഫസ്റ്റ് ഡിസ്ക്രിപ്പൻസീസ് ഇൻ അക്കൗണ്ടിങ് റെക്കോർഡ് നിങ്ങൾ ഡിസ്ക്രിപ്പൻസി എന്തെങ്കിലും വ്യത്യാസം കാണുകയാണെങ്കിൽ എന്താണ്, അതൊരു ഫ്രോഡിൻ്റെ സൈനാണ്. എറേഴ്സ് ഇൻ റെക്കോർഡിംഗ് എമൗണ്ട് ഓർ മിസ് ക്ലാസിഫിക്കേഷൻ, ഡിലേ ഇൻ റെക്കോർഡിംഗ് ട്രാൻസാക്ഷൻ. അപ്പോൾ എന്താണ് എമൗണ്ട് റെക്കോർഡ് ചെയ്തതിൽ എന്തെങ്കിലും എററോ അല്ലെങ്കിൽ മിസ് ക്ലാസിഫിക്കേഷൻ നടത്തിയതോ അല്ലെങ്കിൽ ഒരു ട്രാൻസാക്ഷൻ റെക്കോർഡ് ചെയ്യാൻ എന്താണ് ഡിലേ ആവുക, ഇതൊക്കെ ഒരു ഫ്രോഡിൻ്റെ ഒരു പോസിബിൾ സൈൻസ് ആണ്. ദെൻ കോൺഫ്ലിക്റ്റിംഗ് ഓർ മിസ്സിങ് എവിഡൻസ്. ഒരു എവിഡൻസ് കോൺഫ്ലിക്റ്റ് അല്ലെങ്കിൽ മിസ് ചെയ്യുക, കാണാനേ ഇല്ല. മിസ്സിങ് ഓർ അൾട്ടേർഡ് ഡോക്യുമെൻറ്റ്സ് എന്ന് വെച്ചാൽ മാറ്റിയിട്ടുള്ള ഡോക്യുമെൻറ്റ്സ്.
അൺഎക്സ്പ്ലെയിൻഡ് ഡിഫറൻസ് ഇൻ റീകൺസിലേഷൻ, നമുക്ക് എക്സ്പ്ലെയിൻ ചെയ്യാൻ പറ്റാത്ത ഡിഫറൻസ് റീകൺസിലേഷനിലുള്ളത്. ആൻഡ് മിസ് മാച്ച് ബിറ്റ്വീൻ കമ്പനി റെക്കോർഡ്സ് ആൻഡ് എക്സ്റ്റേണൽ കൺഫർമേഷൻ, അതേമാതിരി തന്നെ എക്സ്റ്റേണൽ പാർട്ടീസും കമ്പനീസ് റെക്കോർഡും തമ്മിൽ എന്തെങ്കിലും മിസ് മാച്ച് ഉണ്ടെങ്കിൽ എന്താണ് പോസിബിൾ ഫ്രോഡാണ്. ദെൻ അൺഅക്സെപ്റ്റബിൾ മാനേജ്മെൻറ്റ് റെസ്പോൺസ്, റിപ്ലൈ തന്നു പക്ഷേ നമുക്ക് അക്സെപ്റ്റ് ചെയ്യാൻ പറ്റില്ല, അത് വളരെ ഒരു വിഡിത്തരാണ് അത് പറഞ്ഞിട്ടുള്ളവർ. എന്ന് വെച്ചാൽ നമുക്ക് മനസ്സിലാവും, ഒരു കള്ളത്തരം പറയാനുള്ള കാര്യം മനസ്സിലാവും. സോ ഡിനൈയിങ് ആക്സസ് ടു റെക്കോർഡ്, നമുക്ക് എന്തെങ്കിലും എന്താണ് അവർ റെക്കോർഡ് ആക്സസ് ചെയ്യുന്നില്ല. ആൻഡ് പ്രഷറിങ് ഓഡിറ്റേഴ്സ് ഫോർ ക്വിക്ക് റെസൊല്യൂഷൻ, അപ്പോൾ നമ്മൾ പ്രഷർ ചെയ്യുക, പെട്ടെന്ന് ചെയ്യാൻ വേണ്ടി പ്രഷർ ചെയ്യുക. ആൻഡ് അൺയൂഷ്വൽ ഡിലേ ഇൻ പ്രൊവൈഡിങ് ഇൻഫർമേഷൻ, അതേമാതിരി തന്നെ ഇൻഫർമേഷൻ പ്രൊവൈഡ് ചെയ്യാൻ അൺയൂഷ്വൽ ആയിട്ടുള്ള ഡിലേസ്. ദെൻ റെസിസ്റ്റൻസ് ടു ഇൻറ്റേർണൽ കൺട്രോൾ ഇംപ്രൂവ്മെൻറ്റ്സ്, ഇൻറ്റേർണൽ കൺട്രോൾ ഇംപ്രൂവ് ചെയ്യാനുള്ള റെസിസ്റ്റൻസ്, ഇതൊക്കെ എന്താണ് പോസിബിൾ ഫ്രോഡാണ്. ദെൻ അതർ ഇൻഡിക്കേറ്റേഴ്സ്, അൺയൂഷ്വൽ അക്കൗണ്ടിങ് പോളിസീസ്, അൺയൂഷ്വൽ ആയിട്ട് കിടക്കുന്ന അക്കൗണ്ടിങ് പോളിസീസ് ദാറ്റ് ഡോണ്ട് മാച്ച് ഇൻഡസ്ട്രി നോംസ്, ഫ്രീക്വൻറ്റ് ചേഞ്ചസ് ഇൻ അക്കൗണ്ടിങ് എസ്റ്റിമേറ്റ്, ഇതൊക്കെ എന്താണ് ഒരു അതർ ഇൻഡിക്കേറ്റേഴ്സാണ് പോസിബിൾ ഫ്രോഡിൻ്റെ. ദെൻ ദ ഫ്രോഡ് ഡയമണ്ട് എന്ന് വെച്ചാൽ 4 എലമെൻറ്റ്സ് ഓഫ് ഫ്രോഡ്, 4 എലമെൻ്റ് ഉണ്ട് ഫ്രോഡിന്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇൻസെൻറ്റീവ്, ഓപ്പർച്യൂണിറ്റി, റേഷണലൈസേഷൻ ആൻഡ് കേപ്പബിലിറ്റി. ഇത് നമ്മൾ ഓൾറെഡി ഒരു ചാപ്റ്ററിൽ നോക്കിയതാണ് ഈ ഒരു ടോപ്പിക്ക്. സോ ഫ്രോഡ് ഒക്യൂസ് വെൻ എ പേഴ്സൺ ആസ് എൻ ഓപ്പർച്യൂണിറ്റി, ഇൻസെൻറ്റീവ്, റേഷണലൈസേഷൻ ആൻഡ് കേപ്പബിലിറ്റി ടു കമ്മിറ്റ് ഇറ്റ്. അപ്പോൾ ഒരു ആൾക്ക് എന്താണ് ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ഒരു ഓപ്പർച്യൂണിറ്റിയോ അല്ലെങ്കിൽ ഒരു ഇൻസെൻറ്റീവോ അല്ലെങ്കിൽ ഒരു റേഷണലൈസേഷനോ അല്ലെങ്കിൽ ഒരു കേപ്പബിലിറ്റി ഉണ്ടെങ്കിലാണ് അയാൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യുക, അല്ലെങ്കിൽ അയാൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യില്ല. ഇൻ തിയറി നോൺ ആസ് ദ ഫ്രോഡ് ഡയമണ്ട്, ഇതെന്താണ് ഫ്രോഡ് ഡയമണ്ട് ആയിട്ടാണ് ഇതിനെ കണക്കാക്കുന്നത്. വാസ് ഡെവലപ്ഡ് ബൈ ഡേവിഡ് ടി വോൾഫെ ആണ് ഇത് ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. ആൻഡ് ഡന ആർ ഹെർമൻസൺ, ഇവർ രണ്ടാണത് ഈ ഒരു 4 എലമെൻറ്റ് ഇതാക്കിയിട്ടുള്ളത്, ഡെവലപ്പ് ചെയ്തിട്ടുള്ളത്. സോ അതിൽ ഫസ്റ്റ് ഇൻസെൻറ്റീവ്, എ പേഴ്സൺ ആസ് എ റീസൺ ഓർ നീഡ് ടു കമ്മിറ്റ് ഫ്രോഡ്, ഒരാൾക്കൊരു ആവശ്യം വന്നു എന്ന് വെച്ചാൽ അയാൾക്ക് എന്താണ് അയാൾക്ക് പൈസയ്ക്ക് പെട്ടെന്നൊരു ആവശ്യം വന്നു, വളരെ ആവശ്യമുണ്ട് അയാൾക്ക്, ആ ഒരു സമയത്താണ് അയാൾ ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാൻ തുനിയുക. ഒരു എക്സാമ്പിൾ, ഒരു കാര്യത്തിൽ എക്സാമ്പിൾ, എൻ എംപ്ലോയി അണ്ടർ ഫിനാൻഷ്യൽ സ്ട്രെസ്, അയാൾക്ക് ഭയങ്കര ഫിനാൻഷ്യൽ സ്ട്രെസ് ഉണ്ട്, മേ ഫീൽ പ്രഷർ ടു സ്റ്റീൽ എ ഫണ്ട്, ഒരു ഫണ്ട് സ്റ്റീൽ ചെയ്യാൻ ആൾക്ക് പ്രഷർ വരും. ദെൻ ഓപ്പർച്യൂണിറ്റി, വീക്കൻസ് ഇൻ കൺട്രോൾ ക്രിയേറ്റ്സ് ചാൻസ് ഓഫ് ഫ്രോഡ്, അപ്പോൾ എന്താണ് ഒരു ഓപ്പർച്യൂണിറ്റി അവർക്ക് കിട്ടി, എന്താണ് നമ്മുടെ ഇൻറ്റേർണൽ കൺട്രോൾ അല്ലെങ്കിൽ CCTV, നമ്മുടെ ക്യാഷ് വെക്കുന്ന സ്ഥലത്ത് CCTV വർക്ക് ചെയ്യുന്നില്ല, അങ്ങനെ സിറ്റുവേഷൻ അല്ലെങ്കിൽ എന്താണ് CCTV ക്യാഷ് ആരും ഫിസിക്കലി വെരിഫൈ ചെയ്യുന്നില്ല, ക്യാഷ് CCTV ഇല്ല. സോ ക്യാഷ് എന്താണ് കട്ടെടുക്കാൻ സുഖമായി, ചെറിയ ക്യാഷ് എടുക്കുക. സോ എക്സാമ്പിൾ, എ കാഷ്യർ ഹു വർക്ക് വിത്തൗട്ട് സൂപ്പർവിഷൻ ക്യാൻ സ്റ്റീൽ, അപ്പോൾ ഒരു സൂപ്പർവിഷൻ ഇല്ലാത്തൊരു കാഷ്യറിന് എന്താണ് കട്ടെടുക്കാൻ വളരെ സുഖമായിരിക്കും. ദെൻ റേഷണലൈസേഷൻ എന്ന് വെച്ചാൽ ഒരു ആറ്റിറ്റ്യൂഡാണ്. ഫ്രോഡ്സ്റ്റർ ജസ്റ്റിഫൈ ദർ ആക്ഷൻ, അപ്പോൾ എന്താണ് അവരുടെ ആക്ഷൻ ഒരു തെറ്റും കാണുന്നില്ല, ഒരു മോഷണം ഒരു തെറ്റായ പ്രവൃത്തിയല്ല. നമ്മളെ മുതലാളിമാർ കുറേ പൈസ സമ്പാദിക്കുന്നുണ്ട്, അപ്പോൾ ഞാൻ കുറച്ചൊന്ന് ഇന്ന് എടുത്താൽ എന്താണ് കുറ്റം എന്ന് വിചാരിക്കുന്ന ഒരു എംപ്ലോയി ആണെങ്കിൽ എന്താണ് അയാൾ അത് ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള ചാൻസ് ഉണ്ട്. സോ അത് അയാളുടെ ആറ്റിറ്റ്യൂഡാണ്, ഫ്രോഡ് ചെയ്യുന്ന ഒരാളുടെ ആറ്റിറ്റ്യൂഡാണ് ഇത് റേഷണലൈസേഷൻ. ദ ഫ്രോഡ്സ്റ്റർ ജസ്റ്റിഫൈ ദർ ആക്ഷൻ. എക്സാമ്പിൾ, ഐ ഡിസേർവ് ദിസ് ബിക്കോസ് ഐ ആം അണ്ടർ പെയ്ഡ്, എനിക്കധികം കിട്ടുന്നില്ല അതുകൊണ്ട് തന്നെ ഞാനത് കട്ടെടുക്കണം എന്ന് വിശ്വസിക്കുന്ന ഒരാളാണെങ്കിൽ എന്ത് ചെയ്യും, അയാൾ കട്ടെടുക്കും. ദെൻ കേപ്പബിലിറ്റി, ദ ഫ്രോഡ്സ്റ്റർ ഹാസ് ദ സ്കിൽ ആൻഡ് മൈൻഡ് സെറ്റ് ടു കമ്മിറ്റ് ഫ്രോഡ് റിപ്പീറ്റഡ്ലി, അപ്പോൾ എന്താണ് ആ ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി ആൾക്കുണ്ട്, പിടിക്കപ്പെടാണ്ട് കമ്മിറ്റ് ചെയ്യാനുള്ള കേപ്പബിലിറ്റി, അതിൻ്റെ ഒരു കോൺഫിഡൻസ് ആൾക്കുണ്ടെങ്കിൽ അയാൾ കമ്മിറ്റ് ചെയ്യും. An IT specialist can manipulate the financial system without detection. Then auditor's response to fraud risk. Auditor response to fraud risk SA 330 പ്രകാരം. So auditor must respond to fraud risk by എങ്ങനെയാണ് fraud risk റെസ്പോണ്ട് ചെയ്യേണ്ടത്? അസൈനിങ് ക്വാളിഫൈഡ് പേഴ്സൺ വിത്ത് റിലവൻറ്റ് നോളജ് ആൻഡ് സ്കിൽ, അപ്പോൾ റിലവൻറ്റ് നോളജും സ്കില്ലുള്ള ക്വാളിഫൈഡ് പേഴ്സണിന് എന്ത് ചെയ്യുക, അസൈൻ ചെയ്യുക ആ ഒരു ഫ്രോഡ് റിസ്ക് റെസ്പോണ്ടിന് വേണ്ടിയിട്ട്. ദെൻ ഇവാലുവേറ്റിംഗ് ഹൗ കമ്പനി അപ്ലൈസ് അക്കൗണ്ടിങ് പോളിസീസ് കമ്പനീസ് എങ്ങനെയാണ് അപ്ലൈ ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം ഇവാലുവേറ്റ് ചെയ്യുക. ദെൻ ഇൻട്രൊഡ്യൂസ് അൺപ്രഡിക്റ്റബിലിറ്റി ഇൻ ഓഡിറ്റ് പ്രൊസീജിയേഴ്സിൽ എന്താണ് പ്രിഡിക്റ്റബിൾ ആക്കാണ്ടൊക്കെ, ഒരാൾ നമ്മൾ പ്രതീക്ഷിക്കേണ്ട സമയത്താണ് നമ്മൾ ക്യാഷ് വെരിഫിക്കേഷന് വേണ്ടി ചെല്ലുന്നത്. ദെൻ വെൻ മാനേജ്മെൻറ്റ് ഓവർ കൺട്രോൾസ് ഓഡിറ്റർ ഷുഡ്, അപ്പോൾ ഒരു കൺട്രോൾ ഓവർ ചെയ്യുകയാണെങ്കിൽ മാനേജ്മെൻറ്റ് എന്താണ് കൺട്രോൾ ഓവർ ചെയ്യുകയാണെങ്കിൽ ഓഡിറ്റർ എന്ത് ചെയ്യണം, ചെക്ക് ജേണൽ എൻട്രീസ് ആൻഡ് അഡ്ജസ്റ്റ്മെൻറ്റ്സ് ഇൻ ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിലുള്ള എന്താണ് ജേണൽ എൻട്രീസും അഡ്ജസ്റ്റ്മെൻറ്റൊക്കെ ചെക്ക് ചെയ്യണം. ദെൻ റിവ്യൂ എസ്റ്റിമേറ്റ്സ് ഫോർ ബയസ്, എന്തെങ്കിലും ബയസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കാൻ വേണ്ടി എന്താണ് എസ്റ്റിമേറ്റ്സ് എന്തെങ്കിലും ബയസ് ഉണ്ടോ എന്ന കാര്യം നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം, റിവ്യൂ ചെയ്യണം. ദെൻ എക്സാമിൻ സിഗ്നിഫിക്കൻ്റ് ആൻഡ് അൺയൂഷ്വൽ ട്രാൻസാക്ഷൻ, സിഗ്നിഫിക്കൻറ്റും അൺയൂഷ്വൽ ആയിട്ട് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം, എക്സാമിൻ ചെയ്യണം.
ദെൻ ഓഡിറ്റർ മസ്റ്റ് അസസ് ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ്. ഫ്രോഡ് റിസ്ക് ഫാക്ടേഴ്സ് എന്ത് ചെയ്യണം? അസസ് ചെയ്യണം. ലൈക്ക് ഇൻസെൻറ്റീവ് പ്രഷേഴ്സ് ലീഡിങ് ടു ഫ്രോഡ്. ഇൻസെൻറ്റീവ് പ്രഷർ ഉണ്ടെങ്കിൽ നോക്കണം. അതേമാതിരി തന്നെ ഓപ്പർച്യൂണിറ്റീസ് അവൈലബിൾ ഫോർ ഫ്രോഡ്. ഫ്രോഡിനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടോ എന്നുള്ള കാര്യം ഓഡിറ്റർ ചെക്ക് ചെയ്യണം. ദെൻ ആറ്റിറ്റ്യൂഡ് ആൻഡ് റാഷണലൈസേഷൻ സപ്പോർട്ടിങ് ഫ്രോഡ്. ഈ ഒരു ഫ്രോഡിനെ സപ്പോർട്ട് ചെയ്യുന്ന ആറ്റിറ്റ്യൂഡും റാഷണലൈസേഷനൊക്കെ ഒരാൾക്കാർക്ക് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ റെസ്പോൺസ് ടു ഫ്രോഡ് ഇൻക്ലൂഡ്. അപ്പോൾ എന്താണ് ഫ്രോഡിനുള്ള, നമുക്കൊരു ഫ്രോഡ് ഐഡൻറ്റിഫൈ ചെയ്തു, അപ്പോൾ പിന്നെ എങ്ങനെ റെസ്പോണ്ട് ചെയ്യുക? നമ്മൾ ഫസ്റ്റ് മാനേജ്മെൻറ്റ് അടുത്തും TCW അടുത്തും എന്ത് ചെയ്യണം? കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ദെൻ ഇൻഫോം റെഗുലേറ്ററി ബോഡീസ് ഇഫ് നെസറി. അപ്പോൾ ആവശ്യമുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? റെഗുലേറ്ററി ബോഡീസിൻ്റെ അടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്യണം. ആൻഡ് ഡോക്യുമെൻറ്റിംഗ് ദ റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ്. അപ്പോൾ ആ റിസ്ക് അസസ്മെൻറ്റ് പ്രോസസ് നമ്മൾ എന്ത് ചെയ്യണം? ഡോക്യുമെൻറ്റ് ചെയ്യണം. ദെൻ ദ എബിലിറ്റി ടു ഡിറ്റക്ട് ഫ്രോഡ് ഡിപ്പെൻസ് ഓൺ. അപ്പോൾ ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനുള്ള എബിലിറ്റി അത് എന്തിനാണ് ഡിപ്പെൻഡ് ചെയ്യുന്നത് വെച്ചാൽ ദ സ്കിൽ ഓഫ് ദ ഫ്രോഡ്സ്റ്റർ. ആ ഒരു ഫ്രോഡ്സ്റ്ററിൻ്റെ സ്കില്ല്. ആൻ എക്സാമ്പിൾ, എക്സ്പീരിയൻസ്ഡ് ഫ്രോഡ്സ്റ്റർ ക്യാൻ ഹൈഡ് ട്രാൻസാക്ഷൻ ബെറ്റർ. അപ്പോൾ ഒരു എക്സ്പീരിയൻസ് ആയിട്ട് ഒരാളാണെങ്കിൽ എന്താണ്, അയാളുടെ ഫ്രോഡ് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും, അയാൾക്കത് ഒളിപ്പിക്കാൻ വളരെ സുഖമായിരിക്കും. സോ ആ ഒരു ഫ്രോഡ്സ്റ്ററിൻ്റെ സ്കില്ലിൻ്റെ ബേസ് ആയിട്ടിരിക്കും നമ്മൾ എന്ത് ചെയ്യുക? ഒരു ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനുള്ള ചാൻസ് എബിലിറ്റി നമുക്ക് ഉണ്ടാവുക. ദെൻ ഹൗ ഓഫൺ ഫ്രോഡ് ഒക്യൂർസ്, ഹൗ മച്ച് ഈസ് മാനിപ്പുലേറ്റ്. അപ്പോൾ എങ്ങനെയാണ് ഫ്രോഡ് ഒക്യൂർ ചെയ്യുന്നത്, അതേമാതിരി തന്നെ എത്ര എമൗണ്ട് ആണ് മാനിപ്പുലേറ്റ് ചെയ്തിട്ടുള്ളത്, ഈ കാര്യം എന്താണ് ഫ്രോഡിന് ഡിറ്റക്ട് ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. ദെൻ ദ നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ഫ്രോഡ്. അപ്പോൾ നമ്പർ ഓഫ് പീപ്പിൾ ഇൻവോൾവ് ഇൻ ഫ്രോഡ് എന്ന് വെച്ചാൽ ഒരുപാട് ആൾക്കാർ ചേർന്നിട്ടാണ് ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്തതെങ്കിൽ നമുക്ക് എന്താണ് അത് ഫ്രോഡ് കണ്ടുപിടിക്കാൻ ബുദ്ധിമുട്ടായിരിക്കും. ഇപ്പോൾ അടുത്തൊരു സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു, ഗോളം എന്ന് പറഞ്ഞ സിനിമ ഇറങ്ങിയിട്ടുണ്ടായിരുന്നു. അത് പണ്ടത്തെ ഒരു ജെയിംസ് അർലി ചേസ് അല്ല, മറ്റേ ഷെർലോക്ക് ഹോംസിൻ്റെ ഒരു കഥയാണ്. അത് അഗത ക്രിസ്റ്റിൻ്റെ ഒരു കഥയാണ് ആ സിനിമേൻ്റെത്, ഓറിയൻ്റ് എക്സ്പ്രസ് എന്ന് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അതിൻ്റെ അടുത്തൊരു മൂവി വന്നിട്ടുണ്ട്. അപ്പോൾ അതിലെന്താ വെച്ചാൽ ഒരു ഓറിയൻ്റ് എക്സ്പ്രസ്സിൽ വെച്ചാൽ ഒരു ട്രെയിനിൽ കുറേ ആൾക്കാർ യാത്ര ചെയ്യുന്നുണ്ട്. അപ്പോൾ ഒരാൾ അതിൽ കൊല്ലപ്പെടും. പക്ഷേ അയാൾ കൊല്ലപ്പെട്ടതെന്ന് വെച്ചാൽ ഒരാളല്ല കൊല്ലുന്നത്, ആ ട്രെയിനത്തെ എല്ലാവരും കൂടി ചേർന്നിട്ട് പ്ലാൻ ചെയ്തിട്ടാണ് അയാളെ കൊന്നിട്ടുള്ളത്. ഈ ഗോളം സിനിമ മാതിരി തന്നെ. സോ അങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് ഒരാളെ കൊല്ലുകയാണെങ്കിൽ എന്താണ് അത് കണ്ടുപിടിക്കാൻ വളരെ ബുദ്ധിമുട്ടായിരിക്കും. സോ അതേമാതിരി തന്നെ എത്ര ആൾക്കാരാണ് ഒരു ഫ്രോഡ് കമ്മിറ്റ് ചെയ്യാനുള്ളത് അതനുസരിച്ചിട്ട് എന്താണ് നമ്മൾ ആ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യുന്നതിൻ്റെ എബിലിറ്റി അത് മാറിക്കൊണ്ടിരിക്കും. ഇതിൻ്റെ സൈസ് ഓഫ് ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻ. ആ ഒരു ഫ്രോഡുലൻറ്റ് ട്രാൻസാക്ഷൻ്റെ സൈസ് മീൻസ് സ്മോൾ ഫ്രോഡുലൻറ്റ് എക്സ്പെൻസ് മൈറ്റ് ഗോ അപ്പോൾ ചെറിയൊരു ഫ്രോഡുലൻറ്റ് സാധനമാണെങ്കിൽ ചെറിയൊരു ട്രാൻസാക്ഷൻ ആണെങ്കിൽ എന്താണ് അത് ഡിറ്റക്ട് ചെയ്യാൻ ചിലപ്പോൾ ബുദ്ധിമുട്ടായിരിക്കും, നമുക്ക് ചിലപ്പോൾ ചെയ്തു തന്നെ വരും. ദെൻ സീനിയോറിറ്റി ഓഫ് ദ ഫ്രോഡ്സ്റ്റർ. അപ്പോൾ ആ ഒരു ഫ്രോഡ് ചെയ്ത ആളുടെ സീനിയോറിറ്റി. സീനിയർ എക്സിക്യൂട്ടീവ് ഹാവ് മോർ പവർ ടു ഹൈഡ് ഫ്രോഡ്. അപ്പോൾ ഒരു സീനിയർ എക്സിക്യൂട്ടീവ് എന്താണ് ആൾക്ക് കൂടുതൽ അതോറിറ്റി ഉണ്ട്, അതുകൊണ്ട് തന്നെ ആ ഒരു ഫ്രോഡ് ഹൈഡ് ചെയ്യാൻ കൂടുതൽ ആൾക്ക് പവറും ഉണ്ട്. ദെൻ ഫ്രോഡ് ഡിറ്റക്ഷൻ ഡിപ്പെൻഡ്സ് ഓൺ എഫക്റ്റീവ് ഓഡിറ്റ് പ്രൊസീജിയർ. അപ്പോൾ ഫ്രോഡ് ഡിറ്റക്ഷൻ എന്താണ് ഒരു എഫക്റ്റീവ് ഓഡിറ്റ് പ്രൊസീജിയറിനെയാണ് ഡിപ്പെൻഡ് ചെയ്ത് നിൽക്കുന്നത്. ബട്ട് ദ റിസ്ക് ക്യാൻ ഓൺലി ബി റിഡ്യൂസ്ഡ് നോട്ട് എലിമിനേറ്റ്. അപ്പോൾ റിസ്ക് എന്താണ് നമുക്ക് കുറയ്ക്കാൻ പറ്റും, പക്ഷേ അതൊരിക്കലും നമുക്ക് എലിമിനേറ്റ് ചെയ്യാൻ പറ്റില്ല. ദെൻ ഡ്യൂ ഡിലിജൻസ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ഫോറൻസിക് അക്കൗണ്ടിങ്. ഓക്കെ, സോ ഇൻവെസ്റ്റിഗേഷൻ ബിഫോർ ബൈയിങ് എ ബിസിനസ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തണം ഒരു ബിസിനസ് ബൈ ചെയ്യുന്നതിന് മുമ്പ്. ദ പർപ്പസ് ഓഫ് ദിസ് ഇൻവെസ്റ്റിഗേഷൻ ഇസ് ടു ഡിറ്റർമൈൻ വെദർ ദ പർച്ചേസിങ് എ ബിസിനസ് ഇസ് ഗുഡ് ഡിസിഷൻ. അപ്പോൾ ഈ ഒരു ബിസിനസ് പർച്ചേസ് ചെയ്യുന്നത് നല്ലതാണോ എന്നുള്ളത് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. ഇൻവെസ്റ്റിഗേഷൻ ഫോർ പ്രൊപ്രൈറ്ററി ഫേം ഓർ പാർട്ണർഷിപ്പ്. നമ്മൾ ഒരു പ്രൊപ്രൈറ്ററി ഫേമിനോ അല്ലെങ്കിൽ പാർട്ണർഷിപ്പിനോ വേണ്ടി നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. എന്നുവെച്ചാൽ റീസൺ ഫോർ സെയിൽ, എന്നുവെച്ചാൽ വൈ ഇസ് ദ ബിസിനസ് ബീങ് സോൾഡ്, എന്തിനാണ് ഈ ബിസിനസ് വിൽക്കുന്നത്, ആൻഡ് കുഡ് ഇറ്റ് എഫക്ട് ദ ഫ്യൂച്ചർ ടേൺ ഓവർ ആൻഡ് പ്രോഫിറ്റ്, അതെന്താണ് അതിൻ്റെ ഫ്യൂച്ചർ ടേൺ ഓവറും പ്രോഫിറ്റിനും എഫക്റ്റ് ആകുമോ അത് നോക്കാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യുക? ഈ ഒരു പ്രൊപ്രൈറ്ററി ഫേമിൻ്റെയും പാർട്ണർഷിപ്പിനും നമ്മൾ ഇൻവെസ്റ്റിഗേഷൻ നടത്തുക. എക്സാമ്പിൾ, ഇഫ് ദ ഓണർ ഈസ് റിട്ടയറിങ് ആൻഡ് വിൽ കസ്റ്റമേഴ്സ് സ്റ്റേ ലോയൽ ടു എ ന്യൂ ഓണർ. അപ്പോൾ നമ്മൾ എന്താണ് പുതിയൊരു പ്രൊപ്രൈറ്ററി ഫേമോ പാർട്ണർഷിപ്പോ വാങ്ങാൻ പോവാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അത് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യേണ്ട ഫസ്റ്റ് എന്താ വെച്ചാൽ എന്തിനാണ് ഇവർ വിൽക്കുന്നത്? ഇവർ വിൽക്കുകയാണെങ്കിൽ ആ ഒരു പഴയ ടേൺ ഓവറും പ്രോഫിറ്റും ഉണ്ടാകും. എന്ന് വെച്ചാൽ പുതിയ ഓണർ വരികയാണെങ്കിൽ എന്താണ് ആ പഴയ കസ്റ്റമേഴ്സ് പിന്നെയും നിൽക്കുമോ എന്നുള്ള കാര്യം നമ്മൾ ചെക്ക് ചെയ്യണം. ദെൻ ലീസ് ഡീറ്റെയിൽസ്. ഹൗ ലോങ് ഇസ് ദ ലീസ്, എത്ര ടൈമിലേക്കാണ് ലീസ് ഉള്ളത്, ആൻഡ് ഇറ്റ് ക്യാൻ ബി റിന്യൂഡ്, അത് റിന്യൂ ചെയ്യാൻ പറ്റുമോ എന്നുള്ള കാര്യമൊക്കെ ചെക്ക് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് ദ ലീസ് എക്സ്പയർസ് ഉണ്ട്, അപ്പോൾ ലീസ് അടുത്ത് തന്നെ എക്സ്പയർ ചെയ്യുകയാണെങ്കിൽ റീലൊക്കേഷൻ കോസ്റ്റ് ഷുഡ് ബി ഹൈ. അപ്പോൾ നമ്മളൊരു സ്ഥലം, നമ്മൾ ആ ഒരു ബിസിനസ് നിൽക്കുന്ന സ്ഥാപനം എന്താണ് ലീസിന് എടുത്തതാണെങ്കിൽ ആ ലീസ് അടുത്ത് കഴിയുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? നമ്മൾ പുതിയൊരു സ്ഥലത്തേക്ക് മാറേണ്ടി വരും ആ ലീസ് റിന്യൂ ചെയ്യാൻ പറ്റിയിട്ടില്ലെങ്കിൽ. സോ അങ്ങനത്തെ കാര്യമൊക്കെ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണം. ദെൻ പേറ്റൻറ്റ്. ഹൗ ലോങ് വിൽ എക്സിസ്റ്റിംഗ് പേറ്റൻറ്റ് വിൽ വാലിഡ്. അപ്പോൾ എക്സിസ്റ്റിംഗ് പേറ്റൻറ്റ് എത്ര കാലം വരെ വാലിഡ് ആയിരിക്കും എന്നുള്ള കാര്യം ചെക്ക് ചെയ്യണം.
എക്സാമ്പിൾ, ഇഫ് എ ബിസിനസ് റിലൈസ് ഓൺ എ പേറ്റൻറ്റ്, ഒരു പേറ്റൻറ്റിലാണ് ബിസിനസ് റിലൈ ചെയ്യുന്നതെങ്കിൽ ഇറ്റ്സ് എക്സ്പയറി കുഡ് റെഡ്യൂസ് പ്രോഫിറ്റബിലിറ്റി. ഇതെന്താണ് മാനേജ്മെൻറ്റ് സ്റ്റെബിലിറ്റി. മാനേജ്മെൻറ്റ് സ്റ്റെബിലിറ്റി എന്ന് വെച്ചാൽ മാനേജ്മെൻറ്റ് വിട്ടു പോകുമോ ഇല്ലേ എന്നുള്ള കാര്യം. വിൽ കീ സ്റ്റാഫ് റിമെയിൻ, കീ ആയിട്ടുള്ള ആൾക്കാർ എംപ്ലോയീസ് എന്താണ് റിമെയിൻ, ഓഫീസിൽ റിമെയിൻ ചെയ്യുമോ, നമ്മളുടെ സ്ഥാപനത്തിൽ റിമെയിൻ ചെയ്യുമോ. വാട്ട് ആർ പൊട്ടൻഷ്യൽ ലയബിലിറ്റി ഫോർ പെൻഷൻസ് ഓർ സെവറൻസ് പേയ്മെൻറ്റ്സ്. അപ്പോൾ പെൻഷൻസിനും സെവറൻസ് പേയ്മെൻറ്റ്സിനൊക്കെ എന്താണ് നമുക്ക് ഒരുപാട് ലയബിലിറ്റീസ് വരുന്നുണ്ടോ, അവർക്ക് ഒരുപാട് എന്താണ് നമ്മുടെ അഗ്രിമെൻറ്റ് പ്രകാരം ഒരുപാട് എമൗണ്ട് വരാനുണ്ടോ എന്നുള്ള കാര്യം. അതേപോലെ തന്നെ കുറേ ആൾക്കാർ റിട്ടയർ ആവാനുണ്ടോ എന്നുള്ള കാര്യമൊക്കെ നമ്മൾ ചെക്ക് ചെയ്യണം. ഇഫ് എക്സ്പീരിയൻസ്ഡ് എംപ്ലോയീസ് ലീവ്, എക്സ്പീരിയൻസ് ആയിട്ടുള്ള എംപ്ലോയീസ് ലീവ് ചെയ്യുകയാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ഓപ്പറേഷണൽ എഫിഷ്യൻസി മൈറ്റ് സഫർ. ദെൻ കസ്റ്റമർ ഡിപ്പെൻഡൻസ്. കസ്റ്റമർ ഡിപ്പെൻഡൻസ് വെച്ചാൽ ഡസ് ദ ബിസിനസ് റിലൈ ഓൺ ഫ്യൂ കസ്റ്റമർ. ഈ ഒരു ബിസിനസ് എന്താണ് കുറച്ച് കസ്റ്റമേഴ്സിനെ മാത്രം റിലൈ ചെയ്ത് നിൽക്കുന്ന ഒരു ബിസിനസ് ആണോ എന്നുള്ള കാര്യം നോക്കണം. എക്സാമ്പിൾ, ഇഫ് എ മേജർ ക്ലയൻറ്റ് ലീവ്, ഒരു മേജറായിട്ടുള്ള ക്ലയൻറ്റ് നമ്മൾ വിട്ടു പോവുകയാണെങ്കിൽ ദ ബിസിനസ് മേ സ്ട്രഗ്. ദെൻ ഗുഡ് വിൽ വാല്യുവേഷൻ. ഈസ് ഗുഡ് വിൽ ഓവർ ഗുഡ് വിൽ ഓവർ ദാട്ടോ, അത് എന്താ വെച്ചാൽ ഓവർ ഓർ അണ്ടർ, ഗുഡ് വിൽ ഈസ് ഓവർ ഓർ അണ്ടർ വാല്യൂഡ്. ഗുഡ് വിൽ ഓവർ വാല്യൂഡ് ആണോ അല്ലെങ്കിൽ അണ്ടർ വാല്യൂഡ് ആണോ എന്നുള്ള കാര്യം നോക്കണം. എക്സാമ്പിൾ, ഇഫ് ഗുഡ് വിൽ ഈസ് ടു ഹൈ, ഗുഡ് വിൽ ടു ഹൈ ആണെങ്കിൽ എന്താണ് ദ പർച്ചേസ് പ്രൈസ് മൈറ്റ് നോട്ട് ബി ജസ്റ്റിഫൈഡ്. പർച്ചേസ് പ്രൈസ് നമുക്ക് എന്താണ് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റില്ല, ചില കൂടുതലും പർച്ചേസ് പ്രൈസും കൂടും. അപ്പോൾ ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓഫ് ഫോർ എ ലിമിറ്റഡ് കമ്പനി. അപ്പോൾ നമ്മൾ പ്രൊപ്രൈറ്റർഷിപ്പിൻ്റെയും പാർട്ണർഷിപ്പിൻ്റെയും ഇപ്പോൾ പറഞ്ഞത് ഇനി ഒരു ലിമിറ്റഡ് കമ്പനീൻ്റെ ഇൻവെസ്റ്റിഗേഷനാണ്. അതിൽ എന്തൊക്കെയാണ് നോക്കേണ്ടത് വെച്ചാൽ ഫസ്റ്റ് നമ്മൾ ക്യാപിറ്റൽ സ്ട്രക്ചർ നോക്കണം. വാട്ട് ഇസ് ദ ഓതറൈസ്ഡ് ആൻഡ് ഇഷ്യൂഡ് ക്യാപിറ്റൽ, എന്താണ് എത്രയാണ് ഓതറൈസ്ഡും ഇഷ്യൂഡ് ക്യാപിറ്റൽ നോക്കണം. ദെൻ അൺപെയ്ഡ് ലയബിലിറ്റി നോക്കണം. ആർ ദെയർ എനി അൺകോൾഡ് എമൗണ്ട്സ് ഓർ ഷെയർസ്. ദെൻ ഷെയർ ക്ലാസ് നോക്കണം, എന്തൊക്കെ ക്ലാസ് ഓഫ് ഷെയർസ് ഉള്ളത്. വാട്ട് റൈറ്റ്സ് ഡു ഡിഫറെൻറ്റ് ഷെയർ ക്ലാസ് ഹാവ്, ഓരോ ഡിഫറെൻറ്റ് ഷെയർ ക്ലാസ്സിനും എന്തൊക്കെ റൈറ്റുകളാണുള്ളത് എന്നുള്ള കാര്യം നോക്കണം. ദെൻ ഡിവിഡൻറ്റ് ഹിസ്റ്ററി നോക്കണം. ആർ ദെയർ അൺപെയ്ഡ് ഡിവിഡൻസ് ഓൺ പ്രിഫറൻസ് ഷെയർസ്, അപ്പോൾ പ്രിഫറൻസ് ഷെയർസിൻ്റെ മുകളിൽ എന്തെങ്കിലും അൺപെയ്ഡ് ഡിവിഡൻസ് ഉണ്ടോ എന്നുള്ള കാര്യം നോക്കണം. ദെൻ മോർഗേജ് ആൻഡ് ചാർജസ്, എന്തെങ്കിലും മോർഗേജോ ചാർജസ് എന്നുള്ള കാര്യം നോക്കണം. ഡസ് ദ കമ്പനി ഹാവ് എക്സിസ്റ്റിംഗ് ഡെറ്റ്, എന്തെങ്കിലും എക്സിസ്റ്റിംഗ് ഡെറ്റ് ഉണ്ടോ. എക്സാമ്പിൾ, സെർച്ചിങ് ദ രജിസ്റ്റർ ഫോർ ചാർജസ് ക്യാൻ റിവീൽ ഹിഡൻ ലയബിലിറ്റി. ദെൻ ഷെയർ വാല്യുവേഷൻ, ഹൗ ആർ ഷെയർ പ്രൈസ്, അപ്പോൾ എങ്ങനെയാണ് ഈ ഷെയർ പ്രൈസ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നോക്കണം. എക്സാമിൻ പബ്ലിക് കമ്പനീസ് ഹാവ് മാർക്കറ്റ് പ്രൈസ് ബട്ട് പ്രൈവറ്റ് കമ്പനി ഷെയർ റിക്വയർസ് വാല്യുവേഷൻ. എന്താണ് പബ്ലിക് കമ്പനിക്ക് എന്തുണ്ട് മാർക്കറ്റ് പ്രൈസ് ഉണ്ട്, പക്ഷേ പ്രൈവറ്റ് കമ്പനിക്ക് എന്ത് ചെയ്യണം, നമ്മൾ അവരുടെ ഷെയർ വാല്യൂ ചെയ്തിരിക്കണം. ദെൻ ഇൻവെസ്റ്റിഗേഷൻ ഓൺ പ്രോഫിറ്റ് ആൻഡ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ്. അപ്പോൾ പ്രോഫിറ്റും ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് നമ്മൾ ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാം. ബിസിനസ് ആൻഡ് ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻ റിക്വയർ പ്രോഫിറ്റ് പ്രൊജക്ഷൻ ഫോർ ഡിഫറെൻറ്റ് പർപ്പസ്. അപ്പോൾ പ്രോഫിറ്റ് നമ്മൾ പ്രൊജക്റ്റ് ചെയ്യണം എന്ത് ഡിഫറെൻറ്റ് പർപ്പസിന് വേണ്ടിയിട്ട്. ഒന്ന് ഇതിനാണെങ്കിലും ബിസിനസ് അക്വിസിഷന് വേണ്ടിയിട്ട്. സോ ഇൻവെസ്റ്റേഴ്സ് നീഡ്സ് പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് ബിഫോർ ബൈയിങ് എ ബിസിനസ്. അപ്പോൾ ഒരു പ്രോഫിറ്റ് എസ്റ്റിമേറ്റ് എന്താണ് ഒരു ഇൻവെസ്റ്റേഴ്സിന് വേണം അവർ ആ ബിസിനസ് വാങ്ങുന്നതിന് മുമ്പ്. അല്ലെങ്കിൽ നമുക്കൊരു ബാങ്ക് ലോണിന് വേണ്ടി നമ്മൾ എന്ത് ചെയ്യാം, നമ്മൾ പ്രോഫിറ്റ് പ്രൊജക്റ്റ് ചെയ്യും. ലെൻഡേഴ്സ് അസസ് ഫ്യൂച്ചർ ക്യാഷ് ഫ്ലോ ആൻഡ് പ്രോഫിറ്റബിലിറ്റി ബിഫോർ അപ്രൂവിങ് എ ലോൺ. സിൻസ് ഫോർകാസ്റ്റ് ഡീൽസ് വിത്ത് ഫ്യൂച്ചർ ഇവൻറ്റ്സ്, ഫോർകാസ്റ്റ് എന്താണ് ഫ്യൂച്ചർ ഇവൻറ്റ്സ് ആണ് ഡീൽ ചെയ്യുന്നതെങ്കിൽ ദേ കണ്ടെയ്ൻ അൺസെർട്ടനിറ്റി. അതെന്താണ് അൺസെർട്ടനിറ്റി അവർ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്. ആൻഡ് കനോട്ട് ബി വെരിഫൈഡ് ഇൻ ദ സെയിം വേ ആസ് പാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്. എന്താണ് പാസ്റ്റ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് നമുക്ക് വെരിഫൈ ചെയ്യുന്ന മാതിരി അത് വെരിഫൈ ചെയ്യാൻ പറ്റില്ല. ഇത് നമ്മൾ സ്റ്റാൻഡേർഡ്സ് ഓൺ അഷുറൻസ് എൻഗേജ്മെൻറ്റ് നമ്മൾ നോക്കിയിട്ടുണ്ട്. നമ്മൾ ഫോർകാസ്റ്റ് നമ്മൾ ഫ്യൂച്ചർ എന്താണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് വെരിഫൈ ചെയ്യുന്നത് റിവ്യൂ ചെയ്യുന്നത് നമ്മൾ നോക്കിയിട്ടുണ്ട്. SAE 3000 നമ്മൾ നോക്കിയിട്ടുണ്ട്. ദെൻ സ്പെഷ്യൽ റിവ്യൂ പ്രൊസീജിയേഴ്സ് ആർ റിക്വയർഡ്. സ്പെഷ്യൽ റിവ്യൂ പ്രൊസീജിയേഴ്സ് വേണം ഫോർ ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് ആസ് ദേ ഡിഫർ ഫ്രം ആൻ ഓഡിറ്റേഴ്സ് ട്രഡീഷണൽ റോൾ ഓഫ് വെരിഫൈങ് പാസ്റ്റ് ഫിനാൻഷ്യൽ ഇവൻറ്റ്. അപ്പോൾ എന്താണ് ഒരു സ്പെഷ്യൽ റിവ്യൂ പ്രൊസീജിയർ വേണം എന്തിനു വേണ്ടി, ഒരു ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് റിവ്യൂ ചെയ്യാൻ വേണ്ടി. ആസ് ദേ ഡിഫർ ഫ്രം ഓഡിറ്റേഴ്സ് ട്രഡീഷണൽ റോൾ ഓഫ് വെരിഫൈങ് പാസ്റ്റ് ഫിനാൻഷ്യൽ ഇവൻറ്റ്സ്. അപ്പോൾ നോർമലി ഓഡിറ്റർ എന്താ ചെയ്യുക, പാസ്റ്റ് ഫിനാൻഷ്യൽ ഇവൻറ്റ്സ് ആണ് വെരിഫൈ ചെയ്യുക. പക്ഷേ അത് മാറിയിട്ട് എന്താണ് ഫിനാൻഷ്യൽ ഫോർകാസ്റ്റ് വെരിഫൈ ചെയ്യുന്നൊരു പ്രൊസീജിയർ ഓഡിറ്റർ ഉണ്ടാക്കണം. സോ നെക്സ്റ്റ് ടോപ്പിക് ആണെന്ത് ഫോറൻസിക് അക്കൗണ്ടിങ്. സോ അണ്ടർസ്റ്റാൻഡിങ് ഫോറൻസിക് അക്കൗണ്ടിങ്. ഫ്രോഡ്ലൻറ്റ് ആക്ടിവിറ്റീസ് ആർ ഇൻക്രീസിങ് വേൾഡ് വൈഡ്. അപ്പോൾ എന്താണ് ഫ്രോഡ്ലൻറ്റ് ആക്ടിവിറ്റീസ് കൂടി വരികയാണ്. സോ ലീഡിങ് ബിസിനസ് ടു ഫേസ് ഫിനാൻഷ്യൽ റിസ്ക്. ബിസിനസ് എന്താണ് ഫിനാൻഷ്യൽ റിസ്ക് ഒരുപാട് ഫേസ് ചെയ്യുന്നുണ്ട്.
Recent corporate fraud cases like Parmalex, സിറോക്സ്, സത്യം കമ്പ്യൂട്ടർ, എൻറോൺ ആൻഡ് വേൾഡ് കോം, ഇതൊക്കെ എന്താണ് റീസെൻ്റ് ആയിട്ടുള്ള ഫ്രോഡ് കേസുകളാണ്. ഹാവ് ഹൈലൈറ്റഡ് ദ ഇമ്പോർട്ടൻസ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്. അപ്പോൾ ഇതൊക്കെ എന്താണ് ഒരു ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഇമ്പോർട്ടൻസ് ആണ് ഹൈലൈറ്റ് ചെയ്യുന്നത്. ഓക്കെ, സോ ഡെഫിനിഷൻ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്. Forensic accounting combines accounting, auditing and investigation skills to detect fraud and resolve financial disputes. അപ്പോൾ എന്താണ് ഫോറൻസിക് അക്കൗണ്ടിങ് എന്ത് കമ്പൈൻ ചെയ്യുന്നുണ്ട്? അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ, ഈ മൂന്നിൻ്റെയും സ്കില്ല് കമ്പൈൻ ചെയ്യുന്നുണ്ട്. എന്തിനു വേണ്ടിയിട്ട്? ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനും അതേമാതിരി തന്നെ ഫിനാൻഷ്യൽ ഡിസ്പ്യൂട്ട്സ് റിസോൾവ് ചെയ്യാനും. ഇറ്റ് അസിസ്റ്റ് ലീഗൽ മാറ്റേഴ്സ്, എന്നാൽ ലീഗൽ മാറ്റേഴ്സിൽ ഇത് അസിസ്റ്റ് ചെയ്യുന്നുണ്ട്. ഐഡൻറ്റിഫൈയിങ് ഫിനാൻഷ്യൽ ക്രൈംസ് ഐഡൻറ്റിഫൈ ചെയ്യും, ലൈക്ക് എംബസിൽമെൻറ്റ് ആൻഡ് ഫ്രോഡ്. ഓക്കെ, ഇനി മീനിങ് ഓഫ് ഫോറൻസിക്. എന്താണ് ഫോറൻസിക്കിൻ്റെ മീനിങ്? ദ വേർഡ് ഫോറൻസിക് കം ഫ്രം ലാറ്റിൻ ടേം ഫോറൻസിൻസ് എന്ന് പറഞ്ഞൊരു ലാറ്റിൻ ടേമിൽ നിന്നാണ് എന്ത് ഫോറൻസിക് എന്ന് പറഞ്ഞ വേർഡ് വന്നിട്ടുള്ളത്. അതിൻ്റെ മീനിങ് എന്താ വെച്ചാൽ ബിഫോർ ദ ഫോറത്തിന് മുമ്പാകെ എന്നാണ് അതിൻ്റെ മീനിങ്. ഇറ്റ് റിലേറ്റ്സ് ടു ലീഗൽ ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ് യൂസ് ടു ഇൻവെസ്റ്റിഗേറ്റ് ഫിനാൻഷ്യൽ ഫ്രോഡ്. അതെന്താണ് ഫിനാൻഷ്യൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ യൂസ് ചെയ്യുന്ന ലീഗൽ ആൻഡ് സയൻറ്റിഫിക് മെത്തേഡ്സ് ആണ് ഫോറൻസിക്. സോ ബുക്ക് ഡെഫിനേഷൻ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്. ഒരു ബുക്ക് ഡെഫിനേഷൻ, നമ്മളിപ്പോൾ ലാറ്റിൻ ഡെഫിനേഷനാണ് കണ്ടിട്ടുള്ളത്. ഇനി ഒരു ബുക്ക് ഡെഫിനേഷൻ ഹോപ്പ്വുഡ്, ലീനർ ആൻഡ് യങ് തന്നിട്ടുള്ള ബുക്ക് ഡെഫിനേഷൻ എന്താ വെച്ചാൽ ഫോറൻസിക് അക്കൗണ്ടിങ് ഇസ് ദ അപ്ലിക്കേഷൻ ഓഫ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് അനലിറ്റിക്കൽ സ്കിൽ. എന്തൊക്കെയാണ്? ഇൻവെസ്റ്റിഗേഷൻ്റെയും അനലിറ്റിക്കൽ സ്കില്ലിൻ്റെയും ആപ്ലിക്കേഷൻ ആണ് ഫോറൻസിക് അക്കൗണ്ടിങ്. എന്തിനു വേണ്ടിയിട്ട്? ഫോർ റിസോൾവിങ് ഫിനാൻഷ്യൽ ഇഷ്യൂസ് ദാറ്റ് മീറ്റ് ലീഗൽ സ്റ്റാൻഡേർഡ്. അപ്പോൾ ലീഗൽ സ്റ്റാൻഡേർഡ്സ് മീറ്റ് ചെയ്യുന്ന ഫിനാൻഷ്യൽ ഇഷ്യൂസ് റിസോൾവ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു ഫോറൻസിക് അക്കൗണ്ടിങ് നടത്തുന്നത്, അതിൻ്റെ ആപ്ലിക്കേഷൻ ഉള്ളത്. ഫോറൻസിക് അക്കൗണ്ടൻസ് യൂസ് അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ് ആൻഡ് ഫിനാൻസ് ലോ ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സ്കിൽ. അപ്പോൾ എന്തൊക്കെയാണ്? അക്കൗണ്ടിങ്, ഓഡിറ്റിംഗ്, ഫിനാൻസ് ലോ, ഇൻവെസ്റ്റിഗേഷൻ സ്കില്ലൊക്കെ യൂസ് ചെയ്യും ടു അനലൈസ് എവിഡൻസ് ആൻഡ് കമ്മ്യൂണിക്കേറ്റ് ഫൈൻഡിങ്സ്. ദെൻ റെഡ് ഫ്ലാഗ്സ് ഇൻ ഫോറൻസിക് അക്കൗണ്ടിങ്. അപ്പോൾ ഒരു ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ റെഡ് ഫ്ലാഗിങ് എന്തൊക്കെയാണ്? റെഡ് ഫ്ലാഗിങ് ഇൻഡിക്കേറ്റ്സ് പൊട്ടൻഷ്യൽ ഫ്രോഡ് റിസ്ക്. അപ്പോൾ പൊട്ടൻഷ്യൽ ഫ്രോഡ് റിസ്ക്കിനാണ് നമ്മളെന്ത് വിളിക്കുക? റെഡ് ഫ്ലാഗ് എന്ന് വിളിക്കുക. അത് നമുക്കറിയാം. വൈൽ ദേ ഡു നോട്ട് കൺഫേം ഫ്രോഡ്, അതെന്ത് ചെയ്യില്ല, ഒരു ഫ്രോഡ് കൺഫേം ചെയ്യില്ല, ജസ്റ്റ് ഒരു ഇൻഡിക്കേഷൻ മാത്രമാണ് തരുന്നത്. ദേ സൈൻ ദ നീഡ് ഫോർ ഫർദർ ഐഡൻറ്റിഫിക്കേഷൻ ഉള്ളൊരു കാര്യമാണ് റെഡ് ഫ്ലാഗ് തരിക. സോ ഫിനാൻഷ്യൽ പെർഫോമൻസ് റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ അൺയൂഷ്വൽ പ്രോഫിറ്റ് അല്ലെങ്കിൽ റവന്യൂ മാനിപ്പുലേഷൻ ഒക്കെയാണ് ഫിനാൻഷ്യൽ പെർഫോമൻസ് റെഡ് ഫ്ലാഗ്. ഇനി അക്കൗണ്ടിംഗ് സിസ്റ്റം റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ ഫ്രോഡ്ലൻറ്റ് എറർ ആൻഡ് മിസ്സിംഗ് ഡോക്യുമെൻറ്റ്സ്, ഒരു ഡോക്യുമെൻറ്റ് മിസ്സായതോ അല്ലെങ്കിൽ ഫ്രോഡ്ലൻറ്റ് എറേഴ്സ് ഒക്കെയാണ് അക്കൗണ്ടിംഗ് സിസ്റ്റത്തിൻ്റെ റെഡ് ഫ്ലാഗ്. ദെൻ ഓപ്പറേഷണൽ റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ പുവർ ഇൻറ്റേർണൽ കൺട്രോൾ അല്ലെങ്കിൽ അൺഓതറൈസ്ഡ് ട്രാൻസാക്ഷൻ ഒക്കെയാണത് ഓപ്പറേഷണൽ റെഡ് ഫ്ലാഗ്. ദെൻ ബിഹേവിയറൽ റെഡ് ഫ്ലാഗ് എന്ന് വെച്ചാൽ അൺയൂഷ്വൽ ലൈഫ് സ്റ്റൈൽ ചേഞ്ചസ് ഫോർ എംപ്ലോയി. ഒരു എംപ്ലോയിൻ്റെ ലൈഫ് സ്റ്റൈൽ എന്താണ് അൺയൂഷ്വലായിട്ട് മാറി എന്ന് വെച്ചാൽ അയാൾ അതിന് പാവപ്പെട്ട മനുഷ്യനെ, ഒരു സ്കൂട്ടറിൽ വരുന്നൊരു മനുഷ്യനെയാണ്, പക്ഷേ അയാൾ പെട്ടെന്ന് എന്താണ് ഒരു വലിയൊരു കാറൊക്കെ എടുത്ത് അയാൾ ഭയങ്കര പൈസ, ഭയങ്കര ഡ്രസ്സ്, ഭയങ്കര എന്താ പറയുക, ഭയങ്കര ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ എടുക്കാൻ തുടങ്ങി. സോ അപ്പോൾ എന്താണ് നമുക്ക് മനസ്സിലായി അയാൾ എന്തോ ഒരു ഫ്രോഡ് കാണിക്കുന്നുണ്ട് എന്നുള്ളൊരു കാര്യം ഒരു സൂചന വന്നു. ഇപ്പോൾ നമ്മുടെ മറ്റേ ലക്കി ഭാസ്കറിലെ ദുൽഖർ തന്നെ പാവമായിട്ട് നടന്നൊരു മനുഷ്യൻ എന്താ പെട്ടെന്ന് പൈസക്കാരനായി. സോ ആ ഒരു ബിഹേവിയറൽ റെഡ് ഫ്ലാഗ് അവർ സൂചിപ്പിക്കും. ദെൻ ഡിഫറൻസ് ബിറ്റ്വീൻ ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഓഡിറ്റ്. അപ്പോൾ ഫോറൻസിക്കും ഓഡിറ്റും നമ്മൾ ഡിഫറൻസ് എന്തൊക്കെയാണ്? ഫസ്റ്റ് പർപ്പസിൽ ഡിഫറൻസ് ആയാലും ഫോറൻസിക് എന്താ ഉദ്ദേശിക്കുന്നത്? ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും എന്ത് ഫ്രോഡ് ആൻഡ് ഫിനാൻഷ്യൽ മിസ്കണ്ടക്ട്. ഫ്രോഡും ഫിനാൻഷ്യൽ മിസ്കണ്ടക്റ്റും ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യും ഇൻ റെസ്പോൺസ് ടു എൻ ഇവൻറ്റ്, ഒരു ഇവൻ്റെ റെസ്പോൺസ് ആയിട്ടാണ് അത് ചെയ്യുക. ഓഡിറ്റ് എന്താ ചെയ്യുക? ഫിനാൻഷ്യൽ കംപ്ലയൻസ് ആൻഡ് റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ ഇൻഫർമേഷനാണ് എൻഷുർ ചെയ്യുക. ഫിനാൻഷ്യൽ കംപ്ലയൻസും റിലയബിലിറ്റി ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റാണ് എന്ത് എൻഷുർ ചെയ്യുക. ദ ടെക്നിക്സ് യൂസ്. അപ്പോൾ എന്തൊക്കെ ടെക്നിക്സ് ആണ് ഒരു ഫോറൻസിക് ഓഡിറ്റിൽ ചെയ്യുക, അക്കൗണ്ടിങ്ങിൽ ചെയ്യുക? യൂസ് ഇൻഡെപ്ത് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് ബിയോണ്ട് റെഗുലർ ഓഡിറ്റിംഗ്. അപ്പോൾ റെഗുലർ ഓഡിറ്റിങ്ങിന് പുറമെ എന്താണ് ഇൻഡെപ്ത് ആയിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്ക് യൂസ് ചെയ്തിട്ടുള്ള ഇൻവെസ്റ്റിഗേഷൻ എന്തെങ്കിലും ചെയ്യും. ഓഡിറ്റ് എന്താ ചെയ്യുള്ളൂ? സ്റ്റാൻഡേർഡ് കംപ്ലയൻസ് ആൻഡ് സാമ്പിളിംഗ് മെത്തേഡാണ് ഓഡിറ്റ് ചെയ്യുക. ദെൻ സ്കോപ്പ് ആൻഡ് ഡ്യൂറേഷൻ. നോ സ്പെസിഫിക് ടൈം ലിമിറ്റ്. ഒരു ടൈം ലിമിറ്റ് ഒന്നുമില്ല ഒരു ഫോറൻസിക് അക്കൗണ്ടിങ് ഇല്ല. ഫോക്കസ് ഓൺ സ്പെസിഫിക് സസ്പെക്ട് ഫ്രോഡ്. സസ്പെക്ട് ചെയ്യുന്ന ഫ്രോഡാണ് ഇത് ഫോക്കസ് ചെയ്യുന്നത് മെയിനായിട്ട്. ഓഡിറ്റ് കണ്ടക്ട് ഫോർ ഫിക്സ്ഡ് അക്കൗണ്ടിങ് പീരീഡ്. ഒരു ഫിക്സ്ഡ് അക്കൗണ്ടിങ് പീരീഡിന് വേണ്ടിയിട്ടാണ് ഓഡിറ്റ് കണ്ടക്ട് ചെയ്യുക. ഇനി വെരിഫിക്കേഷൻ ഓഫ് ട്രാൻസാക്ഷൻ.
ഫോറൻസിക് അക്കൗണ്ടിങ് എന്താ ചെയ്യുക വെച്ചാൽ ഇൻഡിപെൻഡൻ്റ്ലി വെരിഫൈ സെലക്ടഡ് ഐറ്റംസ് ടു ഡിറ്റക്ട് ഫ്രോഡ്. അപ്പോൾ ഒരു ഇൻഡിപെൻഡൻ്റ് ആയിട്ട് എന്ത് ചെയ്യും, വെരിഫൈ ചെയ്യും സെലക്ടഡ് ഐറ്റംസ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓഡിറ്റ് റിലൈസ് ഓൺ മാനേജ്മെൻറ്റ് സർട്ടിഫിക്കറ്റ്സ് ആൻഡ് സ്റ്റാൻഡേർഡ് വെരിഫിക്കേഷൻ. ദെൻ ഓഫ് ബാലൻസ് ഷീറ്റ് ഐറ്റംസ് എന്ന് വെച്ചാൽ എക്സാമിൻ കോൺട്രാക്ട് ഫോർ ഫ്രോഡ് റിസ്ക് ആൻഡ് റെഗുലാരിറ്റി കംപ്ലൈൻറ്റ്സ്. അപ്പോൾ എന്താണ് കോൺട്രാക്റ്റും അതേമാതിരി തന്നെ റെഗുലാരിറ്റിക്ക് എക്സാമിൻ ചെയ്യും. എന്തിന്, ഫ്രോഡ് റിസ്ക് കംപ്ലൈൻറ്റ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്, ഫ്രോഡ് റിസ്ക്കും റെഗുലാരിറ്റി കംപ്ലൈൻറ്റ്സ് ഉണ്ടോ നോക്കാൻ വേണ്ടിയിട്ട്. ഓഡിറ്റ് എന്താ ചെയ്യുക, ഓഡിറ്റ് ന്യൂമറിക്കൽ ആക്യുറസി ആൻഡ് പ്രൊസീജിയർ കംപ്ലൈൻറ്റ്സൊക്കെയാണ് ഓഡിറ്റ് എൻഷുർ ചെയ്യുക. ന്യൂമറിക്കൽ ആക്യുറസിയും പ്രൊസീജിയർ കംപ്ലൈൻറ്റ്സൊക്കെ എൻഷുർ ചെയ്യും. ദെൻ റിപ്പോർട്ടിംഗ് ആൻഡ് ഫൈൻഡിങ്സ്. ഫോറൻസിക് അക്കൗണ്ടിങ് എന്താ ചെയ്യുക, ഡിറ്റർമൈൻ ഫ്രോഡ് ഇമ്പാക്ട് ഡിറ്റർമൈൻ ചെയ്യും ആൻഡ് ഐഡൻറ്റിഫൈഡ് പെർപ്പട്രേറ്ററിനെ ഐഡൻറ്റിഫൈ ചെയ്യും ആൻഡ് അസിസ്റ്റ് ഇൻ ലീഗൽ ആക്ഷൻസ്. ഇവരെന്താണ് ലീഗൽ ആക്ഷനിലേക്കാണ് പോവുക, അല്ലാതെ ഒരു ഇതൊന്നുമല്ല റിപ്പോർട്ടിംഗ് എന്നിട്ട് നമ്മൾ ഒപ്പീനിയൻ കൊടുക്കണമെന്നില്ല. ഓഡിറ്റ് എന്താ ചെയ്യുക, ഓഡിറ്റ് ഇഷ്യൂ എ ക്വാളിഫൈഡ് ഓർ അഡ്വേഴ്സ് ഒപ്പീനിയൻ ഈ ഫിനാൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ്സ് ആർ ഫൗണ്ട്. ഒരു ഫിനാൻഷ്യൽ മിസ്റ്റേറ്റ്മെൻറ്റ് തെറ്റ് കാണുകയാണെങ്കിൽ എന്ത് ചെയ്യുക, ഒരു ക്വാളിഫൈഡ് അല്ലെങ്കിൽ അഡ്വേഴ്സ് ഒപ്പീനിയൻ കൊടുക്കുക ചെയ്യുക ഓഡിറ്റ്. ഫോറൻസിക് പ്രൊഫഷണൽ ആൻഡ് പ്രോസസ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്. സോ ഫോറൻസിക് പ്രൊഫഷൻ എന്താണെന്നും അതേമാതിരി തന്നെ അതിൻ്റെ പ്രോസസ്സും ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സ് എന്താണെന്ന് ആണ് നമ്മൾ നോക്കാൻ പോകുന്നത് നെക്സ്റ്റ്. സോ ഫസ്റ്റ് ഫോറൻസിക് പ്രൊഫഷൻ എന്താണെന്നുള്ള കാര്യം. A forensic profession is responsible for analyzing, interpreting, summarizing and presenting complex financial and business related issues in a understandable and well supported manner. ഇതാണെന്ത് ഫോറൻസിക് പ്രൊഫഷൻ. എന്താണത്, അതൊരു റെസ്പോൺസിബിലിറ്റിയാണ്. ഫോറൻസിക് പ്രൊഫഷൻ എന്ന് വെച്ചാൽ റെസ്പോൺസിബിലിറ്റിയാണ്. എന്തിനുള്ള റെസ്പോൺസിബിലിറ്റി, ഒരു കോംപ്ലക്സ് ഫിനാൻഷ്യൽ അല്ലെങ്കിൽ ഒരു ബിസിനസ് റിലേറ്റഡ് ഇഷ്യൂ, ഒരു കോംപ്ലക്സ് ഫിനാൻഷ്യൽ ഓർ ബിസിനസ് റിലേറ്റഡ് ഇഷ്യൂവിനെ അനലൈസ് ചെയ്യാനും ഇൻ്റർപ്രറ്റ് ചെയ്യാനും സമ്മറൈസ് ചെയ്യാനും പ്രസൻറ്റ് ചെയ്യാനും എങ്ങനെ, ഒരു അണ്ടർസ്റ്റാൻഡബിൾ ആൻഡ് വെൽ സപ്പോർട്ടഡ് മാനറിൽ. അതിനുള്ള റെസ്പോൺസിബിലിറ്റിയാണെന്ത്, ഫോറൻസിക് പ്രൊഫഷൻ. ദേ ലുക്ക് ബിയോണ്ട് ദ നമ്പേഴ്സ് ടു അണ്ടർസ്റ്റാൻഡ് ദ റിയൽ ബിസിനസ് സിറ്റുവേഷൻ. അതെന്താണ്, ഒരു നമ്പേഴ്സ് നോക്കാണ്ട് നമ്പേഴ്സിന് പുറമെ ഒരു ബിസിനസ് സിറ്റുവേഷൻ ആണ് നോക്കുക. ഏത്, ഫോറൻസിക് പ്രൊഫഷൻ. സോ അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ള കാര്യമാണെന്ത്, കീ റെസ്പോൺസിബിലിറ്റീസ് ഓഫ് എ ഫോറൻസിക് പ്രൊഫഷൻ. ഒരു ഫോറൻസിക് പ്രൊഫഷണലിൻ്റെ കീ റെസ്പോൺസിബിലിറ്റീസ്. അനലൈസ് ഫിനാൻഷ്യൽ ഡാറ്റ. ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത്, ഫിനാൻഷ്യൽ ഡാറ്റ അനലൈസ് ചെയ്യണം ടു ഡിറ്റക്ട് ഫ്രോഡ് ആൻഡ് മിസ്അപ്രോപ്രിയേഷൻ. ഫ്രോഡും മിസ്അപ്രോപ്രിയേഷനും ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട്. ദെൻ ഡെവലപ്പ് കമ്പ്യൂട്ടറൈസ്ഡ് ടൂൾസ് എന്ത് ചെയ്യണം, ഡെവലപ്പ് ചെയ്യണം ഫോർ ഫിനാൻഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ. ദെൻ എക്സാമിൻ ഇൻറ്റേർണൽ കൺട്രോൾ ടു എൻഷുർ ആഡിക്വസി എൻഷുർ ചെയ്യാൻ വേണ്ടിയിട്ട് എന്താണ്, ഇൻറ്റേർണൽ കൺട്രോൾ എക്സാമിൻ ചെയ്യുക. ദെൻ അസിസ്റ്റ് ലീഗൽ കേസസിന് അസിസ്റ്റ് ചെയ്യുക ആൻഡ് ടെസ്റ്റിഫൈ ഇൻ കോർട്ട് ടെസ്റ്റിഫൈ ആൻഡ് പ്രിപ്പയർ എവിഡൻസ് പ്രസൻറ്റേഷൻസ് പ്രിപ്പയർ ചെയ്യുക. സോ ഇതൊക്കെയാണ് എന്ത് ചെയ്യേണ്ടത്, ഒരു ഫോറൻസിക് പ്രൊഫഷണലിൻ്റെ കീ റെസ്പോൺസിബിലിറ്റീസ്. ദെൻ സ്കിൽസ് റിക്വയർഡ്. എന്തൊക്കെ സ്കിൽസാണ് ഒരു ഫോറൻസിക് പ്രൊഫഷണലിന് വേണ്ടത്? എക്സ്പെർട്ടൈസ് ഇൻ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷന് എക്സ്പെർട്ടൈസ് ആവണം. ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്സ് ആൻഡ് ലീഗൽ പ്രൊസീജിയർ. സോ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ ടെക്നിക്കിനും ലീഗൽ പ്രൊസീജിയേഴ്സിനും എന്താണ്, എക്സ്പെർട്ട് ആയിരിക്കണം. ദെൻ നോളേജ് ഓഫ് ഡിഫറെൻറ്റ് ടൈപ്സ് ഓഫ് ഫിനാൻഷ്യൽ ഫ്രോഡ്. അപ്പോൾ പല ടൈപ്പിലുള്ള ഫിനാൻഷ്യൽ ഫ്രോഡുകളെ കുറിച്ചുള്ളൊരു നോളേജ് വേണം. എബിലിറ്റി ടു യൂസ് IT ടൂൾസ്, ഡാറ്റ റിക്കവറി ആൻഡ് അനാലിസിസ്. അപ്പോൾ IT ടൂൾസ് അത് യൂസ് ചെയ്യാനുള്ള എബിലിറ്റി. ദെൻ അണ്ടർസ്റ്റാൻഡിങ് ഹൗ ടു ഗ്യാദർ ലീഗലി അഡ്മിസിബിൾ എവിഡൻസ്. അപ്പോൾ ലീഗലി അഡ്മിസിബിൾ ആയിട്ടുള്ള എവിഡൻസ് ഗ്യാദർ ചെയ്യാനുള്ള, എങ്ങനെ ഗ്യാദർ ചെയ്യാം എന്നുള്ളൊരു അണ്ടർസ്റ്റാൻഡിങ്. ദെൻ വേർ ഫോറൻസിക് പ്രൊഫഷണൽസ് വർക്ക്. എവിടെയാണ് ഒരു ഫോറൻസിക് പ്രൊഫഷണൽസ് വർക്ക് ചെയ്യുക? പബ്ലിക് പ്രാക്ടീസിൽ വർക്ക് ചെയ്യും, ഇൻഷുറൻസ് കമ്പനീസിൽ വർക്ക് ചെയ്യും, ബാങ്കിൽ വർക്ക് ചെയ്യും, പോലീസ് ഫോഴ്സിൽ വർക്ക് ചെയ്യും, ഗവൺമെൻറ് ഏജൻസീസിൽ വർക്ക് ചെയ്യും ആൻഡ് അതർ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസിലും എന്താണ്, ഫോറൻസിക് പ്രൊഫഷണൽസ് വർക്ക് ചെയ്യും. ആൻഡ് ദെൻ ഫോറൻസിക് അക്കൗണ്ടിങ് സർവീസസ്. ഫോറൻസിക് സ്റ്റേറ്റ്മെൻറ്റ് മാനിപ്പുലേഷൻ. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ് സർവീസ് എന്തൊക്കെ സർവീസാണെന്ന് വെച്ചാൽ, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് മാനിപ്പുലേഷൻ ചെക്ക് ചെയ്യാൻ വേണ്ടി എന്താണ്, ഫോറൻസിക് അക്കൗണ്ടിങ് സർവീസിൽ ഒരു ഫോറൻസിക് പ്രൊഫഷണൽസ് വർക്ക് ചെയ്യും. ദെൻ ഫണ്ട് ഡൈവേർഷൻ ആൻഡ് അസറ്റ് ട്രേസിങ് ഈ കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്യാൻ വേണ്ടി നോക്കും. പിന്നെ ആൻറ്റി മണി ലോണ്ടറിങ് ഇൻവെസ്റ്റിഗേഷൻ. എന്ന് വെച്ചാൽ മണി ലോണ്ടറിങ് തടയാൻ വേണ്ടി എന്താണ്, അതിൻ്റെ ഇൻവെസ്റ്റിഗേഷൻ എന്താണ്, ഫോറൻസിക് അക്കൗണ്ടൻസ് വർക്ക് ചെയ്യും.
ദെൻ ടാക്സ് ഇവേഷൻ ആൻഡ് ലൈസൻസ് ഫീ ഇൻവെസ്റ്റിഗേഷന് വർക്ക് ചെയ്യും. റിലേറ്റഡ് പാർട്ടി ട്രാൻസാക്ഷൻ ആൻഡ് വാല്യുവേഷൻ അതിന് വർക്ക് ചെയ്യും. ദെൻ വാല്യുവേഷൻ ആൻഡ് എസ്റ്റിമേഷൻ ഓഫ് ഫിനാൻഷ്യൽ ലോസിൻ്റെ വാല്യുവേഷനും എസ്റ്റിമേഷനും ഒരു ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വർക്ക് ചെയ്യും. ദെൻ ഇൻവെസ്റ്റിഗേറ്റിംഗ് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ് അണ്ടർ IBS. അപ്പോൾ IBSനുള്ള സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ എന്താണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ വേണ്ടി ഇവർ വർക്ക് ചെയ്യും. ദെൻ എന്താണ് ഒരു ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ പ്രോസസ്സുകൾ? ഓക്കെ, ദ പ്രോസസ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് വേരീസ് ബേസ്ഡ് ഓൺ ഈച്ച് കേസ്. അപ്പോൾ ഓരോ കേസിൻ്റെ ബേസ് ചെയ്തിട്ടായിരിക്കും ഓരോ ഫോറൻസിക് അക്കൗണ്ടിങ്ങിനും എന്താണ് പ്രോസസ്സുകൾ മാറിക്കൊണ്ടിരിക്കുക. ബട്ട് ജനറലി ഫോളോയിങ് 6 കീ സ്റ്റെപ്സ്. പക്ഷേ ജനറലി എന്താണ് 6 കീ സ്റ്റെപ്പുകളുണ്ട്. എന്തൊക്കെയാണെന്ന് വെച്ചാൽ ഒന്ന് ഇനീഷ്യലൈസേഷൻ, പിന്നെ ഡെവലപ്പ് പ്ലാൻ, ദെൻ ഒബ്റ്റെയിൻ റിലവൻറ്റ് എവിഡൻസ്, പെർഫോം ദ അനാലിസിസ്, റിപ്പോർട്ടിംഗ് ആൻഡ് കോർട്ട് പ്രൊസീഡിങ്സ്. ഈ 6 സ്റ്റെപ്പുകളാണ് എന്ത് ഇവർക്ക് ജനറലി ഉള്ള സ്റ്റെപ്പുകൾ. ഇതിൽ ഫസ്റ്റ് സ്റ്റെപ്പാണെന്ത് ഇനീഷ്യലൈസേഷൻ. ദ ഫോറൻസിക് പ്രൊഫഷണൽ മസ്റ്റ് ഫസ്റ്റ് ക്ലാരിഫൈ ദ ഒബ്ജക്റ്റീവ് ഓഫ് ദ ഇൻവെസ്റ്റിഗേഷൻ. ആ ഇൻവെസ്റ്റിഗേഷൻ്റെ ഒബ്ജക്റ്റീവ് എന്ത് ചെയ്യണം? ഒരു ഫോറൻസിക് പ്രൊഫഷണൽ ഫസ്റ്റ് ക്ലാരിഫൈ ചെയ്യണം. എ കോൺഫ്ലിക്റ്റ് ചെക്ക് ഷുഡ് ബി കണ്ടക്ടഡ്. ഒരു കോൺഫ്ലിക്റ്റ് ചെക്ക് കണ്ടക്ട് ചെയ്യണം ടു അവോയ്ഡ് എത്തിക്കൽ കൺസേൺ. എ പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ ഹെൽപ്സ് ഇൻ പ്ലാനിങ് ദ നെക്സ്റ്റ് സ്റ്റെപ്പ്. ഒരു പ്രിലിമിനറി ഇൻവെസ്റ്റിഗേഷൻ നെക്സ്റ്റ് സ്റ്റെപ്പ് പ്ലാൻ ചെയ്യാൻ ഹെൽപ്പ് ചെയ്യും. Example, before investigating financial fraud in a company, the forensic accountant meet the management to understand the suspected issue. അപ്പോൾ ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യാൻ പോകുന്നതിന് മുമ്പ് എന്ത് ചെയ്യണം? മാനേജറുടെ അടുത്ത് പോയിട്ട് ആ ഒരു ഫ്രോഡിനെ കുറിച്ച് സസ്പെക്റ്റഡ് ഇഷ്യൂസിനെ കുറിച്ച് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം, സംസാരിച്ചിട്ട് അണ്ടർസ്റ്റാൻഡ് ചെയ്യണം. ദെൻ അടുത്ത സ്റ്റെപ്പാണ് ഇത് ഡെവലപ്പ് പ്ലാൻ. നമ്മൾ ഇനീഷ്യലൈസേഷൻ്റെ ബേസിൽ നമ്മൾ ചെയ്യണം പ്ലാൻ ഡെവലപ്പ് ചെയ്യണം. So a plan should outline objectives and methodologies to be followed based on the initial findings and client discussion. അപ്പോൾ ഇനീഷ്യൽ ഫൈൻഡിങ്സും ക്ലയൻറ്റ് ഡിസ്കഷൻ്റെയും ബേസിൽ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ ചെയ്യാൻ പോകുന്ന പ്രോസസ്സിൻ്റെ ഒബ്ജക്റ്റീവും അതിൻ്റെ മെത്തഡോളജി നമ്മൾ എന്ത് ചെയ്യണം? പ്ലാൻ ചെയ്യണം. അത് ഔട്ട്ലൈൻ ചെയ്യുന്ന രീതിയിൽ നമ്മൾ പ്ലാൻ ഉണ്ടാക്കണം. എക്സാമ്പിൾ, ഇഫ് എ ഫ്രോഡ് ഈസ് സസ്പെക്റ്റഡ് ഇൻ എ കമ്പനീസ് ക്യാഷ് ട്രാൻസാക്ഷൻ. ഒരു കമ്പനിയുടെ ക്യാഷ് ട്രാൻസാക്ഷനിലാണ് ഫ്രോഡ് സസ്പെക്ട് ചെയ്യുന്നതെങ്കിൽ ദ പ്ലാൻ മേ ഇൻക്ലൂഡ് ചെക്കിംഗ് ബാങ്ക് റീകൺസിലേഷൻ ആൻഡ് എംപ്ലോയി ആക്സസ് ലോഗ്സ്. ദെൻ സ്റ്റെപ്പ് 3 ആണ് ഒബ്റ്റെയിൻ റിലവൻറ്റ് എവിഡൻസ്. ഇനി അടുത്ത് വെച്ചാൽ റിലവൻ്റ് ആയിട്ടുള്ള എവിഡൻസ് ഒബ്റ്റെയിൻ ചെയ്യണം. ഐഡൻറ്റിഫൈ കീ ഡോക്യുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽ ലിങ്ക് ടു ഫ്രോഡ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം? ഫസ്റ്റ് ഐഡൻറ്റിഫൈ ചെയ്യണം എന്ത് കീ ഡോക്യുമെൻറ്റ്സ്, ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ ആൻഡ് ഇൻഡിവിജ്വൽസ് ലിങ്ക് ടു ഫ്രോഡ്. ഫ്രോഡുമായിട്ട് ലിങ്ക് ചെയ്തിട്ടുള്ള ഇൻഡിവിജ്വൽസിനെ നമ്മൾ എന്ത് ചെയ്യണം? ഐഡൻറ്റിഫൈ ചെയ്യണം. ദെൻ ട്രേസ് മിസ്അപ്രോപ്രിയേറ്റഡ് ഫണ്ടുകൾ ട്രേസ് ചെയ്യണം. ആൻഡ് ഡിറ്റക്ട് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻ എന്ത് ചെയ്യണം? ഡിറ്റക്ട് ചെയ്യണം. Then collect sufficient evidence collect ചെയ്യണം to identify fraudster and estimated losses. Then maintain the chain of custody മെയിൻറ്റെയിൻ ചെയ്യണം. എന്തിനു വേണ്ടിയിട്ട്? ഫോർ എവിഡൻസ് ടു എൻഷുർ വാലിഡിറ്റി ഇൻ കോർട്ട്. അപ്പോൾ കോർട്ടിൽ എന്താണ് ആ ഒരു എവിഡൻസ് വാലിഡ് ആവാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ചെയിൻ ഓഫ് കസ്റ്റഡി നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എൻ എംപ്ലോയി സസ്പെക്റ്റഡ് ഫോർ embezzling fund, forensic accountant may check unauthorized withdrawal and fake invoices. Then step 4, perform the analysis. Calculate economic damages caused by fraud. അപ്പോൾ ഫ്രോഡ് കാരണം ഉണ്ടായിട്ടുള്ള എക്കണോമിക് ഡാമേജ് എന്ത് ചെയ്യണം? നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. ദെൻ സമ്മറൈസ് ആൻഡ് അനലൈസ് ചെയ്യണം, അനലൈസ് ചെയ്യണം. എന്ത്? ലാർജ് വോളിയം ഓഫ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ എന്താണ്? സമ്മറൈസും അനലൈസും ചെയ്യണം. യൂസ് IT ടൂൾസ് യൂസ് ചെയ്യണം, ലൈക്ക് സ്പ്രെഡ്ഷീറ്റ്, ഡാറ്റാബേസ് ആൻഡ് റിഗ്രഷൻ അനാലിസിസ് ഫോർ ഡീപ്പ് ഇൻസൈറ്റ്സ്. ദെൻ പ്രസൻറ്റ് ഫൈൻഡിങ്സ് യൂസിങ് ചാർട്ട്സ് ആൻഡ് ഗ്രാഫിക്സും യൂസ് ചെയ്തിട്ട് എന്ത് ചെയ്യണം? ഓരോ ഫൈൻഡിങ്സ് നമ്മൾ ഒരു നല്ല രീതിയിൽ പ്രസൻറ്റ് ചെയ്യണം, ഒരു യൂസർ ഫ്രണ്ട്ലി രീതിയിൽ നമ്മൾ പ്രസൻറ്റ് ചെയ്യണം. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി റിപ്പോർട്ട്സ് ഫിനാൻഷ്യൽ ലോസസ്, ഒരു കമ്പനി തന്നെ ഫിനാൻഷ്യൽ ലോസാണ് റിപ്പോർട്ട് ചെയ്യുന്നതെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടൻസ് മേ അനലൈസ് പാറ്റേൺസ് ഇൻ സെയിൽസ് ആൻഡ് എക്സ്പെൻസസ് ടു ഡിറ്റക്ട് മാനിപ്പുലേഷൻസ്. ദെൻ റിപ്പോർട്ടിംഗ്. സ്റ്റെപ്പ് 5 റിപ്പോർട്ടിംഗ് ആണ്. എന്താ ചെയ്യേണ്ടത്? ദ ഫൈനൽ റിപ്പോർട്ട് ഷുഡ് സമ്മറൈസ് ദ ഫൈൻഡിങ്സ്, ക്വാണ്ടിറ്റി ഓഫ് ഫിനാൻഷ്യൽ ലോസ് ആൻഡ് ഐഡൻറ്റിറ്റി ഓഫ് ദ ഫ്രോഡ്സ്റ്റർ. അപ്പോൾ നമ്മൾ എന്തൊക്കെയാണ് നമ്മളെ ഫൈനൽ റിപ്പോർട്ട്, ഒരു ഫോറൻസിക് ഓഡിറ്റിൻ്റെ ഫൈനൽ റിപ്പോർട്ട് എന്തൊക്കെയാണ് വേണ്ടത്? ഫൈൻഡിങ്സിനെ സമ്മറൈ വേണം. പിന്നെ ഒരു ഫിനാൻഷ്യൽ ലോസിൻ്റെ ക്വാണ്ടിറ്റി, എത്രമാത്രം ലോസ് ഉണ്ടായില്ല, അതേമാതിരി തന്നെ ഫ്രോഡ്സ്റ്റർ അവരുടെ ഐഡൻറ്റിറ്റിയും എന്താണ് അതിൽ വേണം. ഇറ്റ് മേ ഇൻക്ലൂഡ് നേച്ചർ ഓഫ് അസൈൻമെൻറ്റ് ആൻഡ് സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷൻ. അതിൽ നിന്നും കൂടി വേണം. നേച്ചർ ഓഫ് അസൈൻമെൻറ്റും സ്കോപ്പ് ഓഫ് ഇൻവെസ്റ്റിഗേഷനും വേണം. ആൻഡ് അപ്രോച്ച് യൂസ്, എന്തൊക്കെ രീതിയിലാണ് നമ്മളിത് ചെയ്തിട്ടുള്ളത്, അതേമാതിരി തന്നെ ലിമിറ്റേഷൻസ് ഓഫ് സ്കോപ്പിൽ ഉണ്ടായിരുന്ന ലിമിറ്റേഷൻ നമ്മൾ അതിൽ മെൻഷൻ ചെയ്യണം. ദെൻ ഡീറ്റെയിൽസ് ഓഫ് ഫ്രോഡ് ആൻഡ് ട്രാൻസാക്ഷൻ്റെ ഡീറ്റെയിൽസ് അതിൽ വേണം. ദെൻ റെക്കമെൻഡേഷൻ ഫോർ ഇംപ്രൂവിങ് ഇൻറ്റേർണൽ കൺട്രോൾസ്,
ഇൻറ്റേർണൽ കൺട്രോൾസ് ഇമ്പ്രൂവ് ചെയ്യാനുള്ള റെക്കമെൻഡേഷനും അതിൽ വേണം. എക്സാമ്പിൾ, എ ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടാക്സ് ഇവേഷൻ. ഒരു ടാക്സ് ഇവേഷനാണ് ഒരു ഫോറൻസിക് അക്കൗണ്ടൻറ്റ് എന്നാണ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ മേ പ്രിപ്പയർ എ റിപ്പോർട്ട് ഷോയിങ് ഹൗ ഇൻകം വാസ് ഹിഡൻ. എങ്ങനെയാണ് ആ ഇൻകം ഒളിപ്പിച്ച് വെച്ചത്. ആൻഡ് സജസ്റ്റ് മെഷർ ടു പ്രിവെൻറ്റ് റിക്കറൻസ്. അതേമാതിരി തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനുള്ള ഒരു മെഷർമെൻറ്റ് നമ്മൾ പ്രൊവൈഡ് ചെയ്യണം റിപ്പോർട്ടിങ്ങിൽ. ദെൻ സ്റ്റെപ്പ് 6 ആണിത്, കോർട്ട് പ്രൊസീഡിങ്സ്. ഇഫ് ദ കേസ് ലീഡ്സ് ടു എ ലീഗൽ ആക്ഷൻ, ഒരു ലീഗൽ ആക്ഷനിലേക്ക് പോവുകയാണെങ്കിൽ ഫോറൻസിക് പ്രൊഫഷണൽ മസ്റ്റ് പ്രസൻറ്റ് എവിഡൻസ് ഇൻ കോർട്ട്. അപ്പോൾ എന്ത് ചെയ്യണം, നമ്മൾ കണ്ടുപിടിച്ചുള്ള എവിഡൻസ് കോർട്ടിൽ പ്രസൻറ്റ് ചെയ്യണം. ആൻഡ് എക്സ്പ്ലെയിൻ ദെയർ ഫൈൻഡിങ്സ്, നമ്മളുടെ ഫൈൻഡിങ്സും എക്സ്പ്ലെയിൻ ചെയ്യണം. ദേ മേ ബി കോൾഡ് ആസ് എക്സ്പേർട്ട് വിറ്റ്നസ്. അതെന്താണ്, ഒരു എക്സ്പേർട്ട് വിറ്റ്നസ് ആയിട്ടേക്കും പറയാം. എക്സാമ്പിൾ, ഇൻ എ ഫ്രോഡ് കേസ് ഫോറൻസിക് അക്കൗണ്ടൻറ്റ് മേ ടെസ്റ്റിഫൈ ഇൻ കോർട്ട്. എന്താണ് ഒരു ഫ്രോഡ് കേസ്, എന്താണ് ഫോറൻസിക് അക്കൗണ്ടൻറ്റ് കോർട്ട് ടെസ്റ്റിഫൈ ചെയ്യും, ഷോയിങ് ഹൗ ഫേക്ക് ഇൻവോയ്സ് വെർ യൂസ്ഡ് ഇൻ സിംഫൺ ഫണ്ട്സ്. സോ കൺക്ലൂഷൻ, ഫോറൻസിക് പ്രൊഫഷണൽ പ്ലേ എ ക്രൂഷ്യൽ റോൾ ഇൻ ഡിറ്റക്റ്റിംഗ് ഫിനാൻഷ്യൽ ഫ്രോഡ്. ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനും ആൻഡ് എൻഷുറിങ് ജസ്റ്റിസ് എൻഷുർ ചെയ്യാൻ എന്താണ് ഒരു ക്രിട്ടിക്കൽ റോള് ഫോറൻസിക് പ്രൊഫഷണൽസ് പ്ലേ ചെയ്യുന്നുണ്ട്. ദെയർ എക്സ്പെർട്ടൈസ് ഇൻ അക്കൗണ്ടിങ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ലോ മേക്സ് ദം വാല്യുബിൾ ഇൻ ഫ്രോഡ് ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ. അപ്പോൾ ഇവരെ അക്കൗണ്ടിങ്ങിലും ഇൻവെസ്റ്റിഗേഷനിലും ലോയിലൊക്കെ ഉള്ളൊരു എക്സ്പെർട്ടൈസ് എന്താണ് ഫ്രോഡ് ഡിറ്റക്ട് ചെയ്യാനും അതേമാതിരി തന്നെ അത് പ്രിവെൻറ്റ് ചെയ്യാനും വളരെ ഹെൽപ്ഫുള്ളാണ്. ദെൻ നെക്സ്റ്റ് ടോപ്പിക്കാണെന്ത്, ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ റിപ്പോർട്ട്. ഓക്കെ, അതിൽ നമുക്ക് ഫസ്റ്റ് നോക്കാനുള്ളത് ഓവർവ്യൂ ആണ്. ഓവർവ്യൂ, ദ ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാൻഡേർഡ്. ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാൻഡേർഡ് 510 പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ ഫോറൻസിക് പ്രൊഫഷണൽസ്. അപ്പോൾ ഫോറൻസിക് പ്രൊഫഷണൽസ് എന്താണ് ഈ ഒരു സ്റ്റാൻഡേർഡ്, ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാൻഡേർഡ് ഗൈഡ് ലൈൻസ് കൊടുക്കും ഓൺ ഇഷ്യൂയിങ് റിട്ടേൺ റിപ്പോർട്ട്സ് ഇഷ്യൂ ചെയ്യാൻ വേണ്ടിയിട്ട്. അറ്റ് ദ കൺക്ലൂഷൻ ഓഫ് എൻ അസൈൻമെൻറ്റ്, ഒരു അസൈൻമെൻറ്റ് കൺക്ലൂഷൻ, അവർ ഫോറൻസിക് എല്ലാ പ്രൊസീജിയറും ചെയ്തിട്ട് റിപ്പോർട്ട് കൊടുക്കാൻ നേരത്ത് ആ റിട്ടേൺ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യുന്നതിനുള്ള ഒരു ഗൈഡൻസ് ആണ് എന്ത് കൊടുക്കുക, FAIS 510 കൊടുക്കുക. ദിസ് റിപ്പോർട്ട് മസ്റ്റ് ക്ലിയർലി കമ്മ്യൂണിക്കേറ്റ് ദ ഫൈൻഡിങ്സ് ബേസ്ഡ് ഓൺ റിലയബിൾ ആൻഡ് റിലവൻറ്റ് എവിഡൻസ്. അപ്പോൾ റിലയബിളും റിലവൻ്റ് ആയിട്ടുള്ള എവിഡൻസിൻ്റെ ബേസിൽ വേണം നമ്മളുടെ ഫൈൻഡിങ്സ് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ. സോ റിട്ടേൺ റിപ്പോർട്ട്, എ ഫോറൻസിക് പ്രൊഫഷണൽ മസ്റ്റ് ഇഷ്യൂ എ റിട്ടേൺ റിപ്പോർട്ട് ദാറ്റ്. ഒരു റിട്ടേൺ റിപ്പോർട്ട് എന്ത് ചെയ്യണം, ഒരു ഫോറൻസിക് പ്രൊഫഷണൽ ഇഷ്യൂ ചെയ്യണം. ക്ലിയർലി കൺവേസ് ദ റിസൾട്ട് ഓഫ് ദ അസൈൻമെൻറ്റ്. ആ അസൈൻമെൻറ്റ് റിസൾട്ട് ക്ലിയർ ആയിട്ട് കൺവേ ചെയ്യണം ആ റിപ്പോർട്ടിൽ. ആൻഡ് ഇസ് ബേസ്ഡ് ഓൺ എവിഡൻസ് ദാറ്റ് ഇസ് റിലയബിൾ ആൻഡ് റിലവൻറ്റ്. റിലവൻറ്റും റിലയബിൾ ആയുള്ള എവിഡൻസ് പ്രകാരമാണ് ആ ഒരു റിസൾട്ട് നമ്മൾ എന്താണ്ട് കൺവേ ചെയ്യേണ്ടത്. ആൻഡ് ഈസ് പ്രിസൈസ് ആൻഡ് അൺബിഗ്യസ് ടു അവോയ്ഡ് എനി മിസ്റെപ്രസൻറ്റേഷൻ. അപ്പോൾ ഒരു മിസ് ഇൻ്റർപ്രിട്ടേഷനും അതിലുണ്ടാകാൻ പാടില്ല, അത് ക്ലിയർ പ്രിസൈസ് ആയിരിക്കണം. എക്സാമ്പിൾ, ഇഫ് എ ഫോറൻസിക് പ്രൊഫഷണൽ ഇൻവെസ്റ്റിഗേറ്റ്സ് ഫൈൻഡിങ്സ് ഫിനാൻഷ്യൽ ഫ്രോഡ്. ഒരു ഫിനാൻഷ്യൽ ഫ്രോഡ് ഒരു ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ കാരണം കണ്ടുപിടിക്കുകയാണെങ്കിൽ ദ റിപ്പോർട്ട് ഷുഡ് ഡീറ്റെയിൽസ് ദ ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റി. ആ ഫ്രോഡുലൻറ്റ് ആക്ടിവിറ്റിയുടെ ഡീറ്റെയിൽസ് കൊടുക്കണം വിത്ത് സപ്പോർട്ടിംഗ് എവിഡൻസ് സച്ച് ആസ് ട്രാൻസാക്ഷൻ റെക്കോർഡ്സ്. ദെൻ അടുത്താണെന്ത്, റിപ്പോർട്ട് അഡ്രസ്സി ആൻഡ് ഡിസ്ട്രിബ്യൂഷൻസ്. ദ റിപ്പോർട്ട് മസ്റ്റ് ബി അഡ്രസ്. ആ റിപ്പോർട്ട് അഡ്രസ്സ് ചെയ്യണം ടു ദ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ആരാണോ പ്രൈമറി സ്റ്റേക്ക് ഹോൾഡേഴ്സ് അവരെ വേണം ഇത് അഡ്രസ്സ് ചെയ്യാൻ. ആൻഡ് ഷെയർഡ് വിത്ത് അതർ സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓൺലി ഇഫ് റിക്വയർഡ് ഓർ പെർമിസിബിൾ. മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് എപ്പോഴേ കൊടുക്കാൻ പാടുള്ളൂ, അത് ആവശ്യമുണ്ടെങ്കിലോ അല്ലെങ്കിൽ അത് പെർമിസിബിൾ ആണെങ്കിൽ മാത്രമേ മറ്റുള്ള സ്റ്റേക്ക് ഹോൾഡേഴ്സിന് ഷെയർ ചെയ്യാൻ പാടുള്ളൂ. എന്ത്, ഒരു ഫോറൻസിക് റിപ്പോർട്ട്. എക്സാമ്പിൾ, ഇഫ് ദ ഇൻവെസ്റ്റിഗേഷൻ വാസ് റിക്വസ്റ്റഡ് ബൈ ബാങ്ക്. ഒരു ബാങ്കാണ് ഈ ഒരു ഇൻവെസ്റ്റിഗേഷൻ റിക്വസ്റ്റ് ചെയ്തതെങ്കിൽ ദ റിപ്പോർട്ട് ഷുഡ് ബി സെൻഡ് ടു ദ ബാങ്ക്സ് കംപ്ലയൻസ് ഡിപ്പാർട്ട്മെൻറ്റ്. ദെൻ ഫോർമാറ്റ് ഓർ കണ്ടൻറ്റ് ഓഫ് റിപ്പോർട്ട്. റിപ്പോർട്ടിൻ്റെ ഫോർമാറ്റും കണ്ടൻറ്റും. വൈൽ ദർ ഇസ് നോ ഫിക്സ്ഡ് ഫോർമാറ്റ്. ഒരു ഫിക്സ്ഡ് ഫോർമാറ്റ് എന്തില്ല ഒരു ഫോറൻസിക് റിപ്പോർട്ടിനില്ല. ദ റിപ്പോർട്ട് മസ്റ്റ് ഇൻക്ലൂഡ് കീ എലമെൻറ്റ്സ് ടു എൻഷുർ ക്ലാരിറ്റി ആൻഡ് കംപ്ലീറ്റ്നെസ്. കീ എലമെൻറ്റ്സ് ഇൻക്ലൂഡ് ചെയ്താൽ മതി എന്തിന്, ക്ലാരിറ്റിക്കും കംപ്ലീറ്റ്നെസ്സിനും വേണ്ടിയിട്ട്. ഇഫ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഓർ റെഗുലേറ്റേഴ്സ് സ്പെസിഫൈ ഫോർമാറ്റ്. സ്റ്റേക്ക് ഹോൾഡേഴ്സ് അല്ലെങ്കിൽ റെഗുലേറ്റേഴ്സ് ഒരു ഫോർമാറ്റ് സ്പെസിഫൈ ചെയ്യുകയാണെങ്കിൽ ഇറ്റ് മസ്റ്റ് ബി ഫോളോഡ്, അത് ഫോളോ ചെയ്യണം. ദെൻ കീ എലമെൻറ്റ്സ്, നമ്മൾ നേരത്തെ പറഞ്ഞ കീ എലമെൻറ്റ്സ് ഓഫ് റിപ്പോർട്ട് എന്തൊക്കെയാണെന്ന് വെച്ചാൽ ടൈറ്റിൽ, അഡ്രസ്സ്, ഡിസ്ട്രിബ്യൂഷൻ, ലിസ്റ്റ്, ആർക്കൊക്കെയാണ് ഡിസ്ട്രിബ്യൂട്ട് ചെയ്യുന്ന ലിസ്റ്റ്. ദെൻ സ്കോപ്പ് ആൻഡ് ഒബ്ജക്റ്റീവ് ഓഫ് ദ അസൈൻമെൻറ്റ്. ദെൻ അപ്രോച്ച് ആൻഡ് ബ്രോഡ് വർക്ക് പ്രൊസീജിയേഴ്സ് അണ്ടർടേക്കൻ. നമ്മൾ എന്തൊക്കെ വർക്കാണോ ചെയ്തിട്ടുള്ളത് അതിൻ്റെ അപ്രോച്ചും. ദെൻ എക്സിക്യൂട്ടീവ് സമ്മറി കവറിങ് കീ ഫൈൻഡിങ്സ്. എക്സിക്യൂട്ടീവ് സമ്മറി എന്താണ്, കീ ഫൈൻഡിങ്സ് കവർ ചെയ്യുന്ന എക്സിക്യൂട്ടീവ് സമ്മറി.
ദെൻ റെഫറൻസ് ടു എനി എക്സ്റ്റേണൽ എക്സ്പെർട്ട് കൺസൾട്ട്, ഏതെങ്കിലും എക്സ്റ്റേണൽ എക്സ്പെർട്ടിനെ കൺസൾട്ട് ചെയ്യണമെങ്കിൽ അത്. ദെൻ കംപ്ലയൻസ് വിത്ത് FAIS ഓർ എനി ഡീവിയേഷൻസ്. FAIS എന്താണ് കംപ്ലൈ ചെയ്തിട്ടുണ്ടോ, അല്ലെങ്കിൽ എന്തെങ്കിലും അതിൽ ഡീവിയേഷൻ ഉണ്ടോ, എന്തെങ്കിലും കംപ്ലൈ ചെയ്യാണ്ട് നമ്മൾ എന്തെങ്കിലും വേറെ രീതിയിലാണോ ചെയ്തിട്ടുള്ളത് എന്തെങ്കിലും കാര്യങ്ങൾ. ദെൻ ഫൈൻഡിങ് സപ്പോർട്ടഡ് ബൈ എവിഡൻസ് ആൻഡ് സോഴ്സ്, എവിഡൻസും സോഴ്സും. ദെൻ അസംഷൻസ്, ലിമിറ്റേഷൻസ് ആൻഡ് ഡിസ്ക്ലെയിമേഴ്സ്. ദെൻ എക്സാമ്പിൾ, ഇഫ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ടാക്സ് ഫ്രോഡ്, ഒരു ടാക്സ് ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യണമെങ്കിൽ ദ റിപ്പോർട്ട് ഷുഡ് ഇൻക്ലൂഡ് റിലവൻറ്റ് ടാക്സ് എന്തായാലും ഇൻക്ലൂഡ് ചെയ്യണം. ഡോക്യുമെൻറ്റ്, ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ് ആൻഡ് റെക്കോർഡ് ഓഫ് സസ്പീഷ്യസ് ട്രാൻസാക്ഷൻസ്. ദെൻ ഡിസ്കഷൻ ഓഫ് ഡ്രാഫ്റ്റ് റിപ്പോർട്ടിൻ്റെ ഡിസ്കഷൻ. ബിഫോർ ഫൈനലൈസിങ് ഫൈൻഡിങ്സ് ഫൈനലൈസ് ചെയ്യുന്നതിന് മുമ്പ് മേ ബി ഡിസ്കസ് വിത്ത് ദ സബ്ജക്റ്റ് പാർട്ടി ഇഫ് ദ എൻഗേജ്മെൻറ്റ് മാൻഡേറ്റ് റിക്വയർസ് ഇറ്റ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, ആ സബ്ജക്റ്റ് ഏത് ആൾക്കാരാണ് നമ്മൾ ഇതാക്കുന്നത് അയാളായിട്ട് നമ്മൾ ഡിസ്കഷൻ നടത്തണം, സബ്ജക്റ്റ് പാർട്ടിയുടെ ഡിസ്കഷൻ നടത്തണം. ഇഫ് ദ എൻഗേജ്മെൻറ്റ് മാൻഡേറ്റ് റിക്വയർസ് ഇറ്റ്, അപ്പോൾ എൻഗേജ്മെൻറ്റ് എന്താണ്, അത് കാര്യം പറയുകയാണെങ്കിൽ മാത്രം. ദ ഡിസ്കഷൻ ഫോളോസ് ദ പ്രിൻസിപ്പിൾസ് ഓഫ് ന്യൂട്രൽ ജസ്റ്റിസ്. അപ്പം നാച്ചുറൽ ജസ്റ്റിസിൻ്റെ പ്രിൻസിപ്പിൾസ് വേണം അത് ഫോളോ ചെയ്യാൻ. ഓക്കെ. സംടൈംസ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഹാൻഡിൽസ് ഡിസ്കഷൻ ഇൻറ്റേർണലി. അപ്പോൾ സ്റ്റേക്ക് ഹോൾഡേഴ്സ് എന്താണ്, ഈ ഒരു ഡിസ്കഷൻസ് ഇൻറ്റേർണലി ആയിരിക്കും നടത്തുക, എന്നുവെച്ചാൽ ഡിസിപ്ലിനറി കമ്മിറ്റി അല്ലെങ്കിൽ ഷോ കോസ് നോട്ടീസൊക്കെ പ്രകാരം. ഇൻ അതർ കേസ് എന്ത് ചെയ്യും, ദ ഫോറൻസിക് പ്രൊഫഷണൽ ഇൻക്ലൂഡ് ദ സബ്ജക്റ്റ് പാർട്ടീസ് റെസ്പോൺസ് ഇൻ ദ ഫൈനൽ റിപ്പോർട്ട്. അല്ലെങ്കിൽ എന്ത് ചെയ്യും, ഈ ഒരു സബ്ജക്റ്റ് പാർട്ടീൻ്റെ റെസ്പോൺസ് നമ്മൾ ഡിസ്കഷൻ നടത്തിയിട്ട് അവരുടെ റെസ്പോൺസ് എന്ത് ചെയ്യും, നമ്മളുടെ ഫൈനൽ റിപ്പോർട്ടിൽ അത് ഇൻക്ലൂഡ് ചെയ്യും. ഓക്കെ. എക്സാമ്പിൾ, ഇഫ് എൻ എംപ്ലോയി ഈസ് അക്യൂസ്ഡ് ഓഫ് ഫണ്ട് മിസ്അപ്രോപ്രിയേഷൻ. ഒരു ഫണ്ട് മിസ്അപ്രോപ്രിയേഷൻ എന്താണ്, ഒരു എംപ്ലോയി അക്യൂസ്ഡ് ആണെങ്കിൽ ദെയർ എക്സ്പ്ലനേഷൻ മൈറ്റ് ബി ഇൻക്ലൂഡ്, അവരുടെ എക്സ്പ്ലനേഷൻ എന്ത് ചെയ്യും, അതിൽ ഇൻക്ലൂഡ് ചെയ്യും ഇൻ ദ റിപ്പോർട്ട് ബിഫോർ ഫൈനലൈസിങ് ദ കൺക്ലൂഷൻ. Then assumptions and limitations. The report should specify, report ഇത് സ്പെസിഫൈ ചെയ്യണം, the assumptions made that impact the findings. ആ നമ്മുടെ ഫൈൻഡിങ്സിനെ ഇമ്പാക്ട് ചെയ്യുന്ന അസംഷൻസ് നമ്മൾ എന്തൊക്കെയാണ് എടുത്തുള്ളത് ആ കാര്യങ്ങൾ നമ്മൾ ചെയ്യണം, നമ്മൾ റിപ്പോർട്ടിൽ സ്പെസിഫൈ ചെയ്യണം. ദെൻ എനി ലിമിറ്റേഷൻസ് ഫേസ്, എന്തെങ്കിലും ലിമിറ്റേഷൻ നമ്മൾ ഫേസ് ചെയ്തിട്ടുണ്ടെങ്കിൽ, ലൈക്ക് ലാക്ക് ഓഫ് മാനേജ്മെൻറ്റ് സപ്പോർട്ട്, റെസ്ട്രിക്റ്റഡ് ആക്സസ് ടു റെക്കോർഡ് ഡാറ്റ ആൻഡ് പീപ്പിൾ, ദെൻ ലീഗൽ ബാരിയേഴ്സ് ലൈക്ക് കോർട്ട് ഓർഡർ, അങ്ങനത്തെ എന്തെങ്കിലും ലിമിറ്റേഷൻ നമ്മൾ ഫേസ് ചെയ്യണമെങ്കിൽ ആ കാര്യം നമ്മൾ എന്ത് ചെയ്യണം, റിപ്പോർട്ടിൽ സ്പെസിഫൈ ചെയ്യണം. Then no opinion on guilt or innocence. അപ്പോൾ എന്താണ്, നോ ഒപ്പീനിയൻ ഓൺ ഗിൽട്ട് ഓർ ഇന്നസെൻസ്. ദ ഫോറൻസിക് പ്രൊഫഷണൽ ഡസ് നോട്ട് ഡിറ്റർമൈൻ ഗിൽട്ട് ബട്ട് പ്രസൻറ്റ് ഫാക്ട്സ് ടു ഹെൽപ്പ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് മേക്ക് ഇൻഫോംഡ് ഡിസിഷൻ. അപ്പോൾ അവരെന്ത് ചെയ്യില്ല, ഒരു ഫോറൻസിക് എന്ത് പറയില്ല, ഇന്ന ആൾ ഗിൽട്ടാണ് എന്നുള്ള കാര്യം പറയില്ല, അല്ലെങ്കിൽ ഇന്നസെൻ്റ് ആണ് എന്നുള്ള കാര്യം ഒന്നും പറയില്ല. അവരെന്ത് ചെയ്യും, അവർ കണ്ടുപിടിച്ചിട്ടുള്ള ഫാക്റ്റ് പ്രസൻറ്റ് ചെയ്യും. അത് പ്രകാരം സ്റ്റേക്ക് ഹോൾഡേഴ്സാണ് ഈ ഒരു ഇൻഫോംഡ് ഡിസിഷൻ ചെയ്യുക, ഇന്ന ആൾ എന്താണ് കുറ്റക്കാരനാണെന്നുള്ള കാര്യം തീരുമാനിക്കുക. എക്സാമ്പിൾ, എ റിപ്പോർട്ട് ക്യാൻ ഹൈലൈറ്റ് സസ്പീഷ്യസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻ. ഒരു സസ്പീഷ്യസ് ഫിനാൻഷ്യൽ ട്രാൻസാക്ഷൻസ് എന്താണ് റിപ്പോർട്ട് ചെയ്യുക, ബട്ട് കനോട്ട് ഡിക്ലെയർ സം വൺ ഗിൽറ്റി ഓഫ് ഫ്രോഡ്. പക്ഷേ ഒരാൾ എന്താണ്, അയാൾ ഫ്രോഡ് ചെയ്തിട്ടുണ്ട് എന്നുള്ള കാര്യം നമുക്ക് ഡിക്ലെയർ ചെയ്യാൻ പറ്റില്ല. ദാറ്റ്സ് ഫോർ ദ കോർട്ട് ആൻഡ് ഡിസിപ്ലിനറി ബോഡി ടു ഡിസൈഡ്. അത് കോർട്ടോ അല്ലെങ്കിൽ ഡിസിപ്ലിനറി ബോഡിയാണ് ഡിസൈഡ് ചെയ്യേണ്ടത്. ദെൻ റിപ്പോർട്ടിംഗ് ടൈം ലൈൻസ്. The report must be issued within a reasonable time frame. ഒരു റീസണബിൾ ടൈം ഫ്രെയിമിലുള്ള എന്ത് ചെയ്യണം, ഈ റിപ്പോർട്ട് ഇഷ്യൂ ചെയ്യണം ആസ് പെർ എൻഗേജ്മെൻറ്റ് ടേംസ്. ഇനി ഇൻറ്ററിം റിപ്പോർട്ട് മേ ബി റിക്വയർഡ് ഡ്യൂറിങ് ദ ഇൻവെസ്റ്റിഗേഷൻ. ഇൻറ്ററിം റിപ്പോർട്ട് എന്താണ്, ഇൻവെസ്റ്റിഗേഷൻ്റെ സമയത്ത് നമുക്ക് കൊടുക്കാൻ പറ്റും. ദീസ് റിപ്പോർട്ട് മസ്റ്റ് നോട്ട് കോംപ്രമൈസ് ദ ഇൻവെസ്റ്റിഗേഷൻ പ്രോഗ്രസ്. അപ്പോൾ ഈ ഒരു റിപ്പോർട്ട് എന്താകാൻ പാടില്ല, നമ്മളുടെ ഇൻവെസ്റ്റിഗേഷൻ്റെ പ്രോഗ്രസ്സിനെ അത് കോംപ്രമൈസ് ചെയ്യാൻ പാടില്ല. എക്സാമ്പിൾ, ഇഫ് ഇൻവെസ്റ്റിഗേഷൻ ടേക്ക് 6 months, 6 മാസം ഒരു ഇൻവെസ്റ്റിഗേഷൻ എടുക്കുകയാണെങ്കിൽ ദ ഇൻറ്ററിം റിപ്പോർട്ട് ക്യാൻ ബി ഇഷ്യൂഡ് എവറി 2 months. ഈ ഇൻറ്ററിം റിപ്പോർട്ട് എന്താണ്, ഓരോ 2 മാസം കൂടുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഇഷ്യൂ ചെയ്യാൻ പറ്റും, ടു കീപ് സ്റ്റേക്ക് ഹോൾഡേഴ്സ് ഇൻഫോംഡ്. Then overview of forensic accounting and investigation standard, FAIS. FAISൻ്റെ ഒരു ഓവർവ്യൂ ആണ് നമ്മൾ പറയുന്നത്. സോ അതിൻ്റെ ഇൻട്രൊഡക്ഷൻ ആണ്. The Institute of Chartered Accountants of India, ICAI, has a responsibility to ensure high standards of performance among its members. അപ്പോൾ അവരുടെ മെമ്പേഴ്സ് എന്താണ്, ഹൈ പെർഫോമൻസ് സ്റ്റാൻഡേർഡ്സ് പ്രൊവൈഡ് ചെയ്യുന്നത് ICAIൻ്റെ റെസ്പോൺസിബിലിറ്റിയാണ്. To fulfill this, ICAI has developed Forensic Accounting and Investigation Standard, FAIS. These standards help maintain quality in forensic accounting and investigation service. അപ്പോൾ FAIS എന്താണ്, ഒരു
ഡെവലപ്പ് ചെയ്തിട്ട് എന്തിനു വേണ്ടിയിട്ട്? ഫോറൻസിക് അക്കൗണ്ടിങ്ങിന്, അക്കൗണ്ടൻസിനെയും അതേപോലെ തന്നെ ഇൻവെസ്റ്റിഗേഷനും ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട്, അവരുടെ ക്വാളിറ്റി മെയിൻറ്റെയിൻ ചെയ്യാൻ വേണ്ടിയിട്ട്. എക്സാമ്പിൾ, ജസ്റ്റ് എ ഡോക്ടർ ഫോളോസ് മെഡിക്കൽ ഗൈഡൻസ്. ഡോക്ടർ എന്താണ്? മെഡിക്കൽ ഗൈഡൻസ് ആണ് ഫോളോ ചെയ്യുന്നത്. ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ഫോളോ FAIs. ഫോറൻസിക് അക്കൗണ്ട്സ് എന്താണ് ഫോളോ ചെയ്യുന്നത്? FAIs ആണ് ഫോളോ ചെയ്യുക, ടു എൻഷുർ ആക്യുറസി ഇൻ ഫ്രോഡ് ഇൻവെസ്റ്റിഗേഷൻ. ദെൻ ഫ്രെയിംവർക്ക് ഗവേണിംഗ് ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ എന്തൊക്കെ ഫ്രെയിംവർക്കാണ് ഒരു ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷനെ ഇതാക്കുന്നത്, ഗവൺ ചെയ്യുന്നത്? ദ FAIs ഫ്രെയിംവർക്ക് പ്രൊവൈഡ്സ് ഗൈഡ് ലൈൻസ് ഫോർ ഫോറൻസിക് പ്രൊഫഷണൽ. അപ്പോൾ ഫോറൻസിക് പ്രൊഫഷണൽസിന് ഗൈഡ് ലൈൻസ് കൊടുക്കുന്നുണ്ട് FAIs. സെറ്റിംഗ് ദ ബൗണ്ടറീസ് ആൻഡ് പ്രിൻസിപ്പിൾസ്. ബൗണ്ടറീസും പ്രിൻസിപ്പിൾസും അത് സെറ്റ് ചെയ്യുന്നുണ്ട്. ഫോർ കണ്ടക്ടിങ് ഇൻവെസ്റ്റിഗേഷൻ, ഇറ്റ് ഈസ് മെൻ ടു എൻഹാൻസ് ദ ക്വാളിറ്റി ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് സർവീസ്. ഇത് ഫോറൻസിക് അക്കൗണ്ടിങ് സർവീസിൻ്റെ ക്വാളിറ്റി എൻഹാൻസ് ചെയ്യാനും, ആൻഡ് മസ്റ്റ് ബി റെഡ് അലോങ് വിത്ത് ദ പ്രിഫേസ് FAIs. അപ്പോൾ പ്രിഫേസ് FAIസിൻ്റെ കൂടെ വേണത് നമ്മൾ വായിക്കാനും. എക്സാമ്പിൾ, എ ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റിംഗ് ഫിനാൻഷ്യൽ ഫ്രോഡ് ഫോളോ FAIs ടു എൻഷുർ എത്തിക്സ് ആൻഡ് പ്രൊഫഷണൽ വർക്ക്. അപ്പോൾ പ്രൊഫഷണലും എത്തിക്സും എന്താണ് വർക്കിൽ കാണിക്കാൻ വേണ്ടിയിട്ടാണ് FAIs ഫോളോ ചെയ്യുന്നത്. ആര്? ഫോറൻസിക് അക്കൗണ്ടൻസ്. ദെൻ ഒബ്ജക്റ്റീവ്സ് ഓഫ് ദ ഫ്രെയിംവർക്ക്. ദ ഫ്രെയിംവർക്ക് ഹാസ് 3 മെയിൻ ഒബ്ജക്റ്റീവ്. അപ്പോൾ ഈ ഒരു ഫ്രെയിംവർക്ക് എന്താണ്? 3 ഒബ്ജക്റ്റീവാണ് മെയിനായിട്ടുള്ളത്. ഫസ്റ്റ് വെച്ചാൽ എക്സ്പ്ലെയിൻ ചെയ്യുക, രണ്ടാമത്തെ വെച്ചാൽ ഷോ, ആൻഡ് മൂന്നാമത്തത് മെയിൻറ്റെയിൻ. ഓക്കെ, ഈ 3 ഒബ്ജക്റ്റീവുകളെന്ന് വെച്ചാൽ ഫസ്റ്റ് എന്താണ്? എക്സ്പ്ലെയിൻ ചെയ്യുക, രണ്ടാമത്തത് ഷോ ചെയ്യുക, അതിൻ്റെ മൂന്നാമത്തത് മെയിൻറ്റെയിൻ ചെയ്യുക. എക്സ്പ്ലെയിൻ, ഷോ ആൻഡ് മെയിൻറ്റെയിൻ. എന്താണ് എക്സ്പ്ലെയിൻ ചെയ്യുന്നത്? എക്സ്പ്ലെയിൻ ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് ദർ കീ കമ്പോണൻസ്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ്ങും ഇൻവെസ്റ്റിഗേഷനും അതിൻ്റെ കീ കമ്പോണൻസും, ഫോറൻസിക് അക്കൗണ്ടിങ്, ഇൻവെസ്റ്റിഗേഷൻ ആൻഡ് കീ കമ്പോണൻസ് എക്സ്പ്ലെയിൻ ചെയ്യുക. രണ്ടാമത്തത് ഷോ ആണ്. ഷോ എന്താ ഷോ ചെയ്യുന്നത്? ഷോ ഹൗ ഡിഫറെൻറ്റ് കമ്പോണൻസ് വർക്ക് ടുഗദർ ഇൻ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ. അപ്പോൾ ഫോറൻസിക് ഇൻവെസ്റ്റിഗേഷൻ എന്താണ്? ഡിഫറെൻറ്റ് കമ്പോണൻസ് എങ്ങനെയാണ് ഒരുമിച്ച് വർക്ക് ചെയ്യുന്നത്, വർക്ക് ടുഗദർ എന്നുള്ള കാര്യം കാണിക്കുക. മൂന്നാമത്തത് മെയിൻറ്റെയിൻ ചെയ്യുക. എന്ത്? മെയിൻറ്റെയിൻ ആൻഡ് ഇംപ്രൂവ് എന്ത്? ക്വാളിറ്റി ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് സർവീസ്. ഫോറൻസിക് അക്കൗണ്ടിങ് സർവീസിൻ്റെ ക്വാളിറ്റി എന്താണ്? മെയിൻറ്റെയിനും ചെയ്യുക, ഇംപ്രൂവും ചെയ്യുക. സോ എക്സ്പ്ലെയിൻ, ഷോ ആൻഡ് മെയിൻറ്റെയിൻ. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി സസ്പെക്ട് ഫ്രോഡ്. ഒരു കമ്പനി എന്താണ്? ഫ്രോഡ് സസ്പെക്ട് ചെയ്യുകയാണെങ്കിൽ ഫോറൻസിക് അക്കൗണ്ടിങ് യൂസ് FAIs ഗൈഡ് ലൈൻസ് ടു കണ്ടക്ട് ആൻ ഇൻവെസ്റ്റിഗേഷൻ എഫിഷ്യൻ്റ്ലി. ദെൻ സിഗ്നേച്ചർ ഓഫ് ദ ഫ്രെയിംവർക്ക്. The framework is built on ethical principles and consist of 4 key components. അപ്പോൾ എന്താണ് ഈ ഒരു ഫ്രെയിംവർക്ക്? എന്താണ്? എത്തിക്കൽ പ്രിൻസിപ്പിൾസിൻ്റെ ബേസിലാണ് ബിൽഡ് ചെയ്തിട്ടുള്ളത്. അതേമാതിരി തന്നെ 4 കീ കമ്പോണൻസ് ആണ് ഈ ഒരു ഫ്രെയിംവർക്ക് ഉള്ളത്. എന്തൊക്കെയാ വെച്ചാൽ, ഫസ്റ്റ് ബേസിസ് പ്രിൻസിപ്പിൾ ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ്റെയും ബേസിക് പ്രിൻസിപ്പിൾസ്. രണ്ടാമത്തെ വെച്ചാൽ കീ കോൺസെപ്റ്റ്. മൂന്നാമത്തെ വെച്ചാൽ സ്റ്റാൻഡേർഡ്സ് ഓൺ ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെയും ഇൻവെസ്റ്റിഗേഷൻ്റെയും സ്റ്റാൻഡേർഡ്സ്. ആൻഡ് 4 വെച്ചാൽ ഗൈഡൻസ് ആണ്. സോ ഫസ്റ്റ് ബേസിക് പ്രിൻസിപ്പിൾസ് ഓൺ ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ എന്ന് വെച്ചാൽ ദ ഫൗണ്ടേഷൻ ഓഫ് ഫോറൻസിക് വർക്ക്. ഫോറൻസിക് വർക്കിൻ്റെ ഫൗണ്ടേഷൻ ആണ് എന്ത്? ഈ ബേസിക് പ്രിൻസിപ്പിൾസ്. ദെൻ കീ കോൺസെപ്റ്റ് എന്തൊക്കെയാണ്? എസെൻഷ്യൽ ഐഡിയാസ് ദാറ്റ് ഗൈഡ് ഫോറൻസിക് അക്കൗണ്ടിങ്. അപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ്ങിനെ ഗൈഡ് ചെയ്യുന്ന എസെൻഷ്യൽ ആയിട്ടുള്ള ഐഡിയാസിനെ പറഞ്ഞ പേരാണ് കീ കോൺസെപ്റ്റ്. ദെൻ സ്റ്റാൻഡേർഡ്സ് ഓൺ ഫോറൻസിക് അക്കൗണ്ടിങ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ. ഈ ഒരു ഫോറൻസിക് അക്കൗണ്ടിങ്ങിന് ഇൻവെസ്റ്റിഗേഷനും സ്റ്റാൻഡേർഡ്സ് എന്ന് വെച്ചാൽ റൂൾസ് ടു ഫോളോ ഡ്യൂറിങ് ഫോറൻസിക് വർക്ക്. ഫോറൻസിക് വർക്ക് ചെയ്യുമ്പോൾ നമ്മൾ ഫോളോ ചെയ്യേണ്ട റൂൾസ് ആണത്. ദെൻ ഗൈഡൻസ് എന്ന് വെച്ചാൽ റെക്കമെൻഡേഷൻ ടു ഇംപ്രൂവ് ക്വാളിറ്റി. നോട്ട് മാൻഡേറ്ററി, അത് മാൻഡേറ്ററി അല്ല, പക്ഷേ നമ്മൾ ക്വാളിറ്റി വർക്കിൻ്റെ ക്വാളിറ്റി ഇംപ്രൂവ് ചെയ്യാൻ വേണ്ടി ചെയ്യുന്ന റെക്കമെൻഡേഷൻസ് ആണത് ഗൈഡൻസ്. എക്സാമ്പിൾ, ജസ്റ്റ് ലൈക്ക് ലോ ഗൈഡ് ലീഗൽ പ്രൊഫഷണൽസ്, FAIs പ്രൊവൈഡ് സ്ട്രക്ചർ ഫോർ ഫോറൻസിക് അക്കൗണ്ടൻസ്. ദെൻ കാറ്റഗറീസ് ഓഫ് FAIs സ്റ്റാൻഡേർഡ്സ്. അപ്പോൾ FAIs സ്റ്റാൻഡേർഡ്സിൻ്റെ കാറ്റഗറീസ് ഏതൊക്കെയാണെന്ന് നോക്കാം. സോ FAIs സ്റ്റാൻഡേർഡ്സ് ആർ ഡിവൈഡ് ഇൻ ടു ഡിഫറെൻറ്റ് സീരീസ്. അപ്പോൾ ഓരോ സീരീസ് ആയിട്ടാണ് എന്ത് FAIs സ്റ്റാൻഡേർഡ്സിനെ നമ്മൾ കാറ്റഗറൈസ് ചെയ്തിട്ടുള്ളത്. കവറിങ് സ്പെസിഫിക് ഏരിയാസ് ഓഫ് ഫോറൻസിക് അക്കൗണ്ടിങ്. ഇപ്പോൾ ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ഓരോ ഏരിയാസ് ആണ് ഇത് കവർ ചെയ്യുക. സോ 200 സീരീസ് ആണെങ്കിൽ എന്താണ്? സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഏജൻസി കമ്മ്യൂണിക്കേഷൻ. സ്റ്റേക്ക് ഹോൾഡേഴ്സ് ആൻഡ് ഏജൻസി കമ്മ്യൂണിക്കേഷനെയാണ് 200 സീരീസ് കവർ ചെയ്യുന്നത്. 300 സീരീസ് ആണെങ്കിൽ എന്താണ്? കണ്ടക്ടിങ് ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്ന കാര്യങ്ങളാണ് കവർ ചെയ്യുക. 400 സീരീസ് ആണെങ്കിൽ എന്താണ്? സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ഏരിയ. 500 സീരീസ് ആണെങ്കിൽ റിപ്പോർട്ടിംഗ് ഫൈൻഡിങ്സ്. നമ്മൾ റിപ്പോർട്ട് ചെയ്യുന്നത് നമ്മളുടെ എന്താണ് ഓഡിറ്റിംഗ് സ്റ്റാൻഡേർഡ്സിൽ 700 സീരീസ് മാതിരിയാണ് എന്ത് ഈ FAISൽ ഫോറൻസിക് ഓഡിറ്റ് ആൻഡ് ഇൻവെസ്റ്റിഗേഷൻ സ്റ്റാൻഡേർഡ്സിൽ 500 സീരീസ് വരുന്നത് റിപ്പോർട്ടിംഗ് ഫൈൻഡിങ്സ്. ദെൻ 600 സീരീസ് എന്ന് വെച്ചാൽ ക്വാളിറ്റി കൺട്രോൾ ഇൻ ഫോറൻസിക് അക്കൗണ്ടിങ്. ഫോറൻസിക് അക്കൗണ്ടിങ്ങിൻ്റെ ക്വാളിറ്റി കൺട്രോളാണ് 600 സീരീസിൽ പറയുന്നത്.
സോ അതിലെന്താണ് SA 200 സീരീസിനെ കുറിച്ചാണ് പറയുന്നത്. ഫസ്റ്റ് അതിലുള്ള രണ്ട് സ്റ്റാൻഡേർഡ്സ് ആണെന്നത് FAIS 240 FAIS 250. ഓക്കെ, FAIS 240 ആൻഡ് FAIS 250. 240 എന്തിനെ കുറിച്ചാണ് പറയുന്നത്? എൻഗേജിങ് വിത്ത് ഏജൻസീസിനെ ആയിട്ട് എൻഗേജ് ചെയ്യുന്നത്. ഗൈഡ് ലൈൻസ് ഓൺ വർക്കിംഗ് വിത്ത് ഗവൺമെൻറ് ആൻഡ് റെഗുലേറ്ററി ബോഡീസ്. ഗവൺമെൻറ് ആയിട്ടും റെഗുലേറ്ററി ബോഡി ആയിട്ടും വർക്ക് ചെയ്യുന്നതിനുള്ള ഗൈഡ് ലൈൻസ് ആണെത് FAIS 240 പറഞ്ഞത്. ദെൻ FAIS 250 എന്ന് പറഞ്ഞാൽ കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുക. റൂൾസ് ഫോർ കമ്മ്യൂണിക്കേറ്റിംഗ് ഫൈൻഡിങ്സ് ടു സ്റ്റേക്ക് ഹോൾഡേഴ്സായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നതിൻ്റെ റൂൾസ്. എക്സാമ്പിൾ, ഇഫ് എ ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ്സ് ഒരു ഫ്രോഡ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുകയാണെങ്കിൽ കേസ് ഫോർ ബാങ്ക്, ദേ മസ്റ്റ് റിപ്പോർട്ട് ഫൈൻഡിങ്സ് അക്കോർഡിംഗ് ടു FAIS 250. അപ്പോൾ FAIS 250 പ്രകാരമാണ് നമ്മൾ കമ്മ്യൂണിക്കേറ്റ് ചെയ്യേണ്ടത് ഈ ഒരു ഫ്രോഡ് അതാണ് കമ്മ്യൂണിക്കേഷൻ വിത്ത് സ്റ്റേക്ക് ഹോൾഡേഴ്സ്. ദെൻ 300 സീരീസാണ്. 300 സീരീസിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണത് FAIS 310, 320, 330, 340, 350, 360. സോ അതിൽ ഫസ്റ്റ് 310 എന്ന് വെച്ചാൽ പ്ലാനിങ് ദ അസൈൻമെൻറ്റ് പ്ലാൻ ചെയ്യാനാണ്. ഹൗ ടു പ്ലാൻ ആൻ ഇൻവെസ്റ്റിഗേഷൻ. ദെൻ 320 എന്ന് വെച്ചാൽ ഇപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ കണ്ടക്ട് ചെയ്യുന്ന റിലേറ്റഡ് ആയിട്ടുള്ള സീരീസാണ് 300. സോ അതിൽ ഫസ്റ്റ് നമ്മൾ ചെയ്യുന്നതാണ് പ്ലാനാണ് ചെയ്യുക. പ്ലാനിങ്. ദെൻ എവിഡൻസ് ആൻഡ് ഡോക്യുമെൻറ്റേഷൻ. എവിഡൻസ് കളക്ട് ചെയ്യുക, അത് ഡോക്യുമെൻറ്റ് ചെയ്യുക, അതാണ് 320. റൂൾസ് ഫോർ കളക്ടിങ് ആൻഡ് സ്റ്റോറിങ് എവിഡൻസ്. ദെൻ 330 വെച്ചാൽ കണ്ടക്ടിങ് വർക്ക് പ്രൊസീജിയർ. ഇപ്പോൾ വർക്ക് പ്രൊസീജിയർ നമ്മൾ കണ്ടക്ട് ചെയ്യുക. നമ്മൾ ഫസ്റ്റ് പ്ലാൻ ചെയ്തു, എവിഡൻസ് കളക്ട് ചെയ്തു, ഇനി വർക്ക് കണ്ടക്ട് ചെയ്യാണ്. സോ 330 ആണത്. സ്റ്റെപ്സ് ഫോർ കണ്ടക്ടിങ് ഇൻവെസ്റ്റിഗേഷൻ. ദെൻ 340 വെച്ചാൽ കണ്ടക്ടിങ് ഇൻ്റർവ്യൂസ് കണ്ടക്ട് ചെയ്യുക. ടെക്നിക്സ് ഫോർ ഇൻ്റർവ്യൂയിങ് സസ്പെക്ട്സ് ആൻഡ് വിറ്റ്നസ്. ദെൻ 350 എന്ന് വെച്ചാൽ റിവ്യൂ ആൻഡ് സൂപ്പർവിഷൻ. നമ്മളെന്താണ് ആ ഒരു വർക്ക് റിവ്യൂ ചെയ്യുക, സൂപ്പർവൈസ് ചെയ്യുക. എൻഷുറിങ് ക്വാളിറ്റി കൺട്രോൾ ഡ്യൂറിങ് ഇൻവെസ്റ്റിഗേഷൻ. ദെൻ 360 വെച്ചാൽ ടെസ്റ്റിഫൈങ് ബിഫോർ എ കോമ്പിറ്റൻ്റ് അതോറിറ്റി. ഒരു കോമ്പിറ്റൻ്റ് ആയിട്ടുള്ള അതോറിറ്റിൻ്റെ മുമ്പിൽ നമ്മൾ ടെസ്റ്റിഫൈ ചെയ്യുക. ഹൗ ടു പ്രസൻറ്റ് ഫൈൻഡിങ്സ് ഇൻ കോർട്ട് ഓർ അതർ ലീഗൽ സെറ്റിംഗ്സ്. എക്സാമ്പിൾ, ഇഫ് ആൻ അക്കൗണ്ടൻറ്റ് ഇൻവെസ്റ്റിഗേറ്റ് കോർപ്പറേറ്റ് ഫ്രോഡ്. ഒരു കോർപ്പറേറ്റ് ഫ്രോഡാണ് ഒരു അക്കൗണ്ട് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുന്നതെങ്കിൽ 320 ഹെൽപ്സ് ദം ടു ഡോക്യുമെൻറ്റ് എവിഡൻസ് പ്രോപ്പർലി. ദെൻ 400 സീരീസ് ആണത് സ്പെഷ്യലൈസ്ഡ് ഇൻവെസ്റ്റിഗേഷൻ ഏരിയാസ്. അതിലുള്ള സ്റ്റാൻഡേർഡ്സ് ആണത് FAIS 410, 420, 430. 3 സ്റ്റാൻഡേർഡ്സ് ആണുള്ളത്. സോ FAIS 410 എന്ന് വെച്ചാൽ അപ്ലൈയിങ് ഡാറ്റ അനാലിസിസ് അപ്ലൈ ചെയ്യലാണ് 410 എന്ന് വെച്ചാൽ യൂസിങ് ഡാറ്റ അനാലിസിസ് ഇൻ ഫോറൻസിക് ഓഡിറ്റ്. ദെൻ FAIS 420 വെച്ചാൽ എവിഡൻസ് ഗ്യാതറിങ് ഇൻ ഡിജിറ്റൽ ഡൊമെയിൻ. ഒരു ഡിജിറ്റൽ ഡൊമെയിൻ അതാണ് നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള എവിഡൻസ് ഗ്യാതർ ചെയ്യുക. കളക്ടിങ് ഡിജിറ്റൽ എവിഡൻസ് ലൈക്ക് ഇമെയിൽസ്, ഓൺലൈൻ ട്രാൻസാക്ഷൻ. അതൊക്കെയാണത് FAIS 420 പറയുന്നത്. FAIS 430 പറയുന്നതാണ് ലോൺസ് ആൻഡ് ബോറോയിങ്സ് ആണ് FAIS 430 പറയുന്നത്. ഇൻവെസ്റ്റിഗേറ്റിംഗ് ലോൺസ് ഇൻവെസ്റ്റിഗേറ്റ് ചെയ്യുക. ലോൺസ് ഫ്രോഡ് ആൻഡ് മിസ്യൂസ് ഓഫ് ബോറോഡ് ഫണ്ട്. ഒരു ബോറോഡ് ഫണ്ട് മിസ്യൂസ്. എക്സാമ്പിൾ, ഇഫ് എ കമ്പനി ഈസ് സസ്പെക്റ്റഡ് ടു സൈബർ ഫ്രോഡ്. ഒരു സൈബർ ഫ്രോഡിന് ഒരു കമ്പനി സസ്പെക്റ്റഡ് ആണെങ്കിൽ FAIS 420 ഗൈഡ് ഫോറൻസിക് അക്കൗണ്ടൻറ്റ് ടു കളക്ടിംഗ് ഡിജിറ്റൽ എവിഡൻസ്. ദെൻ 500 സീരീസാണ് റിപ്പോർട്ടിംഗ് ഫൈൻഡിങ്സ്. അതിൽ ഒറ്റ സ്റ്റാൻഡേർഡ് ഉള്ളത് FAIS 510 നമ്മൾ നേരത്തെ നോക്കിയിട്ടുണ്ടായിരുന്നു. റിപ്പോർട്ടിംഗ് റിസൾട്ട്സ്, ഗൈഡ് ലൈൻസ് ഓൺ പ്രിപ്പയറിംഗ് റിപ്പോർട്ട്സ് വിത്ത് ഫൈൻഡിങ്സ് ആൻഡ് എവിഡൻസ്. നമ്മൾ നേരത്തെ നോക്കിയ ഒരു സ്റ്റാൻഡേർഡാണത്. എക്സാമ്പിൾ, എ ഫോറൻസിക് അക്കൗണ്ടൻറ്റ് പ്രിപ്പയർസ് റിപ്പോർട്ടിംഗ് ഫോളോയിങ് FAIS 510 ആഫ്റ്റർ കംപ്ലീറ്റിംഗ് എ ഇൻവെസ്റ്റിഗേഷൻ. ദെൻ 600 സീരീസാണ് ക്വാളിറ്റി കൺട്രോൾ ഇൻ ഫോറൻസിക് അക്കൗണ്ടിൻ്റെ ക്വാളിറ്റി കൺട്രോൾ. അതിലും എന്താണ് ഒരു സ്റ്റാൻഡേർഡേ ഉള്ളൂ. FAIS 610 ക്വാളിറ്റി കൺട്രോൾ എൻഷുറിംഗ് ഇൻവെസ്റ്റിഗേഷൻ ഫോളോ ദ ഹയസ്റ്റ് പ്രൊഫഷണൽ സ്റ്റാൻഡേർഡ്സ്. A forensic firm follow FAIS to ensure that all cases are handled professionally and ethically. സോ അപ്പോൾ ഇതാണെന്ത് നമ്മളെ ചാപ്റ്റർ 17 ഡീൽ ചെയ്യുന്ന ടോപ്പിക്. ചാപ്റ്റർ 17 നമ്മൾ ഡീൽ ചെയ്യുന്ന ടോപ്പിക്കാണെന്ത് ഡ്യൂ ഡെലിജൻസ്, ഇൻവെസ്റ്റിഗേഷൻ and forensic ഓഡിറ്റ് അല്ലെങ്കിൽ അക്കൗണ്ടിങ്. അപ്പോൾ ഈ 3 ടോപ്പിക്കാണ് നമ്മൾ ഈ ഒരു ചാപ്റ്റർ 17 മെയിനായിട്ട് നോക്കിയ ടോപ്പിക്കുകൾ. സോ നമ്മൾ സ്റ്റഡി മെറ്റീരിയൽ എല്ലാ ടോപ്പിക്കും നമ്മൾ കവർ ചെയ്ത് കഴിഞ്ഞു. സോ ഇനി നെക്സ്റ്റ് ചാപ്റ്ററാണുള്ളത്. സോ നമുക്ക് നെക്സ്റ്റ് വീഡിയോയിൽ കാണാം. സോ താങ്ക് യു.